ഫ്രീ വീഡിയോ ക്ലാസുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് റിപ്പോർട്ടർ സ്പീച്ച്. അപ്പോൾ ഞാൻ ഒരു ചോദ്യം എഴുതുകയാണേ. അനു സെഡ്, അനു പറഞ്ഞു. ദി എർത്ത് ഈസ് റൗണ്ട്. ഉണ്ടോ? അനു സെഡ് ദി എർത്ത് ഈസ് റൗണ്ട്. അനു പറഞ്ഞു ഭൂമി ഉരുണ്ടതാണ് അല്ലെ. അപ്പൊ ആദ്യം നമുക്ക് നോക്കാം, ഇത് അസർട്ടീവ് ആണോ, ഇൻട്രോഗേറ്റീവ് ആണോ, ഇമ്പറേറ്റീവ് ആണോ, എക്സ്ക്ലമേറ്ററി ആണോ? എക്സ്ക്ലമേഷൻ മാർക്ക് ഇല്ല. അപ്പൊ അതെന്ത്? എക്സ്ക്ലമേഷൻ മാർക്ക് ഇല്ലാത്തത് കൊണ്ട് അത് എക്സ്ക്ലമേറ്ററി അല്ല. ക്വസ്റ്റ്യൻ മാർക്ക് ഇല്ലാത്തത് കൊണ്ട് അത് ഇൻട്രോഗേറ്റീവും അല്ല അല്ലെ. പിന്നെ ഉള്ളത് ഏതാ? അസർട്ടീവും ഉണ്ട്, പിന്നെ ഏതാ? ഇമ്പറേറ്റീവ് ഉണ്ട് അല്ലെ. ഒരു വെർബിലോ ഓക്സിലറി വെർബിലോ ആരംഭിച്ചാൽ ഇമ്പറേറ്റീവ് ആണ്. ആരംഭിച്ചതില ദി എർത്തിലാണ്. അപ്പൊ ഇത് ഇമ്പറേറ്റീവും അല്ല. പിന്നെ ഇത് ടൈപ്പ് ആയത് ഇത് അസർട്ടീവ് ആണ്. എന്താ കാരണം? ദി എർത്ത് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ്. നമ്മൾ നേരത്തെ പഠിച്ചു സബ്ജക്റ്റ് അല്ലെങ്കിൽ നൗണിൽ ആരംഭിക്കുന്നവ ഏ ടൈപ്പ് ആയിരിക്കും? അസർട്ടീവ് ആയിരിക്കും. ഒന്ന്. രണ്ടാമത്തെ കേസ് നോക്കിയേ. ദി എർത്ത് ഈസ് റൗണ്ട് എന്ന് പറയുമ്പോൾ എന്തിനെ കുറിച്ചാ പറയുന്നത്? ഇതൊരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ് അല്ലെ. ഭൂമി ഉരുണ്ടതാണ് എന്ന് പറയുമ്പോൾ ഇതൊരു യൂണിവേഴ്സൽ ട്രൂത്ത് അല്ലേ. അപ്പൊ യൂണിവേഴ്സൽ ട്രൂത്തിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഡയറക്റ്റ് സ്പീച്ച് റിപ്പോർട്ട് ചെയ്യുന്ന കാര്യമാണ് നമ്മൾ ഈ ഡബിൾ ഇൻവെർട്ടഡ് കോമയുടെ എഴുതുക. ഉണ്ടല്ലോ, ഡബിൾ ഇൻവെർട്ടഡ് കോമയുടെ അകത്താണ് നമ്മൾ ഒരാൾ എന്താണോ പറഞ്ഞത് അത് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യം ഡബിൾ ഇൻവെർട്ടഡ് കോമയുടെ അകത്ത്. ഇപ്പൊ ഇതിന്റെ അകത്ത് വരുന്ന ഈ കാര്യം ഇതാണ് റിപ്പോർട്ട് ചെയ്ത കാര്യം. അത് പറഞ്ഞ ആളാണ് ആര്? അനു. അപ്പൊ ഒരു ഡയറക്റ്റ് സ്പീച്ചിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റുമ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യം എപ്പോഴും ഡബിൾ ഇൻവെർട്ടഡ് കോമയുടെ അകത്തായിരിക്കും വരിക. പിന്നെ വേറൊരു കേസ് ഉള്ളത്, നമ്മുടെ സിമ്പിളുകൾ അല്ലെ, സിമ്പിൾസ് ഒന്നും ഇൻഡയറക്റ്റ് സ്പീച്ചിൽ യൂസ് ചെയ്യരുത്. അതായത് കോമ, ഡബിൾ ഇൻവെർട്ടഡ് കോമ, അതുപോലെ ക്വസ്റ്റ്യൻ മാർക്ക്, എക്സ്ക്ലമേഷൻ മാർക്ക്, ഇതൊന്നും ഇൻഡയറക്റ്റ് സ്പീച്ചിൽ പാടില്ല. ഇൻഡയറക്റ്റ് സ്പീച്ച് നമ്മൾ ഫുൾ സ്റ്റോപ്പ് മാത്രം ഇടുക. പിന്നെ ഒരു കോമ ഞാൻ പിന്നീട് പറഞ്ഞു തരാം. ഓക്കെ. അപ്പോൾ ഫുൾ സ്റ്റോപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടെ? ഇൻഡയറക്റ്റ് സ്പീച്ച്. അപ്പോൾ ഏതൊക്കെ ഒഴിവാക്കുക? അപ്പോൾ ഏതൊക്കെ സിമ്പിളുകൾ ഡയറക്റ്റ് നിന്ന് ഇൻഡയറക്റ്റിലോട്ട് മാറ്റും ഒഴിവാക്കുന്നു ചോദിച്ചാൽ, ഒന്ന് ഏതാ? കോമ. രണ്ട്, ഡബിൾ ഇൻവെർട്ടഡ് കോമ. മൂന്ന്, ക്വസ്റ്റ്യൻ മാർക്ക്. ഇൻട്രോഗേറ്റീവിലായിരിക്കും തരിക, നമ്മൾ എഴുതുമ്പോൾ ഫുൾ സ്റ്റോപ്പ് ഇട്ടാ ഇടുക. ഓക്കെ. ക്വസ്റ്റ്യൻ മാർക്ക് എന്താണ്? ഒഴിവാക്കുക. എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക അല്ലെ. നമ്മൾ അവസാനം ഏത് മാത്രം ഇടുക? ഇൻഡയറക്റ്റ് സ്പീച്ചിൽ ഫുൾ സ്റ്റോപ്പ് മാത്രമേ. ഫുൾ സ്റ്റോപ്പ് അല്ലാതെ വേറെ ഒന്ന് യൂസ് ചെയ്ത് വെക്കരുതെങ്കിൽ തെറ്റും അല്ലെ. അപ്പോൾ തന്നിരിക്കുന്നത് ഇപ്പോൾ ഓപ്ഷൻ തരുന്ന സമയത്ത് സെയിം ആൻസേഴ്സ് ആയിരിക്കും തരിക. ഒന്നിൽ ക്വസ്റ്റ്യൻ മാർക്ക് കാണും, ഒന്നിൽ ഫുൾ സ്റ്റോപ്പ് കാണും. അപ്പോൾ ഫുൾ സ്റ്റോപ്പ് വന്നതാണ് നമ്മൾ ആൻസർ ആയിട്ട് എടുക്കേണ്ടത്. കാരണം ഒരു ഡയറക്റ്റ് സ്പീച്ചിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റുമ്പോൾ നമ്മൾ ഏത് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ? ഫുൾ സ്റ്റോപ്പ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ഇത് മനസ്സിലായല്ലോ. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ഏതാ? അനു സെഡ് ദി എർത്ത് ഈസ് റൗണ്ട് അല്ലെ. അനു പറയുന്നു എന്താ? അനു പറഞ്ഞു ഭൂമി ഉരുണ്ടതാണ് അല്ലെ. അപ്പൊ ഭൂമി ഉരുണ്ടതാണെന്ന് പറയുമ്പോൾ ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് അല്ലേ. ഒരു യൂണിവേഴ്സൽ ട്രൂത്തിനെ ഡയറക്റ്റ് സ്പീച്ചിൽ നിന്നും ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റുമ്പോൾ ആ റിപ്പോർട്ട് ചെയ്ത ടെൻസിന് ഒരു മാറ്റവും വരുത്താൻ പാടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഈസ് വന്നാൽ നമ്മൾ ഏതാക്കണമെന്ന് പറഞ്ഞു. ഈസാമാർ വന്നാൽ നമ്മൾ എന്താ പഠിച്ച ചാർട്ടില്? വാസ് അല്ലെങ്കിൽ വേറെ ആക്കണമെന്ന് പഠിച്ചു. പക്ഷെ ഇവിടെ വാസ് വേറെ ആക്കാൻ പറ്റത്തില്ല. കാരണം ചോദിച്ചാൽ ഒരു യൂണിവേഴ്സൽ ട്രൂത്തിനെ ഡയറക്റ്റ് സ്പീച്ചിൽ നിന്നും ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റുമ്പോൾ ടെൻസിന് ഒരു മാറ്റവും ഇല്ല. നമ്മൾ നേരത്തെ പറഞ്ഞ ചാർട്ടില്ലേ, ആ ചാർട്ട് ഇവിടെ അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് പറ്റത്തില്ല. കാരണം ചോദിച്ചാൽ യൂണിവേഴ്സൽ ട്രൂത്തുകളെ ഡയറക്റ്റിൽ നിന്നും ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റുമ്പോൾ ടെൻസിന് ഒരു മാറ്റവും വരുത്താതെ അതുപോലെ എഴുതുക എന്നാണ് റൂള് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസ് എന്നാണ് അതുപോലെ എഴുതേണ്ടി വരും. അപ്പൊ നമ്മൾ ആൻസർ എഴുതും അനു അല്ലേ. സെഡ് നമ്മൾ സെഡ് ആയിട്ട് തന്നെ എഴുതുക, എന്നിട്ട് ദാറ്റ് എഴുതുക. കണ്ടോ? ഒരു അസർട്ടീവ് സെന്റൻസിനെ അല്ലെ ഡയറക്റ്റിൽ നിന്നും ഇൻഡയറക്റ്റിലോട്ട് മാറ്റുമ്പോൾ റിപ്പോർട്ടിംഗ് വെർബിന് ശേഷം ഇപ്പൊ സെഡിനെ പറഞ്ഞ പേരാണ് റിപ്പോർട്ടിംഗ് വെർബ്. സേസ് ഒക്കെ വരൂലേ, അതിനെയൊക്കെ പറഞ്ഞ പേരാണ് റിപ്പോർട്ടിംഗ് വെർബ്. അപ്പൊ സെഡ് 2 ആണ് വരുന്നതെങ്കിൽ
നമ്മൾ അതിനെ ടോൾഡ് ആക്കി മാറ്റണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നാണ്, സെഡ് ആണ് വരുന്നെങ്കിൽ നമ്മൾ സെഡ് തന്നെ എഴുതുക കേട്ടല്ലോ. എന്നവിടെ സെഡ് ടു മീ എന്നാണ് വരുന്നെങ്കിലോ അരുൺ ടോൾഡ് മീ ദാറ്റ് എന്ന് എഴുതുക. ഓക്കെ, അപ്പൊ സെഡ് വന്നാൽ ഏത് തന്നെയാണ്? സെഡ് തന്നെയാണ്. അപ്പൊ സെഡ് വന്നാൽ ഒരു മാറ്റവും വരുത്തുക. ഡയറക്റ്റ് സ്പീച്ചിൽ സെഡ് വന്നാൽ ഇൻഡയറക്റ്റ് വന്ന റിപ്പോർട്ടിംഗ് വെർബ് ഏത് തന്നെ? സെഡ് തന്നെ. എന്നാൽ സെഡ് ടു വന്നാൽ എന്താക്കുക? ടോൾഡ്. പിന്നെ ടോൾഡ് കഴിഞ്ഞിട്ട് ടു ചേർത്ത് വെക്കരുത്, എങ്കിൽ തെറ്റും. കാരണം ഓപ്ഷൻ്റെ അകത്ത് സെഡ് ടു എന്നുള്ളത് ഓപ്ഷൻ്റെ അകത്ത് വരുമ്പോൾ ടോൾഡും കാണും, ടോൾഡ് ടുവും കാണും. ആൻസേഴ്സ് എല്ലാം സെയിം ആയിരിക്കും, ബാക്കിയുള്ള റിപ്പോർട്ട് ചെയ്ത കാര്യം ഇൻഡയറക്റ്റ് എല്ലാം സെയിം ആയിരിക്കും. പക്ഷെ റിപ്പോർട്ടിംഗ് വെർബിൽ ഒന്ന് ചെറിയ മാറ്റം നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മൾ ചാടിക്കയറി ഏതെങ്കിലും ആൻസർ എഴുതിയാൽ തെറ്റിപ്പോവും. പ്രത്യേകം ശ്രദ്ധിക്കുക, സെഡിന്റെ കൂടെ സെഡ് എന്ന് പറഞ്ഞ സെഡ് എന്ന് പറഞ്ഞ വേർബിനോടൊപ്പം ടു ചേർക്കുമ്പോൾ കിട്ടുന്നതാണ് ടോൾഡ്. പിന്നെ നമുക്ക് ടു ചേർത്ത് വെക്കരുത്. ഇപ്പൊ ടോൾഡ് നമ്മുടെ അടുത്തൊന്ന് പിരിക്കെ സ്പ്ലിറ്റ് ചെയ്യാൻ പറഞ്ഞാലോ നമുക്ക് സെഡ് പ്ലസ് ടു എന്ന് പറയാം അല്ലെ. ടോൾഡ് പിരിക്കും ഡെഡ് പ്ലസ് ടെൽ ആണ്, അങ്ങനെയല്ല. സെഡ് പ്ലസ് ടു ആണ് എന്തോന്ന്? ടോൾഡ് എന്ന് പറയുന്നത്. എന്നാൽ സെഡ് വന്നാൽ ഒരിക്കലും ടോൾഡ് ആക്കരുത്, സെഡ് തന്നെ എഴുതുക. ടോൾഡ് വന്നാൽ പിന്നെ ആരോട് പറഞ്ഞു അല്ലെ, ആരോട് പറഞ്ഞു എന്നത് കൂടെ ഉണ്ടായിരിക്കും. എന്നാൽ സെഡ് വരുമ്പോൾ അത് കാണത്തില്ല. ഓക്കെ, അപ്പോൾ സെഡ് വന്നാൽ ഏത് തന്നെ? സെഡ് തന്നെയാണ്. സെഡ് വന്നാൽ സെഡ് തന്നെ. സെഡ് ടു വന്നാൽ അതെന്താക്കി മാറ്റുക? ടോൾഡാക്കി മാറ്റുക. ഇവിടെ സെഡ് വന്നതുകൊണ്ട് നമ്മൾ സെഡ് തന്നെ എഴുതി. അത് കഴിഞ്ഞ റിപ്പോർട്ടിംഗ് വെർബിന് ശേഷം എന്തെഴുതുക? ദാറ്റ്. ഈ ദാറ്റ് എന്ന് പറയുന്നത് ദിസിന്റെ ദാറ്റ് അല്ല, ഇത് ദിസിന്റെ ദാറ്റ് അല്ല. ദിസിന്റെ ദാറ്റ് നമുക്ക് മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം. ഇത് റിപ്പോർട്ടിംഗ് വെർബ് കഴിഞ്ഞ് വരുന്ന ദാറ്റ്. അപ്പൊ അനു സെഡ് ദാറ്റ്. അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ടെൻസിന് ഒരു മാറ്റവും വരുത്താൻ പാടില്ല എങ്കിൽ ആ തന്നിരിക്കുന്ന യൂണിവേഴ്സൽ ട്രൂത്ത് നമ്മൾ അതുപോലെ അങ്ങ് എഴുതുക. അനു സെഡ് ദാറ്റ് എന്തുവാ? ദി എർത്ത് ഈസ് റൗണ്ട്. അപ്പോ അനു സെഡ് ദി എർത്ത് ഈസ് റൗണ്ട്. ചേഞ്ച് ഇൻ ടു ഇൻഡയറക്റ്റ്. ആൻസർ ഏതാ? അനു സെഡ് ദാറ്റ് ദി എർത്ത് ഈസ് റൗണ്ട്. ഒരു മാറ്റവും വരുത്താനായിട്ട് പറ്റില്ല. നമ്മളവിടെ ഈസ് മാറ്റി വാസ് എഴുതിയാലോ. എർത്ത് വാസ് റൗണ്ട്. എന്താ മീനിങ്? ഭൂമി ഉരുണ്ടതായിരുന്നു. അപ്പൊ ഇപ്പോ പരന്നിരിക്കുന്നു എന്ന മീനിങ്ങിലോട്ട് പോകും അല്ലെ. നേരത്തെ ഉരുണ്ടിരുന്നു, ഇപ്പൊ ഉരുണ്ടല്ല ഇരിക്കണേ എന്ന മീനിങ്ങിലോട്ട് പോകും. ഭൂമി എപ്പോഴും ഉരുണ്ടല്ല ഇരിക്കണേ. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സൽ ട്രൂത്തുകൾക്ക് ഒരു മാറ്റവും വരുത്താൻ പാടില്ല. അവർ ചോദിക്കും, യൂണിവേഴ്സൽ ട്രൂത്തിന് മാത്രമാണോ ഇങ്ങനെ ഒരു റൂള് കൊടുത്തിട്ടുള്ളത് എന്നൊരു ചോദ്യം വരുമല്ലോ അല്ലെ. യൂണിവേഴ്സൽ ട്രൂത്തിന് മാത്രമല്ല. അപ്പോൾ ഏതിനൊക്കെയാണ് ഡയറക്റ്റ് സ്പീച്ചിൽ നിന്നും ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റുമ്പോൾ ടെൻസിന് മാറ്റം വരുത്താൻ പാടില്ലാത്ത ഏതൊക്കെ? അതിൽ ഒന്നാമത്തത് ഹിസ്റ്റോറിക്കൽ ഇവന്റ്. കണ്ടോ അല്ലെ? മാറ്റം വരുത്താൻ പാടില്ലാത്ത തന്നെ ഡയറക്റ്റിൽ നിന്നും നമ്മളെ ഇൻഡയറക്റ്റിലോട്ട് മാറ്റുമ്പോൾ ടെൻസിന് മാറ്റം വരുത്താത്ത കാര്യങ്ങൾ ഏതൊക്കെ? അല്ല, ഒന്ന് ഹിസ്റ്റോറിക്കൽ ഈവൻസ്, ചരിത്ര സംഭവങ്ങളെ ഡയറക്റ്റിൽ നിന്നും ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റുമ്പോൾ ടെൻസിന് ഒരു മാറ്റവും വരുത്താൻ പാടില്ല. അപ്പൊ ഏതാണ്? ചരിത്ര സംഭവങ്ങളെ, ഹിസ്റ്റോറിക്കൽ ഈവൻസ്. രണ്ടാമത്തത് യൂണിവേഴ്സൽ ട്രൂത്ത്സ്. ഉണ്ടോ? പ്രപഞ്ച സത്യം അല്ലെ. പ്രപഞ്ച സത്യങ്ങളെ നമ്മൾ ഡയറക്റ്റ് സ്പീച്ചിൽ നിന്നും ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റുമ്പോൾ ടെൻസിന് ഒരു മാറ്റവും വരുത്താൻ പാടില്ല. ഒന്ന് നമ്മൾ നേരത്തെ പഠിച്ചു, ഏതാ? ഹിസ്റ്റോറിക്കൽ ഈവന്റ്. രണ്ട് യൂണിവേഴ്സൽ ട്രൂത്തിന്റെ എക്സാമ്പിൾ നേരത്തെ പഠിച്ചില്ല, ദി എർത്ത് ഈസ് റൗണ്ടിന് ഒരു മാറ്റവും വരുത്താൻ പാടില്ല. മൂന്ന് സയന്റിഫിക് ഫാക്ട്സ്. ഉണ്ടോ? അപ്പൊ സയന്റിഫിക് ഫാക്ട്സിനെ ഡയറക്റ്റിൽ നിന്നും ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റുമ്പോൾ ടെൻസിന് ഒരു മാറ്റവും വരുത്താൻ പാടുള്ളതല്ല. ഏതാണ്? സയന്റിഫിക് ഫാക്ട്സ്. സയന്റിഫിക് ഫാക്ട്സിനെ ഡയറക്റ്റിൽ നിന്നും ഇൻഡയറക്റ്റിലോട്ട് മാറ്റുമ്പോൾ ടെൻസിന് ഒരു മാറ്റവും വരുന്നത്. അപ്പൊ മൂന്നെണ്ണം ഏതൊക്കെയാണ്? ഹിസ്റ്റോറിക്കൽ ഇവന്റ്സ്, അതുപോലെ യൂണിവേഴ്സൽ ട്രൂത്ത്, ദെൻ സയന്റിഫിക് ഫാക്ട്സിനെ ഡയറക്റ്റിൽ നിന്നും ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റുമ്പോൾ ടെൻസിന് മാറ്റം വരുത്താൻ പാടില്ല. അതുപോലെ പ്രോവർബ്സ് ഉണ്ടല്ലോ, പ്രോവർബുകളെ അല്ലെ, അതായത് പഴഞ്ചൊല്ലുകളെ ഡയറക്റ്റിൽ നിന്നും ഇൻഡയറക്റ്റ് സ്പീച്ച്, പഴഞ്ചൊല്ലുകളുണ്ട്, അതിനെ ഡയറക്റ്റിൽ നിന്നും ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റുമ്പോൾ ടെൻസിന് ഒരു ടെൻസ് എന്ന് പറയുമ്പോൾ ആ പഴഞ്ചൊല്ല് എങ്ങനെ തന്നിരിക്കുന്നു അതുപോലെ എടുത്തെഴുതുക. ഒരു മാറ്റവും വരുത്തേണ്ട ആവശ്യം അതിൻ്റെ അകത്തില്ല. അതുപോലെ ജനറൽ ട്രൂത്ത്, കോമൺ ഫാക്റ്റുകൾ, അല്ലെങ്കിൽ വേറൊരു പേര് പറയും ജനറൽ ട്രൂത്ത്സ്.
ഉണ്ടോ? അപ്പോൾ പൊതുവായ സത്യങ്ങൾ അല്ലെ, ജനറൽ ട്രൂത്ത്സ് അല്ലെ, പൊതുവായ സത്യങ്ങളെ കോമൺ ആയിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളെ, ഇപ്പൊ സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ്, അത് കോമൺ ഫാക്റ്റ് ആണല്ലോ, ഒരു ജനറൽ ട്രൂത്ത് ആണല്ലോ. അത്തരം കാര്യങ്ങളെ നമ്മൾ ഡയറക്റ്റിൽ നിന്നും ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റുമ്പോൾ ടെൻസിന് ഒരു മാറ്റവും വരുത്താൻ പാടില്ല. അപ്പോൾ ഏതൊക്കെ ഡയറക്റ്റ് സ്പീച്ചിൽ റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് അവയെ മാറ്റുമ്പോൾ ടെൻസിന് അല്ലെങ്കിൽ മാറ്റം വരുത്താൻ പാടില്ലാത്തത് എന്ന് ചോദിച്ചാൽ, ഒന്ന് ഹിസ്റ്റോറിക്കൽ ഇവന്റ്സ്, 2 യൂണിവേഴ്സൽ ട്രൂത്ത്സ്, 3 സയന്റിഫിക് ഫാക്ട്സ്, 4 പ്രോവർബ്സ്, 5 കോമൺ ഫാക്ട്സ് അല്ലെങ്കിൽ ജനറൽ ട്രൂത്തുകളെ ഡയറക്റ്റിൽ നിന്നും ഇൻഡയറക്റ്റിലോട്ട് മാറ്റുമ്പോൾ ടെൻസിന് നമ്മൾ ഒരു മാറ്റവും വരുത്താൻ പാടുള്ളതല്ല. പ്രത്യേകം ശ്രദ്ധിക്കുക, മറന്നു പോകരുത്. അപ്പൊ നമുക്കിതിനൊരു കോഡ് വെച്ച് പിടിക്കാം. എങ്ങനെയാണ്? ഹസ്പീസി, നമ്മൾ ടെൻസിൽ പഠിച്ചതാണ്, ഹസ്പീസി എന്ന് പഠിച്ചു വയ്ക്കുക അല്ലെ. ഹസ്പീസ് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഓരോന്നായിട്ട് പറഞ്ഞേ. എച്ച് എന്താണ്? ഹിസ്റ്റോറിക്കൽ ഇവന്റ്സ്, യു യൂണിവേഴ്സൽ ട്രൂത്ത്, എസ് സയന്റിഫിക് ഫാക്ട്സ്, പി പ്രോവർബ്സ്, സി എന്താ? കോമൺ ഫാക്ട്സ്. അതിനോടൊപ്പം ഒന്നുകൂടി പഠിക്കാം, എച്ച് സ്ക്വയർ അല്ലെ. എച്ച് സ്ക്വയർ എന്ന് പറയുമ്പോൾ ഒരു എച്ച് കൂടെ വരെയാണ്, നമുക്കിവിടെ എഴുതാം, അതാണ് ഹാബിച്വൽ ആക്ഷൻസ്. അതാണ് ഹാബിച്വൽ ആക്ഷൻസ്. നമ്മുടെ ശീലങ്ങളൊക്കെ അല്ലെ, ശീലങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഞാൻ എല്ലാ ദിവസവും സ്കൂളിലേക്ക് പോകുന്നു എന്നുള്ളത് ടെൻസിന് മാറ്റം വരുത്താതെ അതുപോലെ തന്നെ എഴുതേണ്ടി വരും. അതുപോലെ ഒരു ടെൻസിന് മാറ്റം വരുത്താൻ പാടില്ല, വെർബിന് ചെറിയ വ്യതിയാനം സംഭവിക്കും, പക്ഷെ ടെൻസ് മാറാൻ പാടില്ല. അപ്പൊ ടെൻസിന് മാറ്റം വരുത്താതെ ഏതൊക്കെ ഡയറക്റ്റ് സ്പീച്ചിലെ ഏതൊക്കെ കാര്യങ്ങളെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റുന്നത് എന്ന് പറയുമ്പോൾ അത് എച്ച് സ്ക്വയർ. ഒന്ന് ഹിസ്റ്റോറിക്കൽ ഇവന്റ്സ്, 2 ഹാബിച്വൽ ആക്ഷൻ. അപ്പൊ എച്ച് സ്ക്വയർ ആയ ഏതൊക്കെ? ഹിസ്റ്റോറിക്കൽ ഇവന്റ്സ്, ഹാബിച്വൽ ആക്ഷൻ. അപ്പൊ നമുക്കിവിടെ ഇതിന്റെ കൂടെ അങ്ങ് എഴുതാം അല്ലെ. അപ്പൊ ആ ഒരു ഓർഡർ കിട്ടും, ഹാബിച്വൽ ആക്ഷൻസ് 2. അപ്പൊ 3 ഏതാണ്? യൂണിവേഴ്സൽ ട്രൂത്ത് കൊടുക്കുക അല്ലെ. 4 എസ് 1 ഹിസ്റ്റോറിക്കൽ ഈവന്റ്സ്, 2 ഹാബിച്വൽ ആക്ഷൻസ് അല്ലെ. 3 ഏതാ? യൂണിവേഴ്സൽ ട്രൂത്ത്, 4 സയന്റിഫിക് ഫാക്ട്, 5 ഏതാ? പ്രോവർബ്സ്, 6 ഏതാ? കോമൺ ഫാക്ട്സ്. കോമൺ ഫാക്ട്സ് അല്ലെങ്കിൽ വേറൊരു പേര് ജനറൽ ട്രൂത്ത്. അപ്പോൾ ഇവയെ ഡയറക്റ്റിൽ നിന്ന് ഇൻഡയറക്റ്റിലോട്ട് മാറ്റുമ്പോൾ ടെൻസിന് ഒരു മാറ്റവും വരുത്താൻ പാടില്ല. ഓരോന്നിൻ്റെ ഓരോ എക്സാമ്പിൾസ് നമുക്ക് നോക്കുമ്പോൾ ആ സംശയം തീരും. ഓക്കെ, ശ്രദ്ധിച്ച് പഠിക്കുക. ഇതൊക്കെ റിപ്പോർട്ട് സ്പീച്ച് എന്നൊക്കെ പറയുമ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ശ്രദ്ധിച്ചിരുന്നാൽ സിമ്പിളായിട്ട് നമുക്കത് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. ഹീ said to me, അവൻ എന്നോട് പറഞ്ഞു. എന്താ പറഞ്ഞേ? ഷാജഹാൻ built താജ്മഹൽ എന്നോ. ഹീ സെഡ് ടു മീ, അവൻ എന്നോട് പറഞ്ഞു. എന്താ പറഞ്ഞേ? ഷാജഹാൻ ബിൽറ്റ് ഷാജഹാൻ താജ്മഹൽ ഉണ്ടാക്കി. ആർക്ക് വേണ്ടി ഉണ്ടാക്കി അല്ലേ? തൻ്റെ പ്രാണപ്രേയസിയായ എന്താണ് മുംതാസ് മഹലിന് വേണ്ടി അല്ലേ ഷാജഹാൻ ഉണ്ടാക്കിയ കണ്ണുനീര് കൊണ്ട് അല്ലെ വെണ്ണക്കല്ലിൽ തീർത്ത സൗധമാണ് ഏത്? വിസ്മയമാണ്, ലോകത്തിന്റെ വിസ്മയമാണ് ഏത്? താജ്മഹൽ. ലോകമഹാത്ഭുതങ്ങളിൽ ഇന്ത്യക്ക് അഭിമാനിക്കാം. ഏതിനെ കുറിച്ച്? താജ്മഹലിനെ സംബന്ധിച്ച് അല്ലെ. അപ്പൊ ഈ താജ്മഹൽ ആരാ ഉണ്ടാക്കിയ? ഷാജഹാൻ അല്ലെ. എന്താണ് ഉസ്താദ് ഈസ എന്ന എന്താണ് ശില്പിയിലൂടെ ആയിരക്കണക്കിന് അല്ലെ എന്താണ് 10,000 തൊഴിലാളികൾ കുറെ വർഷങ്ങളെടുത്ത് 10-20ഓളം വർഷങ്ങളെടുത്ത് പൂർത്തിയാക്കിയതാണ് താജ്മഹൽ. ഇതൊരു ഇന്ത്യയുടെ ചരിത്രമാണിത് അല്ലെ. ചരിത്രത്തിന്റെ ഏടുകളിലൂടെ സഞ്ചരിക്കുക വിസ്മയമാണ് ഈ താജ്മഹൽ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊരു ഹിസ്റ്റോറിക്കൽ ഈവന്റ് അല്ലേ? ആണ്. അപ്പൊ നമ്മൾ എന്താ നേരത്തെ പഠിച്ചേ? ഹിസ്റ്റോറിക്കൽ ഈവന്റ്സിനെ ഡയറക്റ്റിൽ നിന്നും ഇൻഡയറക്റ്റിലോട്ട് മാറ്റുമ്പോൾ ടെൻസിന് മാറ്റം വരുത്താൻ പാടുള്ളതല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഷാജഹാൻ ബിൽറ്റ് താജ്മഹലിലെ ബിൽറ്റ് എന്ന് പറയുമ്പോൾ വെർബിന്റെ എത്രാമത്തെ രൂപ? 2ാമത്തെ രൂപ അല്ലെ. ബിൽഡിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ബിൽറ്റ്. ബിൽഡ്, ബിൽറ്റ്, ബിൽറ്റ്. അപ്പൊ ബിൽഡ് V1, ബിൽറ്റ് V2, ബിൽറ്റ് V3. അപ്പൊ നമ്മുടെ ഇവിടെ വന്നിരിക്കുന്ന ബിൽറ്റ് ഇതാണ് അല്ല. ഹിസ്റ്റോറിക്കൽ ഈവന്റ്സ് എല്ലാം ഏത് ടെൻസ് ആയിരിക്കും എന്ന് ചോദിച്ചാൽ ധൈര്യമായി പറയുക. ഹിസ്റ്റോറിക്കൽ ഈവന്റ്സ് എല്ലാം ഏതായിരിക്കും? പറയൂ, ഏതാ? സിമ്പിൾ പാസ്റ്റ് ആയിരിക്കും. അപ്പൊ ഇത് സിമ്പിൾ പാസ്റ്റിനകത്ത് തന്നിരിക്കുന്ന ടെൻസിന് അപ്പൊ ബിൽറ്റ് എന്ന വെർബിന് ഒരു മാറ്റവും വരുത്താൻ പാടില്ല. അപ്പൊ നമ്മൾ ആൻസർ എഴുതും ഹി സെഡ് ടു മീ. ഹി എഴുതി. സെഡ് ടു നമ്മൾ എങ്ങനെ നേരത്തെ പറഞ്ഞു? സെഡ് വന്നാൽ സെഡ് തന്നെ എഴുതുക. സെഡ് ടു വന്നാൽ നമ്മൾ എന്താക്കി മാറ്റണം? ടോൾഡ്. അപ്പൊ ഹി ടോൾഡ്. ടോൾഡ് ടു എഴുതിയാൽ തെറ്റും. ഹി ടോൾഡ് മീ.
അപ്പൊ സെഡ് ടു എങ്ങനെ മാറും? ടോൾഡ് ആകോ, ടോൾഡ് ടു ആകോ എന്ന് ചോദിച്ചാൽ ടോൾഡ് ആയിട്ട് മാറാവൂ. ഹി ടോൾഡ് മീ ദാറ്റ്. എപ്പോഴും അസറ്റീവിൽ ഒരു അസറ്റീവ് സെന്റൻസിനെയാണ് ഡയറക്റ്റിൽ നിന്നും ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റുന്നതെങ്കിൽ മസ്റ്റായും ദാറ്റ് ചേർത്തിരിക്കണം അല്ലെ. അപ്പൊ ഇത് ദിസിന്റെ ദാറ്റ് അല്ല, റിപ്പോർട്ടിംഗ് വെർബ് കഴിഞ്ഞ് വരുന്ന ദാറ്റ്. അപ്പൊ ഹി ടോൾഡ് മീ ദാറ്റ് എന്നിട്ടോ ഇനി നമ്മള് റിപ്പോർട്ടിംഗ് വെർബ് വരെയുള്ള ഭാഗം കഴിഞ്ഞു. ഇനി എന്താ റിപ്പോർട്ട് ചെയ്തേ? ഷാജഹാൻ ബിൽറ്റ് താജ്മഹൽ. അത് അതുപോലെ എഴുതണം, ഒരു ടെൻഷന് ഒരു മാറ്റം വരുത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ ഷാജഹാൻ, ഷാഹ് ജഹാൻ എന്നാണ് എഴുതേണ്ടത്. വായിക്കുമ്പോൾ ഷാജഹാൻ ആണ്. ഷാജഹാൻ ബിൽറ്റ് താജ്മഹൽ. മനസ്സിലുണ്ടല്ലേ? അപ്പൊ ഹി ടോൾഡ് മീ ദാറ്റ് ഷാജഹാൻ ബിൽറ്റ് താജ്മഹൽ. അതിന് ഒരു മാറ്റവും വരുത്താനായിട്ട് പാടുള്ളതല്ല. വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ചെയ്തില്ലേ ഹി അപ്പോൾ എക്സാമിന് പോകുമ്പോഴേ ഹി ടോൾഡ് ടു മീ ദാറ്റ് കാണും, ഷാജഹാൻ ഈസ് ബിൽഡിങ് അല്ലെങ്കിൽ ഷാജഹാൻ എന്താണ് ബിൽഡ് എന്നൊക്കെ തരും. അതൊക്കെ തെറ്റാണ്. കറക്റ്റ് ആൻസർ ഏതാ? ഈ തന്നിരിക്കുന്നതിനെ അതുപോലെ റിപ്പോർട്ട് ചെയ്ത കാര്യത്തെ അതുപോലെ അങ്ങ് എഴുതിയാൽ മതി, ഒരു മാറ്റവും ഇല്ല. എന്താ കാരണം ചോദിച്ചാൽ എന്താ നമ്മൾ കാരണം പറയുക? ഇതൊരു ഹിസ്റ്റോറിക്കൽ ഇവന്റ് ആണ്, ടെൻസിന് ഒരു മാറ്റവും വരുത്താൻ പാടുള്ളതല്ല. ഓക്കെ, അപ്പൊ അതായി. അതുപോലെ നമുക്ക് വേറൊരു എക്സാമ്പിൾ പഠിക്കാം. യൂണിവേഴ്സൽ ട്രൂത്ത് നമ്മൾ നേരത്തെ പഠിച്ചില്ലേ? ദി എർത്ത് ഈസ് റൗണ്ട്. അതിൽ ഒരു എക്സാമ്പിളോട് വെക്കാം. ഷീ സെഡ് the sun gives us light. സൂര്യൻ നമുക്ക് പ്രകാശം തരുന്നു. അപ്പൊ നമ്മൾ എഴുതും ഇതൊരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്, നമുക്കറിയാം. നമ്മൾ എന്താണ് സെലസ്റ്റിയൽ ബോഡീസുമായി ബന്ധപ്പെടുത്തിയേക്കല്ലേ വരുന്നേ. അപ്പൊ നമുക്ക് എഴുതാം ഷീ സെഡ് അല്ലെ. ഷീ സെഡിനെ സെഡ് എന്ന് തന്നെ എഴുതുക, ഒരിക്കലും ടോൾഡ് ആക്കരുത്. ഷീ സെഡ് ദാറ്റ്. അപ്പൊ ഇവിടെ സെഡ് ടോൾഡ് ആയി മാറണമെങ്കിൽ സെഡ് ടു ഉണ്ടായും. പ്രത്യേകം ശ്രദ്ധിക്കുക, പലപ്പോഴും തെറ്റിച്ച് വെക്കാറുണ്ട് എല്ലാവരും. സെഡ് ടു വന്നാൽ മാത്രമേ ടോൾഡ് ആക്കാവൂ, സെഡ് വന്നാൽ സെഡ് തന്നെ എഴുതുക. അപ്പൊ ഷീ സെഡ് ദാറ്റ്. എന്നിട്ട് എന്താ പറഞ്ഞേ? ദ സൺ ഗീവ്സ് us ലൈറ്റ് അല്ലെ. അതൊരു യൂണിവേഴ്സൽ ട്രൂത്ത് അല്ലേ. അപ്പൊ നമ്മൾ അതിനെ അതുപോലെ അങ്ങ് എഴുതുക. ദ സൺ gives us light. Answer that she said that the sun gives us light. Answer one is she said that the sun gives us. So വളരെ സിമ്പിൾ ആണ്. അപ്പോൾ ഓപ്ഷൻ എടുക്കുമ്പോൾ the sun gave us light, the sun is giving us light, the sun has given us light, the sun gives us light. നമ്മൾ ഏത് ആൻസർ എടുക്കുക? the sun gives us light എടുക്കുക. ചിലപ്പോൾ എക്സാമിന് പോകുമ്പോൾ she told that the sun gives us light കാണും, she said that the sun gives us light എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതാ said that വരുന്ന ഓപ്ഷൻ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഒരിക്കലും നമ്മൾ ടോൾഡിലോട്ട് പോകണമെങ്കിൽ സെഡ് ടു എന്നുണ്ടായിരിക്കണം. പ്രത്യേകം ശ്രദ്ധിച്ചോളണം, മാറിപ്പോരുത്. ഓക്കെ, ഇനി നമുക്കൊരു സയന്റിഫിക് ഫാക്ടിലോട്ട് വരാം. അനിൽ അല്ലെ. അനിൽ സെഡ് ടു സുനിത. അനിൽ സുനിതയോട് പറഞ്ഞു വാട്ടർ ഫ്രീസസ് അറ്റ് 0 ഡിഗ്രി സെന്റിഗ്രേഡ്. കണ്ടോ? അനിൽ സുനിതയോട് പറഞ്ഞു വെള്ളം വാട്ടർ ഫ്രീസസ് അറ്റ് 0 ഡിഗ്രി സെന്റിഗ്രേഡ് അല്ലെ. വെള്ളം എന്താണ്? ഐസ് ആകാൻ, വെള്ളം ചൂടാകാൻ 100 ഡിഗ്രി വേണം എന്നറിയാം. സയന്റിഫിക് ഫാക്ട് ആണ്, നമുക്ക് മാറ്റാൻ പറ്റത്തുണ്ടോ? ഇല്ല. വെള്ളം ഐസ് ആകാൻ എത്ര ഡിഗ്രി വേണം? 0 ഡിഗ്രി സെന്റിഗ്രേഡ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അനിൽ സെറ്റ് ടു സുനിത വാട്ടർ ഫ്രീസസ് അറ്റ് 0 ഡിഗ്രി സെന്റിഗ്രേഡ് അല്ലെ. അപ്പൊ നമുക്ക് ഇതൊരു സയന്റിഫിക് ഫാക്ട് ആണെന്ന് മനസ്സിലായി. സയന്റിഫിക് ഫാക്ട്. ഓക്കെ, അപ്പോൾ ഒരു സയന്റിഫിക് ഫാക്ടിനെയാണ് നമ്മൾ ഡയറക്റ്റ് സ്പീച്ചിൽ നിന്നും ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റുന്നതെങ്കിൽ ടെൻസിൽ നമ്മൾ ഒരു മാറ്റവും വരുത്താൻ പാടില്ല എന്ന് പഠിച്ചു. ഇപ്പോൾ വാട്ടർ ഫ്രീസസ് തന്നെ, വാട്ടർ ഫ്രീസസ് തന്നെ. അപ്പോൾ ഫ്രീസിങ് ഫ്രോസൺ എഴുതി വെക്കരുത്, തെറ്റും. അതുകൊണ്ടാണ് നമ്മൾ അതുപോലെ അങ്ങ് എഴുതുക. അപ്പോൾ ഒരു സെഡ് ടുവിന്റെ മാറ്റം അറിയാലോ. സെഡ് നമ്മൾ എങ്ങനെയാ മാറ്റുക? ടോൾഡ് അല്ലെ. സെഡ് എന്തായിട്ട് മാറണം? ടോൾഡ് ആണ്. ടോൾഡ് ടു ആണ് ചോദിച്ചാൽ ടോൾഡ്. അപ്പോൾ അനിൽ ടോൾഡ് സുനിത. അനിൽ സുനിതയോട് പറഞ്ഞു. അനിൽ ടോൾഡ് സുനിത ദാറ്റ് എഴുതുക. എന്നിട്ട് എഴുതുക വാട്ടർ അല്ലേ. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കേസ് ഉണ്ട്.
ഡബിൾ ഇൻവെർട്ടഡ് കോമയ്ക്ക് ശേഷം വരുന്ന ആദ്യത്തെ അക്ഷരം. ശ്രദ്ധിക്കുക, ഒരു പ്രധാന റൂളാണ് പറയുന്നത്. ഡബിൾ ഇൻവെർട്ടഡ് കോമയ്ക്ക് ശേഷം വരുന്ന കോമ കഴിഞ്ഞ് ഡബിൾ ഇൻവെർട്ടഡ് കോമ കഴിഞ്ഞ് വരുന്ന ഫസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് എപ്പോഴും ക്യാപ് ലെറ്റർ ആയിരിക്കണം. ഏത് വേണമെങ്കിലും ആയിക്കോട്ടെ, ഏത് സെൻറ്റൻസ് വേണമെങ്കിലും ആയിക്കോട്ടെ, അത് അസറ്റീവ് അല്ല, ഇൻട്രോഗേറ്റീവ് അല്ല, ഇംപറേറ്റീവ് അല്ല, എക്സ്ക്ലമേറ്ററി ആയാലും ഡബിൾ ഇൻവെർട്ടഡ് കോമയ്ക്ക് ശേഷം വരുന്ന ഫസ്റ്റ് അക്ഷരം, ഫസ്റ്റ് വേർഡല്ല പറയുന്നത്, ഫസ്റ്റ് എന്താണ് ആൽഫബറ്റ്, ഫസ്റ്റ് അക്ഷരം എന്ന് പറയുന്നത് എപ്പോഴും അതാ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും. അപ്പോൾ ഡബ്ല്യു ഇവിടെ ഞാൻ സ്മോൾ എഴുതി വെച്ചതാണ്, മാറ്റിയത് ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പൊ അനിൽ ടോൾഡ് സുനിത ദാറ്റ്, ബാക്കിയുള്ള അതുപോലെ ഇതൊരു സയന്റിഫിക് ഫാക്ട്, ഒരു മാറ്റവും വരുത്താൻ പാടില്ല. വാട്ടർ ഫ്രീസർ സെറ്റ് 0 degree centigrade. അപ്പൊ ആൻസർ അനിൽ ടോൾഡ് സുനിത ദാറ്റ് വാട്ടർ ഫ്രീസർ സെറ്റ് 0 degree centigrade യൂസ് ചെയ്യുക. അപ്പൊ ഇവിടെയും ടെൻസ് നമ്മൾ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. അതുപോലെ വേറൊരു ചോദ്യം നോക്കിയേ. മൈ ഫ്രണ്ട് സെഡ് ടു മീ, എൻ്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞു. എന്തോന്ന് പറഞ്ഞു? ഒരു പ്രോവർബ് അല്ലേ, ടൈം ആൻഡ് ടൈഡ് ഉണ്ടോ? ഫസ്റ്റ് വേർഡ് കണ്ടോ, ക്യാപ് ലെറ്റർ ആണ്. ടൈം ആൻഡ് ടൈഡ് വെയിറ്റ്സ് ഫോർ നോ മാൻ. ഇതൊരു പഴഞ്ചൊല്ല്, ഫേമസ് ആയിട്ടുള്ള ഒരു പഴഞ്ചൊല്ലാണിത്. ടൈം ആൻഡ് ടൈഡ് വെയിറ്റ്സ് ഫോർ നോ മാൻ. സമയവും തിരമാലയും ആർക്ക് വേണ്ടിയും കാത്തു നിൽക്കാറില്ല അല്ലേ? ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, പഠിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തുവാ, അത് ഒരിക്കലും നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യരുത്. കാരണം സമയം ആർക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ഒന്നല്ല, വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഒന്നാണ് ഇപ്പോൾ ടൈം നമ്മളെ സംബന്ധിച്ചിടത്തോളം, പഠിക്കുന്ന വിദ്യാർത്ഥികളായി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ ടൈം ആൻഡ് ടൈഡ് വെയിറ്റ്സ് ഫോർ നോ മാൻ എന്നുള്ള പ്രോവർബ് നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഒന്ന് തന്നെയാണ് അല്ലേ? അപ്പൊ ടൈം ആൻഡ് ടൈഡ് വെയിറ്റ്സ് ഫോർ നോ മാൻ എന്ന് പറയുമ്പോൾ അതിന്റെ മലയാളം ചോദിച്ചാൽ സമയവും തിരമാലയും ആർക്ക് വേണ്ടിയും കാത്തു നിൽക്കാറില്ല എന്നുള്ളത് ഒരു പഴഞ്ചൊല്ലാണ്. അപ്പൊ പഴഞ്ചൊല്ലുകൾക്ക് നമുക്ക് ഒരു മാറ്റവും വരുത്താൻ പാടില്ല. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? മൈ ഫ്രണ്ട് സെഡ് ടു മീ അല്ല, നമ്മൾ എഴുതും മൈ ഫ്രണ്ട് സെഡ് ടു, എങ്ങനെ മാറും? ടോൾഡ്. മൈ ഫ്രണ്ട് ടോൾഡ് മീ ദാറ്റ്, ടോൾഡ് ടു എഴുതല്ലേ, ടോൾഡ് മീ ദാറ്റ്. ബാക്കി അതുപോലെ എഴുതുക. ടൈം ആൻഡ് ടൈഡ് വെയിറ്റ്സ് ഫോർ നോ മാൻ. ഒരു മാറ്റവും നമ്മൾ എടുത്തിട്ടില്ല, അതുപോലെ നമ്മൾ എഴുതും അല്ലേ? ടൈം ആൻഡ് ടൈഡ് വെയിറ്റ്സ് ഫോർ നോ മാൻ, അതുപോലെ നമ്മൾ എഴുതും. അപ്പൊ മൈ ഫ്രണ്ട് സെഡ് ടു മീ ടൈം ആൻഡ് ടൈഡ് വെയിറ്റ്സ് ഫോർ നോ മാൻ. ആൻസർ മൈ ഫ്രണ്ട് ടോൾഡ് മീ ദാറ്റ് ടൈം ആൻഡ് ടൈഡ് വെയിറ്റ്സ് ഫോർ നോ മാൻ. ഒരു മാറ്റവും വരുത്താനായിട്ട് പാടില്ല. അപ്പൊ നമ്മൾ സയന്റിഫിക് ഫാക്ട് വന്നു അല്ലെ, അതിന് നമ്മൾ ഒരു മാറ്റവും വരുത്തിയില്ല. ഹിസ്റ്റോറിക്കൽ ഇവന്റ് വന്നു, ഒരു മാറ്റവും വരുത്തിയില്ല. യൂണിവേഴ്സൽ ട്രൂത്ത് വന്നു, ഒരു മാറ്റവും നമ്മൾ വരുത്തിയിട്ടില്ല. അതുപോലെ പ്രോവർബ് വന്നു, ഒരു മാറ്റവും നമ്മൾ അവിടെ വരുത്തിയിട്ടില്ല. അതുപോലെ അടുത്തൊന്ന് നോക്കി. മനു സെഡ് ടു സുനിത, മനു സുനിതയോട് പറഞ്ഞു. എന്തുവാ പറഞ്ഞേ? സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. മനു സുനിതയോട് പറയാണ് സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. അതിന്റെ സഹോദരനോട് പറയണം ഇനി പുകവലി നിർത്താൻ പറയണം അല്ലെ. അപ്പോ മനു സെഡ് ടു സുനിത സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. ഒരു കോമൺ ഫാക്ട് അല്ലേ? പുകവലി ആരോഗ്യത്തിന് ഹാനികരമായിരുന്നു എന്നല്ല, ഇപ്പോഴും ഹാനികരമല്ലേ, നാളെയും ഹാനികരമാണല്ലോ. ഇതൊരു കോമൺ ഫാക്ട്, ജനറൽ ട്രൂത്ത് ആണല്ലോ ഇത്. അപ്പൊ ഇവയ്ക്ക് ഒരു മാറ്റവും നമ്മൾ വരുത്താനായിട്ട് പാടുള്ളതല്ല. അപ്പൊ ഈസിനെ എടുത്ത് വാസാക്കി വെക്കരുത്, ഈസ് തന്നെ എഴുതുക. അപ്പൊ ആൻസർ എന്തായിരിക്കും? സെഡ് ടു ഉള്ളത് കൊണ്ട് നമ്മൾ അതിനെ എന്താക്കി മാറ്റും? ടോൾഡ് ആക്കി മാറ്റുന്നു അല്ലെ. മനു ടോൾഡ് സുനിത ദാറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു ദാറ്റ് മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം. അസറ്റീവിനെ ഡയറക്റ്റ് സ്പീച്ചിൽ നിന്ന് ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റുമ്പോൾ റിപ്പോർട്ടിംഗ് വെർബിന് പ്രത്യേകം നോട്ട് വയ്ക്കുക. ഒരു അസറ്റീവ് സെന്റൻസിനെ ഡയറക്റ്റിൽ നിന്നും ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റുമ്പോൾ റിപ്പോർട്ടിംഗ് വെർബിന് ശേഷം ദാറ്റ് മസ്റ്റ് ആയും ഉണ്ടായിരിക്കണം. അപ്പോൾ മനു ടോൾഡ് സുനിത ദാറ്റ്. ബാക്കി സി ക്യാപ് ലെറ്റർ ആണ്, നമ്മൾ അതുപോലെ എഴുതുക. സിഗരറ്റ് സ്പെല്ലിംഗ് കൂടെ എപ്പോഴും ശ്രദ്ധിക്കുക. CIGARETT ആണ്. ഇത് എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് മിസ്പെൽഡ് വേർഡ്സിന്റെ അകത്ത്. അപ്പൊ പലപ്പോഴും നമ്മൾ തെറ്റിച്ചാണ് വെക്കാറുള്ളത്. സ്പെല്ലിംഗ് ശ്രദ്ധിച്ചു കേൾക്കുക. CIGARETT അല്ലെ, സിഗരറ്റ് സ്മോക്കിംഗ്
ഈസ് എന്തുവാ ഇൻജൂറിയസ് ടു എന്തിന് ഹെൽത്ത്. സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് ആണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് ചെയ്യുക അല്ലേ. അപ്പോൾ നമ്മൾ ഹാബിറ്റൽ ആക്ഷൻ ഹിസ്റ്റോറിക്കൽ ഇവന്റ് വന്നപ്പോൾ ടെൻസിന് മാറ്റം വരുത്തിയില്ല, യൂണിവേഴ്സൽ ട്രൂത്ത് വന്നപ്പോൾ ടെൻസിന് മാറ്റം വരുത്തിയില്ല, സയന്റിഫിക് ഫാക്ട് വന്നപ്പോൾ ടെൻസിന് മാറ്റം വരുത്തിയില്ല, അതുപോലെ തന്നെ പ്രോവർബ് വന്നപ്പോൾ ടെൻസിന് മാറ്റം വരുത്തിയില്ല, കോമൺ ഫാക്റ്റുകൾ വന്നപ്പോൾ ടെൻസിന് മാറ്റം വരുത്തിയില്ല. അതുപോലെ ടെൻസിന് മാറ്റം വരുത്താൻ പാടില്ലാത്ത ഒന്നാണ് നേരത്തെ പഠിച്ച എച്ചിലെ രണ്ടാമത്തെ എച്ച് സ്ക്വയർ പഠിച്ചില്ലേ, ഒന്ന് ഹിസ്റ്റോറിക്കൽ ഇവന്റ് അടുത്ത ഹാബിച്വൽ ആക്ഷൻ. അപ്പൊ ഹാബിച്വൽ ആക്ഷൻസിനെ കുറിച്ച് നോക്കാം. ഹി സെഡ് I go to school daily. ഡെയിലി ഐ ഗോ ടു സ്കൂൾ. അപ്പൊ ഹി സെഡ് ഐ ഗോ ടു സ്കൂൾ. എല്ലാ ദിവസവും ഞാൻ സ്കൂളിലേക്ക് പോകുന്നു. അപ്പൊ അവൻ പറയുന്നു എല്ലാ ദിവസവും ഞാൻ സ്കൂളിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും, അതായത് അവധി ഒഴികെയുള്ള എല്ലാ ദിവസവും സ്കൂളിലേക്ക് പോകുന്നത് അവന്റെ ഒരു ഹാബിറ്റല്ല, അവന്റെ ശീലമല്ലേ, മുടങ്ങാതെ അല്ലെ അവന് സ്കൂളിലേക്ക് പോകുന്നത്. അപ്പോൾ എല്ലാ അവന്റെ ഹാബിറ്റാണ് എല്ലാ ദിവസവും സ്കൂളിലേക്ക് മുടങ്ങാതെ പോകുന്നുള്ളത് അല്ലെ. അപ്പൊ എല്ലാ ഹാബിറ്റൽ ആക്ഷൻസും ഏത് ടെൻസ് ആയിരിക്കണം? സിമ്പിൾ പ്രസന്റ്. അപ്പൊ നമ്മൾ എഴുതും ഹി സെഡ് അല്ലെ. അപ്പൊ ഇത് ഐ ഗോ ടു സ്കൂൾ ഏത് ടെൻസ് ആണ് നോക്കിയേ. ഗോ എന്ന് പറയുമ്പോൾ വെർബിന്റെ ഫസ്റ്റ് ഫോം അല്ലേ. വെർബിന്റെ ഫസ്റ്റ് ഫോം വരുമ്പോഴാണ് അത് സിമ്പിൾ പ്രസന്റ് ആവുക. സിമ്പിൾ പ്രസന്റ് അതല്ലേ. ഗോ എന്നോ ഗോസ് എന്നോ ഒക്കെ വന്നാൽ ഏതാ? സിമ്പിൾ പ്രസന്റ്. ഗോയും ഗോസും വന്നാൽ ഏത് ടെൻസ് ആയിരിക്കും? അത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആയിരിക്കും. അപ്പൊ നമുക്ക് എഴുതാം ഹീസ്. അപ്പൊ ടെൻസിന് മാറ്റം വരുത്താൻ പാടില്ലേ. അപ്പൊ ഹീ സെഡ് ആയിട്ട് തന്നെ എഴുതുക. ഹി സെഡ് ദാറ്റ് ഉണ്ടല്ലോ. ഹി സെഡ് ദാറ്റ്. ഓക്കെ, ഹി സെഡ് ദാറ്റ്. എന്നിട്ട് ആരാ പറയണേ? അവൻ പറയുന്നു ഞാൻ എല്ലാ ദിവസവും സ്കൂളിലേക്ക് പോകുന്നു. അപ്പൊ നമ്മളിത് കേട്ടിട്ട് നമ്മളത് എങ്ങനെ വേറെ ഒരാളുടെ അടുത്ത് പറയാ? അവൻ പറയുന്നത് എന്തെന്നാൽ അവൻ എല്ലാ ദിവസവും സ്കൂളിലേക്ക് പോകുന്നു എന്നല്ലേ പറയുക. അപ്പൊ അവനിലോട്ട് നമ്മൾ വരണ്ടേ. അപ്പൊ ഐ എന്നുള്ളത് നമ്മൾ അവനിലോട്ട് വരുമ്പോൾ ഹീ അല്ല. അപ്പൊ ഹീയിലാണ് ഇവിടെ എഴുതേണ്ടത്. ഐ എഴുതി വെക്കരുത്. അപ്പൊ ഹി സെഡ് ദാറ്റ്, ഹി എഴുതിയല്ലോ. ഇപ്പൊ നോക്കണേ, ഐ വന്നപ്പോൾ നമ്മൾ ഏത് എഴുതിയ? ഗോ ഫോം അല്ലേ എഴുതിയത്, ഗോ അല്ലേ എഴുതിയത്. അപ്പൊ ഹി വന്നാൽ നമ്മൾ ഏതൊരു ഗോസ്. അവിടെ ഗോ എഴുതി വെക്കരുത്, ഗോസ്. ഐ വന്നപ്പോ ഗോ ആണെങ്കിൽ സിമ്പിൾ പ്രസന്റ്, ഹി വന്നാലോ ഗോസ് അല്ലെ. ഐ പ്ലേ ആണെങ്കിൽ ഹി വന്നാൽ പ്ലേസ് അല്ലെ. ഐ റൈറ്റ് ആണ് വരിക. ഐ സിംഗുലർ നമ്മൾ സിമ്പിൾ പ്രസന്റിൽ പ്രത്യേകം പഠിച്ചതാണ്. ഐ എന്ന് പറയുന്നത് ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ആണ്. ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ സിമ്പിൾ പ്രസന്റിൽ വന്നാൽ വെർബ് പ്ലൂറൽ ആയിരിക്കണം. ഒന്നുകൂടെ പറഞ്ഞേ, ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ സിമ്പിൾ പ്രസന്റിൽ വന്നാൽ വെർബ് പ്ലൂറൽ ആയിരിക്കണം. അപ്പൊ ഏതാണ് ഈ ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ എന്ന് പറയുന്നത്? ഐ. ആരാ ഫസ്റ്റ് പേഴ്സൺ പ്ലൂറൽ? ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ഐ ആണ്, ഫസ്റ്റ് പേഴ്സൺ പ്ലൂറൽ വി ആണ്. ഇവരെ പറഞ്ഞ പേരാണ് ഫസ്റ്റ് പേഴ്സൺസ് അല്ലെ. അപ്പൊ ഇംഗ്ലീഷിലെ ഈ പ്രൊനൗൺസ് എടുത്ത് പരിശോധിക്കുമ്പോൾ ഫസ്റ്റ് പേഴ്സൺസ് ആണ് ഐ വി, സെക്കൻഡ് പേഴ്സൺ ആണ് യു, തേർഡ് പേഴ്സൺസ് ആണ് ഹി, ഷീ, ഇറ്റ്, ദേ. അപ്പൊ ഫസ്റ്റ് പേഴ്സൺസ് ആരൊക്കെയാണ്? ഐ ഉണ്ട്, പിന്നെ വി ഉണ്ട് അല്ലെ. ഐ ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ആണ്, വി ആരാണ്? ഫസ്റ്റ് പേഴ്സൺ പ്ലൂറൽ ആണ്. ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ സിമ്പിൾ പ്രസന്റിൽ വരുമ്പോൾ വെർബ് ഏതായിരിക്കണം? വെർബ് പ്ലൂറൽ ആയിരിക്കണം. അതുകൊണ്ടാണ് ഒരിക്കലും നമ്മൾ ഐ വരുമ്പോൾ ഗോസ് എഴുതി വെക്കരുത്. ഐ ഗോ. ഗോ പ്ലൂറൽ ആണ്. ഐ സിംഗുലർ ആണെങ്കിലും അത് പ്ലൂറൽ ഫോമിലേക്ക് വെർബ് പോകാനുള്ള കാരണം ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ വന്നത് കൊണ്ടാണ്. ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ എല്ലാ ടെൻസിൽ വരുമ്പോഴും അല്ല, ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ സിമ്പിൾ പ്രസന്റിൽ വരുമ്പോൾ വെർബ് എന്തായിരിക്കണം? പ്ലൂറൽ ആയിരിക്കണം. അപ്പൊ ഐ ഗോ അല്ലെ. എന്നാൽ ഹി വന്നാൽ ഗോ എഴുതാൻ പറ്റുമോ നമുക്ക്? അല്ലല്ലോ, ഹി സിംഗുലർ. അപ്പൊ ഹി ഗോസ് തന്നെ എഴുതണം. ഹി ഗോസ് ടു സ്കൂൾ. He goes to school daily. അപ്പൊ ആൻസർ he said that he goes to school daily. സിമ്പിൾ അല്ലേ? he said that he goes to school daily എന്ന ആൻസറിലോട്ട് വരിക. ഓക്കെ, അപ്പോ ഐ വരുമ്പോൾ വെർബിന്റെ V1 ഫോം സിമ്പിൾ പ്രസന്റ് ആണ്. എന്നാൽ അത് മാറി ഹിയോ ഷിയോ ഒക്കെ മാറുമ്പോൾ നമ്മൾ എന്താണ് V1നോടൊപ്പം എസ് ഇ എസ് ഒ ഐ എസ് ഒ ചേർക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, സിമ്പിൾ പ്രസന്റ് ആണ് വരുന്നതെങ്കിൽ അതിനെ അതേ സിമ്പിൾ പ്രസന്റിലോട്ട് മാറ്റുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഐ വരുമ്പോൾ V1 ഫോം വരും. എന്നാൽ ഹി ഷി വരികയാണെങ്കിൽ V1നോടൊപ്പം എസ് ഇ എസ് ഐ എസ് ചേർക്കുക. അപ്പോൾ ഐ ഗോ എന്ന് പറയും, ഹി അല്ലെങ്കിൽ ഷി വന്നാൽ ഗോസ് എന്ന് പറയും. ഐ സ്റ്റഡി എന്ന് പറയും, എന്നാൽ ഹീം ഷീ വന്നാൽ എന്താണ് സ്റ്റഡീസ് എന്ന് പറയുക. ഐ എന്താണ് റൈറ്റ് എന്ന് വരും. ഐ റൈറ്റ് എ നോവൽ ആണെങ്കിൽ നമ്മൾ എഴുതും ഹി റൈറ്റ്സ്
റൈറ്റ്സ് എന്നോ ഷിയർ റൈറ്റ്സ്. അത് ടെൻസ് മാറാതിരിക്കാനാണ്. ടെൻസ് മാറുക റോട്ടായിട്ട് മാറും, അങ്ങനെയല്ല. ടെൻസിന് മാറ്റം വരുത്താൻ പാടില്ല. അപ്പൊ അങ്ങനെ അത്തരം സന്ദർഭങ്ങളിൽ ടെൻസിന് ഒരു മാറ്റവും വരുത്താതെ നമ്മൾ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച ഹസ്പീസ് ഒന്നുകൂടെ ഞാൻ പറഞ്ഞു നിർത്താം. ഹസ്പീസ് എന്ന് പറയുമ്പോൾ ഹാബിച്വൽ ആക്ഷൻ H² ആണ് പഠിച്ചത്. ഹാബിച്വൽ ആക്ഷൻസ്, എന്താണ് ഹിസ്റ്റോറിക്കൽ ഇവന്റ്സ്, യൂണിവേഴ്സൽ ട്രൂത്ത്, സയന്റിഫിക് ഫാക്ട്സ്, പ്രോവർബ്സ്, കോമൺ ഫാക്ട്സ് എന്നിവയെ ഡയറക്റ്റിൽ നിന്നും ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റുമ്പോൾ ടെൻസിന് ഒരു മാറ്റവും വരുത്താതെ അതുപോലെ തന്നെ എഴുതുക. ഒരു മാറ്റവും ടെൻസിൽ ഉണ്ടാകാൻ പാടുള്ളതല്ല. ഇനി വേറൊരു കേസ് നമ്മൾ ശ്രദ്ധിച്ചത് സെഡും സെഡ് ടൂവും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ്. ഡയറക്റ്റ് സ്പീച്ചിൽ സെഡ് ആണ് വരുന്നതെങ്കിൽ ഇൻഡയറക്റ്റിലും സെഡ് തന്നെ എഴുതുക. ഡയറക്റ്റ് സ്പീച്ചിൽ സെഡ് ടു വരുന്ന സന്ദർഭത്തിൽ ഇൻഡയറക്റ്റ് നമ്മൾ ഏത് എഴുതുക? ടോൾഡ് എഴുതുക. അവിടെ നമ്മൾ ടോൾഡ് ടു എന്നോ അതേ സെഡ് ടു ഓപ്ഷൻ്റെ അകത്ത് വേണം എടുത്താൽ അത് തെറ്റുന്നതായിരിക്കും. നമ്മൾ ഡയറക്റ്റിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റുമ്പോൾ അതിൻ്റെ ബേസ് നമുക്ക് കുറച്ച് അതിൻ്റെ ഒരു ബേസ്മെന്റ് ഉണ്ടാക്കി വെക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് കുറച്ച് ഡീപ്പായിട്ട് നമ്മൾ അതിൻ്റെ ബേസും കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷമാണ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് ടെൻസിന് ഒരു മാറ്റവും വരുത്താതെ ഒരു ഡയറക്റ്റ് സ്പീച്ചിനെ നമുക്ക് എങ്ങനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റാം എന്നതിനെ സംബന്ധിച്ച് നമ്മൾ 5 റൂൾ വെച്ചുകൊണ്ടാണ്. ഏതൊക്കെയാണ്? ഹിസ്റ്റോറിക്കൽ ഇവന്റ്, ഹാബിച്വൽ ആക്ഷൻ, 6 റൂൾ അല്ലെ? ഹിസ്റ്റോറിക്കൽ ഇവന്റ്, യൂണിവേഴ്സൽ ട്രൂത്ത്, സയന്റിഫിക് ഫാക്ട്, അതുപോലെ പ്രോവർബ്, കോമൺ ഫാക്റ്റുകൾ അല്ലെ? അപ്പോൾ എന്താണ്? ഹാബിച്വൽ ആക്ഷൻ, ഹിസ്റ്റോറിക്കൽ ഇവന്റ്സ്, യൂണിവേഴ്സൽ ട്രൂത്ത്, സയന്റിഫിക് ഫാക്ട്സ്, പ്രോവർബ്സ്, കോമൺ ഫാക്ട്സ് എന്നിവയെ ഡയറക്റ്റ് ഇൻഡയറക്റ്റിലോട്ട് മാറ്റുമ്പോൾ ടെൻസിന് മാറ്റം വരുത്താൻ പാടില്ല. പിന്നെ ഡയറക്റ്റിനെ ഇൻഡയറക്റ്റിലോട്ട് മാറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ വാക്കുകൾക്ക് വരുന്ന വ്യതിയാനങ്ങളാണ്. നമ്മൾ പഠിച്ചു ദീസ് ആയിട്ട് ദിസ് ദാറ്റ് ആകുന്നു, ദീസ് ദോസ് ആകുന്നു, ദസ് വന്നാൽ സോ അല്ലെങ്കിൽ സോ ആയിട്ട് മാറുന്നു, നൗ വന്നാൽ ദെൻ ആയിട്ട് മാറുന്നു. പിന്നെ നമ്മൾ പഠിച്ചതാണ് ഏതാണ്? ഈസാമാറൊക്കെ വരികയാണ് വാസുവേറാകുന്നു, ഡൂൺ ഡസ് വന്നാൽ ഡിഡായിട്ട് മാറുന്നു, ഡിഡ് വന്നാൽ ഹാഡ് ആകുന്നു, ഹാസ് ഹാവ് ഡയറക്റ്റ് വന്നാൽ ഇൻഡയറക്റ്റിൽ ഹാഡായിട്ട് മാറുന്നു. അതുപോലെ എന്താണ്? വില്ല് ഉഡാകുന്നു, ഷാൾ ഷുഡായിട്ട് മാറുന്നു, ക്യാൻ വന്നാൽ കുഡാകുന്നു, ഉഡും ഷുഡും കുഡും വന്നാൽ അതുപോലെ തന്നെ എഴുതുക. മേ വന്നാൽ മൈറ്റ് ആകുന്നു, എന്നാൽ മൈറ്റിന് ഒരു മാറ്റമില്ല, അതുപോലെ എഴുതുക. ഹാഡ് വന്നാൽ അതുപോലെ എഴുതുക. അതുപോലെ മസ്റ്റ് വന്നാൽ ഹാഡ് ടു ആയിട്ട് മാറുന്നു. ടുഡേ അല്ലെ ദാറ്റ് ഡേ ആകുന്നു. അതുപോലെ എസ്റ്റർഡേ വന്നാൽ ദ ലാസ്റ്റ് ഡേ ദ പ്രീവിയസ് ഡേ ആയിട്ട് മാറുന്നു. അതുപോലെ ടുമാറോ ദ നെക്സ്റ്റ് ഡേ ദ ഫോളോയിങ് ഡേ ആയിട്ട് മാറുന്നു. എഗോ വരികയാണെങ്കിൽ അത് എന്തായിട്ട് മാറുന്നു? ബിഫോർ ആയിട്ട് മാറുന്നു. സെഡ് വന്നാൽ അസറ്റീവിലാണെങ്കിൽ അസറ്റീവ് ഇൻട്രോഗേറ്റീവിലാണെങ്കിൽ സെഡ് മാറും. അസറ്റീവിലാണ് സെഡ് എന്ന റിപ്പോർട്ടിംഗ് വെർബായിട്ട് വരുന്നെങ്കിൽ ഇൻഡയറക്റ്റ്ലി സെഡ് തന്നെ എഴുതുക. സെഡ് ടു ആണ് വരുന്നതെങ്കിൽ നമ്മൾ ടോൾഡ് എഴുതുക. പിന്നെ അതാണ് ഏത് ടൈപ്പ് സെന്റൻസ് ആണെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞു. 4 ടൈപ്പ് ഉണ്ട്: അസറ്റീവ്, ഇൻട്രോഗേറ്റീവ്, ഇംപറേറ്റീവ്, എക്സ്ക്ലമേറ്ററി. അല്ല അസറ്റീവിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ മെത്തേഡ് 1നെ കുറിച്ചുള്ള കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്തത്. അത് ഹസ്പീസിയാണ്. ഇത്രയും, അതായത് ഹാബിച്വൽ ആക്ഷൻ, ഹിസ്റ്റോറിക്കൽ ഇവന്റ്, യൂണിവേഴ്സൽ ട്രൂത്ത്, സയന്റിഫിക് ഫാക്ട്, പ്രോവർബ്, കോമൺ ഫാക്ട്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു പഠിക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിനെക്കുറിച്ച് നന്നായിട്ട് ചർച്ച ചെയ്യാവുന്നതാണ്. താങ്ക് യു. എൻ്റെ പേര് ദിലീപ്. എല്ലാവർക്കും ടാലന്റ് അക്കാദമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ബയോളജിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായ ഹ്യൂമൻ ഹാർട്ടിനെ കുറിച്ച്. ശരിക്കും നമ്മുടെ ശരീരത്തിന് ആവശ്യമായ രക്തത്തെ പമ്പ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ സെൽസിലേക്ക് ഓക്സിജനെയും മറ്റുള്ള ന്യൂട്രിയൻസിനെയൊക്കെ എത്തിക്കാൻ വേണ്ടി ബ്ലഡിനെ പമ്പ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ശരീരത്തിലെ പമ്പ് എന്ന് വിളിക്കുന്ന ഓർഗനാണ് ഹൃദയം. അപ്പോൾ എക്സാമിന് ചോദിക്കാറുണ്ട് ദ ഓർഗൻ വിച്ച് ഈസ് നോൺ ആസ് പമ്പ്, അല്ലെങ്കിൽ ശരീരത്തിലെ പമ്പ് എന്ന് വിളിക്കുന്ന ഓർഗൻ ഏതാണത്? ഹാർട്ടാണ്. ഓക്കെ. ഇനി ഹാർട്ടിനെയും ഹാർട്ട് ഡിസീസുകളെയും കുറിച്ചുള്ള പഠനം, അല്ലെങ്കിൽ ഹൃദയത്തെയും ഹൃദ്രോഗങ്ങളെയും കുറിച്ചുള്ള പഠനം എന്താണ്? കാർഡിയോളജി. എന്താണ് കാർഡിയോളജി? അപ്പോൾ ശരീരത്തിലെ പമ്പെന്ന് വിളിക്കുന്ന ഓർഗൻ എന്താണ്? ഹാർട്ടാണ്. ഹൃദയത്തെയും ഹൃദ്രോഗങ്ങളെയും കുറിച്ചുള്ള പഠനമാണിത് കാർഡിയോളജി. എന്താണ്? കാർഡിയോളജി. ഓക്കെ. ഇത് നമ്മുടെ ഹൃദയത്തെ പൊറിഞ്ഞുകൊണ്ട് ഒരു ഡബിൾ ലെയർഡ് മെംബ്രെയിൻ ഉണ്ട്, അല്ലെങ്കിൽ ഹൃദയത്തെ പൊറിഞ്ഞുകൊണ്ട് ഒരു ഇരട്ട സ്ഥലമുണ്ട്. അതിൻ്റെ പേരാണ് പെരികാർഡിയം. എന്താ വിളിക്കുന്നവർ? പെരികാർഡിയം. അപ്പോൾ ശ്രദ്ധിക്കുക, ഹൃദയത്തെ പൊറിഞ്ഞു കയറപ്പെടുന്ന ഇരട്ട സ്ഥലം അല്ലെങ്കിൽ ഡബിൾ ലെയർഡ് മെംബ്രെയിൻ വിളിക്കുന്നവരാണിത് പെരികാർഡിയം. ഓക്കെ. ഇനി എക്സാമിന് ചോദിക്കാം, ഹൃദയത്തിൻ്റെ ഏകദേശ ഭാരം എത്രയാണ്? ഏകദേശം 300 ഗ്രാം ആണ്. ഓക്കെ. അപ്പം ഹ്യൂമൻ ഹാർട്ടിൻ്റെ ഏകദേശ ഭാരം എത്രയാണ്? 300 ഗ്രാം ആണ്. ഇനി നമ്മുടെ ബോഡിയിൽ ക്യാൻസർ ബാധിക്കാത്ത ഒരു ഓർഗനായിട്ട് പറയുന്നത്, ഒൺലി ഓർഗൻ ഇൻ ഹ്യൂമൻ ബോഡി വിച്ച് ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ ക്യാൻസർ, ഏത് ഭാഗമാണത്? ഹാർട്ടാണ്. ഓക്കെ. അപ്പോൾ ശരീരത്തിൽ അർബുദം ബാധിക്കാത്ത ഒരു ഓർഗൻ, ഒരു അവയവം എന്ന് പറയുന്നത് ആരാണ്? ഹൃദയമാണ്. പോയിന്റ്സ് ആലോചിച്ച് നോക്കാം. ശരീരത്തിലെ പമ്പെന്ന് വിളിക്കുന്ന ഓർഗൻ എന്താണ്? ഹൃദയമാണ്. ഹൃദയത്തെ ഹൃദ്രോഗങ്ങളെയും കുറിച്ചുള്ള പഠനമാണിത് കാർഡിയോളജി. ഓക്കെ. ഇനി പറഞ്ഞു ഹൃദയത്തെ പൊറിഞ്ഞു കാണപ്പെടുന്ന ഡബിൾ ലെയർഡ് മെംബ്രെയിൻ്റെ പേര് പെരികാർഡിയം. എന്താണ്? പെരികാർഡിയമാണ്. ഓക്കെ. ഹൃദയത്തിൻ്റെ ഏകദേശ ഭാരം എത്രയാണ്? 300 ഗ്രാം ആണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഹാർട്ട് ബീറ്റുമായി ബന്ധപ്പെട്ട ഭാഗമാണ്. എക്സാമിന് ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ വന്ന ഭാഗമാണ്. നമുക്ക് നോക്കാം. ചോദിക്കാം എക്സാമിന്, മനുഷ്യൻ്റെ ആവറേജ് ഹാർട്ട് ബീറ്റ്, അല്ലെങ്കിൽ മനുഷ്യൻ്റെ സാധാരണ ഹൃദയമിടിപ്പ് ശ്രദ്ധിക്കുക
72 ടൈംസ് ആണ് പെർ മിനിറ്റ്. ഓക്കെ, അപ്പോൾ ഒരു മിനിറ്റിൽ 72 തവണയാണ് മനുഷ്യന്റെ ആവറേജ് ഹാർട്ട് ബീറ്റ്. ഇനി എക്സാമിന് പുരുഷന്റെ ഹാർട്ട് ബീറ്റ്, മെയിൽ ഹാർട്ട് ബീറ്റ് എടുത്ത് ചോദിക്കാം. അപ്പോൾ ശ്രദ്ധിക്കുക, പുരുഷന്റെ ഹാർട്ട് ബീറ്റ് ഏകദേശം 70 മുതൽ 72 ടൈംസ് ആണ് പെർ മിനിറ്റ്. ഓക്കെ, ഓർത്തിരിക്കേണ്ട പോയിന്റ് ആണ്. നോർമൽ ഹാർട്ട് ബീറ്റ് 72 ടൈംസ് ആണ്, എന്നാൽ മെയിൽ ഹാർട്ട് ബീറ്റ് അല്ലെങ്കിൽ പുരുഷന്റെ ഹാർട്ട് ബീറ്റ് 70 മുതൽ 72 ടൈംസ് ആണ് പെർ മിനിറ്റ്. അങ്ങനെയാണെങ്കിൽ ചോദിക്കുക, ഫീമെയിൽ ഹാർട്ട് ബീറ്റ് എത്രയാണ്? സ്ത്രീകളുടെ ഹൃദയമിടിപ്പ് ഒരു മിനിറ്റിൽ എത്രയാണ്? ശ്രദ്ധിക്കേണ്ട പോയിന്റ് ആണ്. 78 മുതൽ 82 ടൈംസ് ആണ് പെർ മിനിറ്റ്. സ്ലൈറ്റ്ലി ഫാസ്റ്റർ ആണ് ഫീമെയിൽ ഹാർട്ട് ബീറ്റ്, 78 മുതൽ 82 ടൈംസ്. അപ്പോൾ ശ്രദ്ധിക്കുക, ആവറേജ് ഹാർട്ട് ബീറ്റ് 72 തവണയാണ്, പുരുഷന്റെ ഹാർട്ട് ബീറ്റ് 72 തവണയാണ്, സ്ത്രീകളുടെ ഹാർട്ട് ബീറ്റ് 78-82 തവണ. ഇനി എക്സാമിന് ചോദിക്കാം, ന്യൂബോൺ ബേബി അല്ലെങ്കിൽ നവജാത ശിശു, ന്യൂബോൺ ബേബി അല്ലെങ്കിൽ നവജാത ശിശുവിന്റെ ഹാർട്ട് ബീറ്റ് എത്രയാണ്? ശ്രദ്ധിക്കുക, ഏകദേശം 120 മുതൽ 140 തവണയാണ് ന്യൂബോൺ ബേബി അതല്ലെന്നുണ്ടെങ്കിൽ നവജാത ശിശുവിന്റെ ഹാർട്ട് ബീറ്റ്. അപ്പോൾ ന്യൂബോൺ ബേബി അല്ലെങ്കിൽ നവജാത ശിശുവിന്റെ ഹാർട്ട് ബീറ്റ് 120 മുതൽ 140 തവണയാണ്. ഇനി എക്സാമിന് ആയിരിക്കും ഗർഭസ്ഥ ശിശു അല്ലെങ്കിൽ ഫീറ്റസ് ഹാർട്ട് ബീറ്റ് എത്രയാണെന്ന്. ഫീറ്റസിന്റെ ഹാർട്ട് ബീറ്റ് ഒരു മിനിറ്റിൽ 200 തവണയാണ്, 200 ടൈംസ് ആണ് പെർ മിനിറ്റ് ഫീറ്റസ് അല്ലെങ്കിൽ ഗർഭസ്ഥ ശിശു. ഓക്കെ, അപ്പോൾ ഒന്ന് പറഞ്ഞു, ആവറേജ് ഹാർട്ട് ബീറ്റ് 72 ആണ്, മെയിലിലെ ഹാർട്ട് ബീറ്റ് 70-72 ആണ്, ഫീമെയിൽ ഹാർട്ട് ബീറ്റ് 78-82 ആണ്, ന്യൂബോൺ ബേബി ആണെങ്കിൽ 120-140 ടൈംസ് ആണ്. ഓക്കെ, ഇനി ഫീറ്റസ് ആണെങ്കിൽ 200 ടൈംസ് ആണ്. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, ഇനി എലിഫന്റ്, ആനയുടെ ഹൃദയമിടിപ്പ് എക്സാമിന് ചോദിക്കാറുണ്ട്. എലിഫന്റിന്റെ ഹാർട്ട് ബീറ്റ് അല്ലെങ്കിൽ ആനയുടെ ഹൃദയമിടിപ്പ് എത്രയാണ്? ശ്രദ്ധിക്കുക, ഒരു മിനിറ്റിൽ 25 തവണയാണ്. അപ്പോൾ 25 ടൈംസ് പെർ മിനിറ്റ് ആണ് എലിഫന്റിന്റെ ഹാർട്ട് ബീറ്റ്. ശ്രദ്ധിക്കേണ്ട പോയിന്റ് ആണ്. ഇനി എക്സാമിന് ചോദിക്കാം, ഹാർട്ട് ബീറ്റ് ഏറ്റവും കുറവുള്ള ആനിമൽ ഏതാണ്? ആനിമൽ ഹാവിംഗ് ലോവസ്റ്റ് ഹാർട്ട് ബീറ്റ് റേറ്റ്. ഹാർട്ട് ബീറ്റ് ഏറ്റവും കുറവുള്ള ആനിമൽ എന്താണ്? ബ്ലൂ വെയിലാണ് അല്ലെങ്കിൽ എന്താണ്? തിമിംഗലമാണ്. ശരീരത്തിൻ്റെ വലുപ്പം കൂടുമ്പോൾ ഹാർട്ട് ബീറ്റ് കുറയുവാണ്. അപ്പോൾ ഏറ്റവും വലിയ ആനിമലായ ബ്ലൂ വെയിലാണ് ഹാർട്ട് ബീറ്റ് ഏറ്റവും കുറവുള്ളത്. ഓക്കെ, അപ്പോൾ ഏറ്റവും ഹാർട്ട് ബീറ്റ് കുറവുള്ള ആനിമൽ എന്താണ്? ബ്ലൂ വെയിലാണ്. ബ്ലൂ വെയിലാണ് കുറവുള്ളത്. ഓക്കെ, ഹാർട്ട് ബീറ്റ് പറയുന്നത് ഏകദേശം 8 മുതൽ 10 തവണയാണ് ഹാർട്ട് ബീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഹാർട്ട് ബീറ്റ് ഏറ്റവും കുറവുള്ള ആനിമലാണ് ബ്ലൂ വെയിൽ. ഏകദേശം 8-10 ടൈംസ് ആണ് ഹാർട്ട് ബീറ്റിൻ ബ്ലൂ വെയിലിൻ്റെ ഹാർട്ട് ബീറ്റ് ചെയ്യുന്നത്. ഇനി എക്സാമിന് ചോദിക്കാം, ആനിമൽ ഹാവിംഗ് ഫാസ്റ്റസ്റ്റ് ഹാർട്ട് ബീറ്റ് റേറ്റ് അല്ലെങ്കിൽ ഹൃദയമിടിപ്പ് ഏറ്റവും കൂടിയ ആനിമൽ ഏതാണെന്ന്. ഓക്കെ, അനിമലിൻ്റെ പേരാണ് ഷ്രൂവ്. അനിമലിൻ്റെ പേരാണിത് ഷ്രൂ. ഒരു മാമലാണ്. അപ്പോൾ ഹൃദയമിടിപ്പ് ഏറ്റവും കൂടിയ ആനിമലാണിത് ഷ്രൂ അല്ലെങ്കിൽ മാമൽ. ഇതിൻ്റെ ഹാർട്ട് ബീറ്റ് പറയുന്നത് ഒരു മിനിറ്റിൽ 1500 ടൈംസ് ആണ്. അപ്പോൾ ഹൃദയമിടിപ്പ് ഏറ്റവും കൂടിയ ആനിമൽ എന്താണ്? ഷ്രൂ ആണ്. ഒരു മാമലാണ്, ഒരു സസ്തനിയാണ്. ആ ഷ്രൂവിൻ്റെ ഹാർട്ട് ബീറ്റ് ഒരു മിനിറ്റിൽ 1500 ടൈംസ് ആണ്. അപ്പോൾ പോയിന്റുകൾ കറക്റ്റാണെന്ന് മനസ്സിലാക്കി വെക്കുക. നോർമൽ ഹാർട്ട് ബീറ്റ് 72 ടൈംസ് ആണ്. മെയിൽ ഹാർട്ട് ബീറ്റ് 70-72 ആണ്, 70 മുതൽ 72 തവണയാണ്. ഫീമെയിൽ ഹാർട്ട് ബീറ്റ് ആണെങ്കിൽ 78 മുതൽ 82 തവണയാണ്. ന്യൂബോൺ ബേബി ആണെന്നുണ്ടെങ്കിൽ 120-140 ടൈംസ് ആണ്. ഓക്കെ, എന്നാൽ ഫീറ്റസ് അല്ലെങ്കിൽ ഗർഭശിശു ആണെന്നുണ്ടെങ്കിൽ 200 തവണയാണ്, 200 ടൈംസ് ആണ് പെർ മിനിറ്റ്. ഓക്കെ, ഇനി എലിഫന്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം എത്രയാണ്? 25 ടൈംസ് ആണ് പെർ മിനിറ്റ്. ഇനി ഹാർട്ട് ബീറ്റ് ഏറ്റവും കുറവുള്ള ആനിമൽ ബ്ലൂ വെയിലാണ്, ഏകദേശം 8 മുതൽ 10 തവണയാണ്. ഹാർട്ട് ബീറ്റ് ഏറ്റവും കൂടിയ ആനിമൽ എന്താ പേര്? ഷ്രൂ ആണ്. പഠിക്കുക പേരെന്താ? ഷ്രൂ ആണ്. അതൊരു സസ്തനെയാണ്, മാമലാണ്. ഒരു മിനിറ്റിൽ ഹാർട്ട് ബീറ്റ് 1500 ടൈംസ് ആണ്. ഓക്കെ, അത്രയും ഒന്ന് ഓർത്ത് വെക്കാം. ഇനി എക്സാമ്പിൾ ചോദിക്കാം. അപ്പോൾ നമുക്കറിയാം നോർമൽ ഹാർട്ട് ബീറ്റ് എത്രയാണ്? 72 ആണ് അല്ലേ? എന്നാൽ ചില ആൾക്കാരിൽ ഈ ഹാർട്ട് ബീറ്റ് അബ്നോർമലായിട്ട് കൂടാറുണ്ട്. അപ്പോൾ ഹാർട്ട് ബീറ്റ് അസാധാരണമായി കൂടി ഒരു 100 ടൈംസ് ഒക്കെ ആവാറുണ്ട്. നമ്മൾ ആ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് ടാക്കി കാർഡിയ. എന്താ വിളിക്കുന്നവരെ? ടാക്കി കാർഡിയ. അപ്പോൾ ഹൃദയമിടിപ്പ് അസാധാരണമായി കൂടുന്ന അവസ്ഥ, ഹൃദയമിടിപ്പ് അസാധാരണമായി കൂടുന്ന അവസ്ഥ അല്ലെങ്കിൽ അബ്നോർമൽ ഇൻക്രീസ് ഇൻ ഹാർട്ട് ബീറ്റ്, ആ കണ്ടീഷനെ വിളിക്കുന്ന പേരാണെന്ത്? ടാക്കി കാർഡിയ. വിളിക്കുന്ന പേരെന്താ? ടാക്കി കാർഡിയ. പഠിക്കേണ്ട പോയിന്റ് ആണ്. അപ്പോൾ ഹൃദയമിടിപ്പ് അസാധാരണമായി കൂടുന്ന അവസ്ഥയാണത് ടാക്കി കാർഡിയ. ഓക്കെ, എന്നാൽ ചില ആൾക്കാരിൽ ഹൃദയമിടിപ്പ് അസാധാരണമായി കുറയാറുണ്ട് അല്ലെങ്കിൽ അബ്നോർമൽ ഡിക്രീസ് ഇൻ ഹാർട്ട് ബീറ്റ്, ആ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് ബ്രാഡി കാർഡിയ. വിളിക്കുന്ന പേരെന്താ? ബ്രാഡി കാർഡിയ. ഓക്കെ, അപ്പോൾ ഈ 2 പോയിന്റുകളും കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കണം. ഹാർട്ട് ബീറ്റ് അസാധാരണമായി കൂടുന്ന അവസ്ഥയാണെന്ത്? ടാക്കി കാർഡിയ. എങ്കിൽ ഹാർട്ട് ബീറ്റ് അസാധാരണമായി കുറയുന്ന അവസ്ഥയാണെന്ത്? ബ്രാഡി കാർഡിയ. അപ്പോൾ അബ്നോർമൽ ഇൻക്രീസ് ഇൻ ഹാർട്ട് ബീറ്റ് വിളിക്കുന്ന പേര് ടാക്കി കാർഡിയ. അബ്നോർമൽ ഡിക്രീസ് ഇൻ ഹാർട്ട് ബീറ്റ് വിളിക്കുന്ന പേര് ബ്രാഡി കാർഡിയ. ഓക്കെ, ഇനി എക്സാമിൽ ചോദിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഹാർട്ട് ബീറ്റിനെ കൺട്രോൾ ചെയ്യുന്ന ബ്രെയിനിന്റെ ഭാഗം ഏതാണ്? ഹൃദയമിടിപ്പിനെ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗം. ആൻസർ നമുക്കറിയാം, മെഡുല ഒബ്ലോങ്കേറ്റ. എക്സാമിന് ചോദിച്ചുള്ള ക്വസ്റ്റൻ ആണ്, കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കാറ്. അപ്പോൾ ഹാർട്ട് ബീറ്റിനെ കൺട്രോൾ ചെയ്യുന്ന ബ്രെയിനിന്റെ ഭാഗം അല്ലെങ്കിൽ എന്താണ്? ഹൃദയമിടിപ്പിനെ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗം. ആൻസർ എന്താണ്? മെഡുല ഒബ്ലോങ്കേറ്റ. എന്താ ആൻസർ? മെഡുല ഒബ്ലോങ്കേറ്റ. ഓക്കെ, ചോദിക്കാം,
ഹൃദയമിടിപ്പ് ഉയർത്തുന്ന ഹോർമോൺ ഏതാണെന്ന്? അതാണ് അഡ്രിനാലിൻ. വിളിക്കുന്നവര് അഡ്രിനാലിൻ. അപ്പോൾ ഹൃദയമിടിപ്പിനെ കൺട്രോൾ ചെയ്യുന്ന ബ്രെയിൻ്റെ ഭാഗം മെഡുലോബ്ലാങ്കേറ്റ ആണെങ്കിൽ ഹൃദയമിടിപ്പ് ഉയർത്തുന്ന ഹോർമോൺ എന്താണ്? അഡ്രിനാലിൻ. അതുകൊണ്ട് നമ്മൾ അഡ്രിനാലിനെ വിളിക്കുന്ന പേരാണ് അടിയന്തര ഹോർമോൺ. വിളിക്കുന്നവര് അടിയന്തര ഹോർമോൺ. അറിയാൻ പോകുന്ന വിചാരിക്കുന്ന പോയിന്റുകൾ അപ്പോൾ ശ്രദ്ധിക്കുക. ഹൃദയമിടിപ്പ് ഉയർത്തുന്ന ഹോർമോൺ അഡ്രിനാലാണ്. ഇനി എക്സാം ചോദിക്കാം, ഹൃദയമിടിപ്പ് രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം എന്താണ്? സ്റ്റെതസ്കോപ്പ്. എന്താണ്? സ്റ്റെതസ്കോപ്പാണ്. ഹൃദയമിടിപ്പ് രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം എന്താണ്? സ്റ്റെതസ്കോപ്പ്. എന്താണ്? സ്റ്റെതസ്കോപ്പാണ്. ഓക്കെ. ഇനി ചോദിക്കാം, സ്റ്റെതസ്കോപ്പ് കണ്ടെത്തിയ ആളുടെ പേര് റെനെ ലെനക്ക്. എന്താ പേര്? റെനെ ലെനക്ക് എന്ന് പറയും. അപ്പോൾ ശ്രദ്ധിക്കുക, സ്റ്റെതസ്കോപ്പ് കണ്ടെത്തിയ ആളുടെ പേരാണെന്ത്? റെനെ ലെനക്ക്. എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. സ്റ്റെതസ്കോപ്പ് കണ്ടെത്തിയ ആളുടെ പേര് റെനെ ലെനക്ക്. ഓക്കെ. അപ്പോൾ നമുക്ക് പോയിന്റ്സ് ഒന്ന് കൺക്ലൂഡ് ചെയ്യുന്നത് പറയാം. ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് പോയിന്റ്സിലേക്ക്. ഹൃദയത്തെക്കുറിച്ചുള്ള പഠനമാണിത് കാർഡിയോളജി. ഹൃദയത്തെ പൊടിയുന്ന സ്ഥലത്തെ വിളിച്ച പേരെന്താണ്? പെരിക്കാർഡിയം എന്നാണ്. ഏകദേശ ഭാരം എത്രയാണ്? 300 ഗ്രാം ആണ്. ഓക്കെ. പിന്നെ പറഞ്ഞു നമ്മുടെ ശരീരത്തിൽ ക്യാൻസർ ബാധിക്കാത്ത ഓർഗനായിട്ട് പറയുന്നത് ഹൃദയമാണെന്ന് പറഞ്ഞു. ആവറേജ് ഹാർട്ട് ബീറ്റ് 72 തവണയാണ്. എന്നാൽ പുരുഷന്റെ ഹാർട്ട് ബീറ്റ് 70 മുതൽ 72. സ്ത്രീയുടെ ഹാർട്ട് ബീറ്റ് 78 മുതൽ 82 തവണയാണ്. ഓക്കെ. ഇനി നവജാത ശിശുവാണെന്നുണ്ടെങ്കിൽ എത്രയാണ്? 120 മുതൽ 140 തവണയാണ്. ഗർഭശിശുവാണെന്നുണ്ടെങ്കിൽ എത്രയാണ്? 1 മിനിറ്റിൽ 200 തവണയാണെന്ന് പറഞ്ഞു. ആനയുടെ ഹൃദയമിടിപ്പ് എത്രയാണ്? 25 തവണയാണ് 1 മിനിറ്റിൽ. ഹൃദയമിടിപ്പ് ഏറ്റവും കുറവുള്ള ജീവി തിമിംഗലമാണ്. ഏകദേശം 8 മുതൽ 10 തവണയാണ് ഹാർട്ട് ബീറ്റ് ചെയ്യുന്നത്. ഹൃദയമിടിപ്പ് ഏറ്റവും കൂടിയ ജീവി ശ്രുവാണ്. എത്രയാണ്? ഏകദേശം 1 മിനിറ്റിൽ 1500 തവണയാണ് ഹാർട്ട് ബീറ്റ് ചെയ്യുന്നത്. അല്ലേ? ഇനി പറഞ്ഞു ഹാർട്ട് ബീറ്റ് അസാധാരണമായി കൂടുന്ന അവസ്ഥ, അബ്നോർമൽ ഇൻക്രീസ് ഇൻ ഹാർട്ട് ബീറ്റ്, വിളിക്കുന്ന പേര് ടാക്കികാർഡിയാണ്. അല്ലേ? ഇനി ഹൃദയമിടിപ്പ് അസാധാരണമായി കുറയുന്ന അവസ്ഥ, വിളിക്കുന്ന പേരെന്താണ്? ബ്രാഡികാർഡിയാണ്. ഓക്കെ. ഹൃദയമിടിപ്പിനെ കൺട്രോൾ ചെയ്യുന്ന ബ്രെയിൻ്റെ ഭാഗം എന്താണ്? നമുക്കറിയാം മെഡുലോബ്ലാങ്കേറ്റയാണ്. ഹൃദയമിടിപ്പ് ഉയർന്ന ഹോർമോണിനെ വിളിക്കുന്ന പേര് അഡ്രിനാലിനാണ്. ഹൃദയമിടിപ്പ് രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം സ്റ്റെതസ്കോപ്പാണ്. കണ്ടെത്തിയ ആളുടെ പേര് റെനെ ലെനക്ക്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ. ഇന്ന് നമ്മൾ ഹാർട്ട് ചേമ്പേഴ്സിലേക്ക് പോകാം. ഓരോ ജീവികളുടെയും ഹൃദയത്തിൻ്റെ അറകളിലേക്ക് പോകാം. ഹാർട്ട് ചേമ്പേഴ്സ് ആണ് നമുക്ക് നോക്കാം. ശ്രദ്ധിക്കുക. അതിൽ എക്സാമ്പിൾ ചോദിക്കാം, കോക്രോച്ച്. പാറ്റയുടെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം, നമ്പർ ഓഫ് ഹാർട്ട് ചേമ്പേഴ്സ് ഇൻ കോക്രോച്ച് ചോദിക്കാം. ആൻസർ 13 ആണ്. ശ്രദ്ധിക്കേണ്ട പോയിന്റാണ് പാറ്റയുടെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം. അല്ലെങ്കിൽ കോക്രോച്ചിന്റെ ഹാർട്ടിൽ എത്ര ചേമ്പേഴ്സ് ഉണ്ട്? എത്രയാണ്? 13 ചേമ്പേഴ്സ് ഉണ്ട്. ഓക്കെ. ഇനി എക്സാമിന് ചോദിക്കാം, മാമൽസ്. നമ്മൾ ഉൾപ്പെടുന്ന, മനുഷ്യൻ ഉൾപ്പെടുന്ന ഗ്രൂപ്പാണ് മാമൽസ്. അല്ലേ? മാമൽസിന്റെ ഹാർട്ട് ചേമ്പറുകളുടെ എണ്ണം എത്രയാണ്? ആൻസർ 4 ആണ്. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ മാമൽസിന്റെ ഹാർട്ടിൽ എത്ര ചേമ്പറുകളുണ്ട്? 4 ചേമ്പറുകളുണ്ട്. സസ്തനികളുടെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം 4 ആണ്. ഇനി ചോദിക്കാം, ബേർഡ്സ്, പക്ഷികളുടെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം അത് എത്ര? ആൻസർ 4 ആണ്. അപ്പോൾ പാറ്റയുടെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം 13 ആണ്. മാമൽസ് അല്ലെങ്കിൽ സസ്തനികളാണെന്നുണ്ടെങ്കിൽ 4 ആണ്. ബേർഡ്സ് അല്ലെങ്കിൽ പക്ഷികളാണെങ്കിൽ 4 ആണ്. ഓക്കെ. ഇനി എക്സാമിന് ചോദിക്കുക, റെപ്റ്റൈൽസ്. മലയാളത്തിൽ ഉരകങ്ങൾ, വിളിക്കുന്ന പേരെന്താ? ഉരകങ്ങൾ. റെപ്റ്റൈൽസ് അല്ലെങ്കിൽ ഉരകങ്ങൾ. റെപ്റ്റൈൽസിലെ ചേമ്പറുകളുടെ എണ്ണം എത്രയാണത്? 3 ആണ്. അപ്പോൾ പാമ്പ്, പല്ലി തുടങ്ങിയ റെപ്റ്റൈൽസ് ആണെങ്കിൽ ഹൃദയത്തിൽ എത്ര ചേമ്പറുകളുണ്ട്? 3 അറകളുണ്ട്. ഓക്കെ. അടുത്തയാണ് ആംഫിബിയൻസ്. എന്താണ്? ആംഫിബിയൻസ്. നമുക്കറിയാം ഉഭയജീവികൾ, വിളിക്കുന്ന പേര് ഉഭയജീവികൾ എന്ന് പറയും, അല്ലെങ്കിൽ ആംഫിബിയ. ആംഫിബിയയുടെ ഹാർട്ട് ചേമ്പറുകളുടെ എണ്ണം നമുക്കറിയാം 3 ആണ്. അപ്പോൾ നമ്മുടെ തവള വരുന്ന ഗ്രൂപ്പാണ് ആംഫിബിയ. ഹാർട്ടിന് എത്ര ചേമ്പറുണ്ട്? 3 ചേമ്പറുണ്ട്. ഓക്കെ. അടുത്തറിയാം ഫിഷസ് അല്ലെങ്കിൽ മത്സ്യങ്ങൾ. ചേമ്പറുകളുടെ എണ്ണം എത്രയാണെന്നറിയാമോ? എത്രയാണ്? 2 ആണ്. അപ്പോൾ ഇത്തരം ഓർത്ത് വെക്കുക. കോക്രോച്ച് അല്ലെങ്കിൽ പാറ്റയുടെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം 13. ഓക്കെ. ഇനി മാമൽസ് അല്ലെങ്കിൽ സസ്തനികളുടെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം 4 ആണ്. ഇനി ബേർഡ്സ് അല്ലെങ്കിൽ പക്ഷികളാണെങ്കിൽ 4 ആണ്. ഓക്കെ. റെപ്റ്റൈൽസ് അല്ലെങ്കിൽ ഉരകങ്ങളാണെങ്കിൽ എത്ര? ആൻസർ 3 ആണ്. ആംഫിബിയ അല്ലെങ്കിൽ ഉഭയജീവികളാണെങ്കിൽ 3 ആണ്. ഓക്കെ. ഫിഷസ് അല്ലെങ്കിൽ എന്താണ്? മത്സ്യങ്ങളാണെങ്കിൽ ഹൃദയത്തിന് 2 അറകളാണ്. ഓക്കെ. ഇനി എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. നമുക്കറിയാം ക്രൊക്കഡൈൽ, മുതല ഒരു റെപ്റ്റൈലാണ്. ഓക്കെ. പക്ഷേ മുതലയുടെ ഹൃദയത്തിന് 4 അറകളുണ്ട്. അപ്പോൾ എക്സാമിന് ചോദിക്കാം, ഹൃദയത്തിന് 4 അറയുള്ള ഉരകം ഏതാണ്? ഏതാണ് ആൻസർ? അത് ക്രൊക്കഡൈലാണ്, മുതലയാണ്. റെപ്റ്റൈൽ ഹാവിംഗ് 4 ചേമ്പേർഡ് ഹാർട്ട്. ഏതാണ് ആൻസർ? അത് ക്രൊക്കഡൈലാണ്. നമുക്കറിയാം ജനറലി റെപ്റ്റൈൽസിന്റെ ഹാർട്ടിന് 3 ചേമ്പറേ ഉള്ളൂ. എന്നാൽ ഹൃദയത്തിന് 4 അറകളുള്ള ഒരു റെപ്റ്റൈൽ എക്സാമ്പിളാണ് ആരെന്നറിയപ്പെടുന്നത്? ക്രൊക്കഡൈൽ. നമ്മൾ ഇനി ഹ്യൂമൻ ഹാർട്ടിലേക്ക് പോവുകയാണ്. ശ്രദ്ധിക്കുക. നമുക്കറിയാം നമ്മുടെ ഹ്യൂമൻ ഹാർട്ടിന് 4 ചേമ്പറുകൾ. നമ്മളൊക്കെ മാമൽസുകളാണ്, സസ്തനികളാണ്. നമ്മുടെ ഹൃദയത്തിന് 4 അറകളുണ്ട്. ഓക്കെ. മുകളിൽ 2 അറകളുണ്ട്, താഴെ 2 അറകൾ. അപ്പർ ചേമ്പേഴ്സും ഉണ്ട്, ലോവർ ചേമ്പേഴ്സും ഉണ്ട്. ഓക്കെ. ഇത് നമ്മൾ മുകളിലത്തെ അറകൾ അല്ലെങ്കിൽ അപ്പർ ചേമ്പേഴ്സിനെ വിളിക്കുന്നവരാണ് ഓറിക്കിൾസ്. എന്താ വിളിക്കുന്നവർ? ഓറിക്കിൾസ്. അപ്പോൾ ഹൃദയത്തിന്റെ മുകളിലത്തെ അറകളെ വിളിക്കുന്നവരാണിത് ഓറിക്കിൾസ്. വിളിക്കുന്നവരാണ് ഓറിക്കിൾസ്. ഹൃദയത്തിന്റെ മുകളിലത്തെ അറകളെ വിളിക്കുന്നവർ ഓറിക്കിൾസ് ആണ്. ഓക്കെ. ഓറിക്കിൾസിനെ വിളിക്കുന്ന മറ്റൊരു ഏട്രിയം. എന്താ വിളിക്കുന്നവർ? ഏട്രിയം. അപ്പോൾ ഹൃദയത്തിന്റെ മുകളിലത്തെ അറകളെ വിളിക്കുന്നത് ഓറിക്കിൾസ് അല്ലെങ്കിൽ ഏട്രിയം എന്ന് പറയും. ഓക്കെ. ഹൃദയത്തിന്റെ ലോവർ ചേമ്പറുകൾ, താഴത്തെ അറകളാണ് വെൻട്രിക്കിൾസ്. എന്താ വിളിക്കുന്നവർ? വെൻട്രിക്കിൾസ്. അപ്പോൾ ശ്രദ്ധിക്കുക. ഹൃദയത്തിന്റെ അപ്പർ ചേമ്പറുകളെ വിളിക്കുന്നവര് ഓറിക്കിൾസ് അല്ലെങ്കിൽ ഏട്രിയം. ലോവർ ചേമ്പറുകളെ വിളിക്കുന്നത് വെൻട്രിക്കിൾസ്. വിളിക്കുന്നവര് വെൻട്രിക്കിൾസ്. ഓക്കെ. ഇത് റൈറ്റ് ഓറിക്കിളാണ്. ഇത് ലെഫ്റ്റ് ഓറിക്കിളാണ്. ഓക്കെ. ഇത് റൈറ്റ് വെൻട്രിക്കിളാണ്.
ഇത് ലെഫ്റ്റ് വെൻട്രിക്കിൾ. അപ്പോൾ RA മീൻ റൈറ്റ് ഓറിക്കിൾ. ഓക്കെ, LA മീൻ ലെഫ്റ്റ് ഓറിക്കിൾ, RV മീൻ ലെഫ്റ്റ് വെൻട്രിക്കിൾ, RV മീൻ റൈറ്റ് വെൻട്രിക്കിൾ, LV മീൻ ലെഫ്റ്റ് വെൻട്രിക്കിൾ. ഓക്കെ, അപ്പോൾ ഹൃദയത്തിൻ്റെ മുകളിലത്തെ അറകളെ വിളിക്കുന്നത് ഓറിക്കിൾസും താഴത്തെ അറകളെ വിളിക്കുന്നത് വെൻട്രിക്കിൾസുമാണ്. ഓക്കെ, അപ്പോൾ റൈറ്റ് ഓറിക്കിൾ, ലെഫ്റ്റ് ഓറിക്കിൾ, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് വെൻട്രിക്കിൾ. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, നമ്മുടെ ശരീരത്തിൽ 3 തരത്തിലുള്ള ബ്ലഡ് വെസൽസുകളുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. ഒന്നാണ് വെയിൻസ്, അടുത്ത ആർട്ടറീസ്, അടുത്ത ക്യാപ്പിലറീസ്. അവർക്ക് ഏതൊക്കെയാണ് വേണ്ടി നമുക്ക് എഴുതാം. ഏതൊക്കെയെന്ന് പറഞ്ഞാൽ ബ്ലഡ് വെസൽസുകൾ. ഒന്നാണ് വെയിൻസ്, മലയാളത്തിൽ സിരകൾ, വിളിക്കുന്നവര് സിരകൾ എന്ന് പറയും. ഓക്കെ, അടുത്താണ് ആർട്ടറീസ്. എന്താണ് ആർട്ടറീസ്? മലയാളത്തിൽ ധമനികൾ, വിളിക്കുന്നവര് ധമനികൾ. ഓക്കെ, അടുത്താണ് ഇതിൽ ക്യാപ്പിലറീസ്. എന്താണ് ക്യാപ്പിലറീസ്? അല്ലെങ്കിൽ ലോമിക, വിളിക്കുന്നവര് ലോമിക. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ പ്രധാനമായിട്ടും 3 ടൈപ്പ് ഓഫ് ബ്ലഡ് വെസൽസുകളുണ്ട്, രക്തക്കുഴലുകളുണ്ട്. ഏതൊക്കെയെന്ന് പറഞ്ഞു? വെയിൻസ്, ആർട്ടറീസ് ആൻഡ് ക്യാപ്പിലറീസ്. ഏതൊക്കെയാണ്? വെയിൻസ്, ആർട്ടറീസ്, ക്യാപ്പിലറീസ്. മലയാളത്തിലാണെങ്കിൽ സിരകൾ, ധമനികൾ, ലോമിക. എന്താണ്? സിരകൾ, ധമനികൾ, ലോമികൾ. ശ്രദ്ധിക്കുക, നമ്മുടെ ഹൃദയത്തിലേക്ക് രക്തത്തെ കൊണ്ടുവരുന്ന രക്തക്കുഴലുകൾ, അവരെ വിളിക്കുന്ന പേരാണിത് വെയിൻസ്. എന്താ പറയുന്നത്? ഹൃദയത്തിലേക്ക് രക്തത്തെ കൊണ്ടുവരുന്ന രക്തക്കുഴലുകളാണിത് വെയിൻസ്. ഓക്കെ, വെയിൻസ് കൊണ്ടുവരുന്ന ബ്ലഡ് എപ്പോഴും ഇംപ്യൂർ. എന്തായിരിക്കും? ഇംപ്യൂർ ആയിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കുക, ഹൃദയത്തിലേക്ക് രക്തത്തെ കൊണ്ടുവരുന്ന ആൾക്കാരാണിത് വെയിൻസ്. വെയിൻസ് ക്യാരി ചെയ്യുന്ന ബ്ലഡ് ജനറലി എന്താണ്? ഇംപ്യൂർ ആണ്, അശുദ്ധ രക്തമാണ്. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, ഹൃദയത്തിൽ നിന്ന് രക്തത്തെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന രക്തക്കുഴലുകൾ വിളിക്കുന്നവരാണിത് ആർട്ടറീസ്. ഓക്കെ, അപ്പോൾ ഹൃദയത്തിൽ നിന്ന് രക്തത്തെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന കൊടുക്കുന്ന ആൾക്കാരെ വിളിക്കുന്നവരാണിത് ആർട്ടറീസ്. ആർട്ടറീസ് ക്യാരി ചെയ്യുന്ന ബ്ലഡ് ജനറലി പ്യുവർ ആയിരിക്കും. എന്തായിരിക്കും? പ്യുവർ. ഓക്കെ, ഇനി ഈ വെയിൻസിനെയും ആർട്ടറിയും പരസ്പരം ബന്ധിപ്പിക്കുന്ന രക്തക്കുഴലുണ്ട്, അവരെ വിളിക്കുക ക്യാപ്പിലറീസ്. എന്താ വിളിക്കുന്നത്? ക്യാപ്പിലറീസ്. അപ്പോൾ ശ്രദ്ധിക്കുക, വെയിൻസിനെയും ആർട്ടറീസിനെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന രക്തക്കുഴലാണിത് ക്യാപ്പിലറീസ്. അപ്പോൾ നമ്മുടെ ബോഡിയിൽ രക്തക്കുഴലുകൾ 3 ടൈപ്പുകളുണ്ട്. ഇത് കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കണം. ബേസ് പോയിന്റുകളാണ്. ഏതൊക്കെയാണ്? വെയിൻസ്, ആർട്ടറീസ്, ക്യാപ്പിലറീസ്. മലയാളത്തിലാണെങ്കിൽ സിരകൾ, ധമനികൾ, ലോമിക എന്ന് പറയാറുണ്ട് അല്ലേ? നമുക്കറിയാം, ഹൃദയത്തിലേക്ക് രക്തത്തെ കൊണ്ടുവരുന്ന ആൾക്കാരാണെന്ത്? ആരാണ്? വെയിൻസ്. ഓക്കെ, ദേ ക്യാരി എന്താണ്? ഇംപ്യൂർ ബ്ലഡ്, അശുദ്ധ രക്തം വഹിക്കുന്നു. ഓക്കെ, ഹൃദയത്തിൽ നിന്ന് രക്തത്തെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന ആൾക്കാരെ വിളിക്കുന്ന പേര് ആർട്ടറീസ് ആണ്, ധമനികൾ. അവർ ക്യാരി ചെയ്യുന്ന ബ്ലഡ് ജനറലി എന്തായിരിക്കും? പ്യുവർ ആയിരിക്കും, ശുദ്ധരക്തമായിരിക്കും. എന്നാൽ ആർട്ടറിയെയും വെയിൻസിനെയും പരസ്പരം കണക്ട് ചെയ്യുന്ന ബ്ലഡ് വെസൽസ്, അവരെ വിളിക്കുന്നവരാണിത് ക്യാപ്പിലറീസ്. അല്ലെങ്കിൽ സിരകളെയും ധമനികളെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന രക്തക്കുഴലാണിത് ക്യാപ്പിലറീസ്. നമ്മൾ പഠിച്ചത് ഹ്യൂമൻ ഹാർട്ടിൻ്റെ കുറേ ബേസ് ഫാക്ടറുകളെ കുറിച്ചാണ്. പ്രധാനമായിട്ടും ഹാർട്ട് ബീറ്റിനെ കുറിച്ചും ഹാർട്ട് ചേമ്പറിനെ കുറിച്ചും ഒക്കെ ബ്ലഡ് വെസൽസിനെ കുറിച്ചൊക്കെയാണ് പഠിച്ചത്. ക്ലാസ്സുകളെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി വരുന്ന ഭാഗത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഹ്യൂമൻ ഹാർട്ടിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചും അവരുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട പോയിന്റുകളുണ്ട്. പിന്നെ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷനെ കുറിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇനിയുള്ള ക്ലാസ്സുകൾ എല്ലാവരും കാണുക. താങ്ക് യു. നമസ്കാരം, ഏവർക്കും ടാലന്റ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കുന്നത് കെമിസ്ട്രിയാണ്. ഈ കെമിസ്ട്രിയിൽ നമ്മൾ എടുത്തിരിക്കുന്നത് നോൺ മെറ്റൽസ് എന്നൊരു ടോപ്പിക്കാണ്. നോൺ മെറ്റൽസ്. അപ്പോൾ അതാണ് നമ്മൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടി എടുത്തുകൊണ്ടിരിക്കുന്നത്. നോൺ മെറ്റൽസ് എന്നൊരു ടോപ്പിക്കാണ്. ഈ നോൺ മെറ്റൽസും നമ്മൾ പഠിച്ചിരിക്കുന്ന ആരൊക്കെയാണ്? ഓർക്കുന്നുണ്ടാവും, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിരുന്നു. ഹൈഡ്രജനെ പഠിച്ചു, ഓക്സിജനെ പഠിച്ചു, കാർബണെ പഠിച്ചു, നൈട്രജൻ പഠിച്ചു, ഫോസ്ഫറസ് നമ്മൾ പകുതി കൊണ്ട് നിർത്തിയേക്കുകയാണ്. ഓർക്കുന്നുണ്ട്, നമ്മൾ 4 നോൺ മെറ്റൽസിനെ കംപ്ലീറ്റ് ആയി പഠിച്ചു. ഫോസ്ഫറസിൻ്റെ പകുതി കൊണ്ട് നമ്മൾ നിർത്തിയേക്കുകയാണ്. ഇന്ന് നമ്മൾ തുടങ്ങുന്നത് ഫോസ്ഫറസിൻ്റെ കോമ്പൗണ്ട്സാണ്. നിർത്തിയിരിക്കുന്നത് ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, കാർബൺ. ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, കാർബൺ അത്രയും പഠിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് നമ്മൾ ആരംഭിക്കുന്നത് ഫോസ്ഫറസിൻ്റെ ഒരു പകുതി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ ആരംഭിക്കുന്നത് ഫോസ്ഫറസിൻ്റെ കോമ്പൗണ്ടാണ്. ഫോസ്ഫറസിൻ്റെ കോമ്പൗണ്ട് നമ്മളിന്ന് പഠിക്കും. അതുപോലെ തന്നെ സൾഫറിനെ കുറിച്ച് നമ്മളിന്ന് പഠിക്കും. ഫോസ്ഫറസിൻ്റെ കോമ്പൗണ്ട് പഠിക്കും, സൾഫറിനെ കുറിച്ച് പഠിക്കും, കാർബൺ ഡൈ ഓക്സൈഡിനെ കുറിച്ച് ചോദിക്കാവുന്ന 5-6 ക്വസ്റ്റ്യൻ. അതൊക്കെ ഇനി അങ്ങോട്ടെല്ലാം ചെറിയ ചെറിയ സെക്ഷനാണ്. വലിയ സെക്ഷനായ ഓക്സിജനും നൈട്രജനും കാർബണും കഴിഞ്ഞു. ഇനി അങ്ങോട്ട് ഇന്ന് പഠിക്കുന്ന എല്ലാം ചെറിയ ചെറിയ സെക്ഷനാണ്. 1-2 ക്വസ്റ്റ്യൻ വെച്ചുള്ള ചെറിയ ചെറിയ നോൺ മെറ്റൽസ് അല്ലെങ്കിൽ അലോഹങ്ങളാണ്. അതിൽ ഫോസ്ഫറസിൻ്റെ കോമ്പൗണ്ട്സ് പഠിക്കും, സൾഫർ പഠിക്കും, കാർബൺ ഡൈ ഓക്സൈഡ് പഠിക്കും, അമോണിയ പഠിക്കും, ഇനർട്ട് ഗ്യാസസ് അലസവാതകങ്ങൾ, അതുപോലെ തന്നെ ഹാലജൻസ്. ആരൊക്കെയാണ് ഹാലജൻസ്? അവയുടെ അറ്റോമിക് നമ്പർ, ഹാലജൻസും പഠിക്കും. ഇത്രയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ആരംഭിക്കാം. നോൺ മെറ്റൽസ് ആണ് നമ്മളിന്ന് പഠിക്കുന്നത്. ശ്രദ്ധിക്കാം, നോൺ മെറ്റൽസിന്റെ ഒരു 3ാമത്തെ വീഡിയോ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോൺ മെറ്റൽസ്. അപ്പോൾ നമ്മൾ പഠിച്ചിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, ഹൈഡ്രജൻ, ഓക്സിജൻ, കാർബൺ, നൈട്രജൻ. ഇത്രയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അത്രയും നിങ്ങൾ പഠിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു. ഫോസ്ഫറസിന്റെ പകുതി നമ്മൾ കൊണ്ട് നിർത്തിയിരുന്നു.
ഫോസ്ഫറസിന്റെ പകുതി നമ്മൾ കൊണ്ട് നിർത്തിയിരുന്നു. ഓർക്കുന്നുണ്ടായിരിക്കും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫോസ്ഫറസിന്റെ പകുതിയാണ് കൊണ്ട് നിർത്തിയത്. ഫോസ്ഫറസിന്റെ സിമ്പൽ പി പറഞ്ഞ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് ഞാൻ എഴുതുന്നില്ല, ജസ്റ്റ് ഒന്ന് പറയാം. കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയ ക്വസ്റ്റ്യൻസ് ഒന്ന് ഫോസ്ഫറസിന്റെ സിമ്പൽ പി ആണെന്ന് പറഞ്ഞു, ഓർക്കുന്നുണ്ടാവും. ഫോസ്ഫറസിന്റെ സിമ്പൽ പി ആണെന്ന് പറഞ്ഞു. അതുപോലെ അറ്റോമിക് നമ്പർ 15 ആണെന്ന് പറഞ്ഞു. ഫോസ്ഫറസിന്റെ പിതാവിന് നമ്മൾ പറഞ്ഞു ഹെന്നിങ് ബ്രാൻഡ്. ഫോസ്ഫറസിന്റെ സിമ്പൽ പി ആണ്, അറ്റോമിക് നമ്പർ 15 ആണ്, പിതാവ് ഹെന്നിങ് ബ്രാൻഡ്. ഓക്കെയാണ്. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞു നമ്മുടെ മനുഷ്യന്റെ ഹ്യൂമൻ DNA-യിലും RNA-യിലും കാണപ്പെടുന്ന മൂലകമാണ് ഇത് ഫോസ്ഫറസ്. പറഞ്ഞിരിക്കുന്നു മെറ്റൽ അല്ലെങ്കിൽ നോൺ മെറ്റൽ വിച്ച് പ്രസന്റ് ഇൻ ഹ്യൂമൻ DNA ആൻഡ് RNA. മനുഷ്യന്റെ DNA-യിലും RNA-യിലും കാണാൻ കഴിയുന്ന ഒരു അലോഹമാണ് ഇത് നമ്മുടെ ഫോസ്ഫറസ്. എലോങ് വിത്ത് ആരുടെ കൂടെ? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ. കാർബൺ, നൈട്രജൻ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവരുടെ കൂടെ തന്നെ DNA-യുടെയും RNA-യുടെയും അകത്ത് കാണപ്പെടുന്ന ഒരു അലോഹം അല്ലെങ്കിൽ നോൺ മെറ്റലാണ് ഇത് ഫോസ്ഫറസ് എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ കാറ്റിൽ ബോൺ പൗഡർ, എല്ലുപൊടി. കാറ്റിൽ ബോൺ പൗഡർ, എല്ലുപൊടി ഉണ്ട് കാറ്റിൽ. കന്നുകാലിയുള്ള എല്ലുപൊടിയിൽ ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്ന അല്ലെങ്കിൽ കന്നുകാലിയുള്ള എല്ലുപൊടി വളമായി ഉപയോഗിക്കാൻ കാരണവാനാണ് അതിലെ ഫോസ്ഫറസിന്റെ കണ്ടന്റ് ആണ്. കന്നുകാലിയുടെ എല്ലുപൊടി അല്ലെങ്കിൽ കാറ്റിൽ ബോൺ പൗഡർ ഒരു ഫെർട്ടിലൈസറായി ഉപയോഗിക്കാൻ കാരണവാനാണ് അതിലടങ്ങിയിരിക്കുന്ന ഫോസ്ഫറസിന്റെ അളവാണ്. ഓക്കെയാണ്. അതുപോലെ നമ്മൾ പറഞ്ഞിരുന്നു വെളുത്തുള്ളി, സ്മെൽ ഓഫ് ഗാർലിക്, വെളുത്തുള്ളിന്റെ സ്മെല്ലുള്ള ഒരു മൂലകമാണ് ഇത് വൈറ്റ് ഫോസ്ഫറസ് അല്ലെങ്കിൽ വെളുത്ത ഫോസ്ഫറസ്. സ്മെൽ ഓഫ് എലമെന്റ് വിച്ച് സ്മെൽ ഓഫ് ഗാർലിക്, വെളുത്തുള്ളിന്റെ സ്മെല്ലുള്ളതായിരുന്നു. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയതൊക്കെ ഒന്നും കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്തിരുന്നു. 15 നമ്മൾ എഴുതിയിരിക്കുന്നു. പിതാവിനെ നമ്മൾ എഴുതി, ഓർക്കുന്നുണ്ടായിരിക്കും, പെട്ടെന്ന് എഴുതിയേക്കാം. പിതാവ് ഹെന്നിങ് ബ്രാൻഡ് എന്ന് നമ്മൾ എഴുതിയിരുന്നു. അതുപോലെ സ്മെൽ ഓഫ് ഗാർലിക് ആണെങ്കിൽ ഇത് വൈറ്റ് ഫോസ്ഫറസ് ആണ്. അതുപോലെ കെപ്റ്റിൻ വാട്ടർ, ജലത്തിൽ സൂക്ഷിക്കുന്ന ഏതാണ്? ഇതേ വൈറ്റ് ഫോസ്ഫറസ് ആണ് ജലത്തിൽ സൂക്ഷിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഹ്യൂമൻ DNA-യിലും RNA-യിലും കാണപ്പെടുന്ന മൂലകം. പിന്നെ പറഞ്ഞ കാറ്റിൽ ബോൺ പൗഡർ ഇതിലും ആരാണ്? ഇത്രയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയിരിക്കുന്നത്. ഫോസ്ഫറസ് ആണ്, ഒന്നുകൂടെ പഠിക്കുന്നു. സിമ്പൽ പി ആണ് പിതാവ്. സിമ്പൽ പി അറിയാലോ, സിമ്പൽ പി ആണ്. അറ്റോമിക് നമ്പർ 15 ആണ്. പിതാവ് ഹെന്നിങ് ബ്രാൻഡ് ആണ്. സ്മെൽ ഓഫ് എലമെന്റ് വിച്ച് സ്മെൽ ഓഫ് ഗാർലിക്, വൈറ്റ് ഫോസ്ഫറസ് ആണ്. എലമെന്റ് വിച്ച് കെപ്റ്റിൻ വാട്ടർ, ജലത്തിൽ സൂക്ഷിക്കുന്ന മൂലകം ഇത് തന്നെ വൈറ്റ് ഫോസ്ഫറസ് ആണ്. എലമെന്റ് വിച്ച് പ്രസന്റ് ഇൻ ഹ്യൂമൻ DNA ആൻഡ് RNA, മനുഷ്യന്റെ DNA-യിലും RNA-യിലും കാണപ്പെടുന്ന മൂലകം ഇത് തന്നെ വൈറ്റ് ഫോസ്ഫറസ് ആണ്. അതുപോലെ തന്നെ എന്താണ്? കാറ്റിൽ ബോൺ അല്ലെങ്കിൽ കാറ്റിൻ ബോൺ പൗഡർ ഒരു ഫെർട്ടിലൈസറായി ഉപയോഗിക്കാൻ കാരണമാരാണ്? അതിലെ എൻറിച്ച്ഡ് അമൗണ്ട് ഓഫ് ഫോസ്ഫറസ്, അതിലെ ഫോസ്ഫറസിന്റെ അളവാണ്. അതിൽ ഒരുപാട് എമൗണ്ട് ഫോസ്ഫറസ് അടങ്ങിയിട്ടുണ്ട്, അതാണ് അതിന് കാരണം. ഓക്കെയാണ്. കഴിഞ്ഞില്ല. ഇനി നമ്മൾ ഇവിടെയാണ് കഴിഞ്ഞ ക്ലാസ് നിർത്തിയത്. ഇനി നമുക്ക് ആരംഭിക്കാം ഫോസ്ഫറസിന്റെ കോമ്പൗണ്ട്. ഫോസ്ഫറസിന്റെ നമുക്ക് കുറച്ച് കോമ്പൗണ്ട്സുകളെ കുറിച്ച് പഠിക്കാനുണ്ട്. നമുക്ക് പഠിക്കാനുണ്ട്. ശ്രദ്ധിക്കാം. ഫോസ്ഫറസിന്റെ കുറച്ച് കോമ്പൗണ്ട് ആണ്. അതിൽ ആദ്യം പറയും ഫോസ്ഫറസ് കോമ്പൗണ്ട് വിത്ത് സ്മെൽ ഓഫ് റോട്ടൺ ഫിഷ്. അഴുകിയ മത്സ്യത്തിന്റെ ഗന്ധമുള്ള ഫോസ്ഫറസ് കോമ്പൗണ്ട് ആണ് ഫോസ്ഫീൻ. ഫോസ്ഫറസ് കോമ്പൗണ്ട് വിത്ത് സ്മെൽ ഓഫ് റോട്ടൺ ഫിഷ്, അഴുകിയ മത്സ്യത്തിന്റെ ഗന്ധമുള്ള ഫോസ്ഫറസ് കോമ്പൗണ്ട് ആണ് ഇത് ഫോസ്ഫീൻ. അപ്പൊ ഫോസ്ഫീൻ ആണ്. ഇക്വേഷൻ വേണം pH3. ഇക്വേഷൻ pH3 ആണ്. ശ്രദ്ധിക്കാം. ഫോസ്ഫീൻ തിരിയരുത്. അപ്പൊ ഫോസ്ഫീൻ നടുക്കൊരു P ഉണ്ട്. P = ഫോസ്ഫറസ് എന്ന് ആലോചിക്കുക. നടുക്കിടക്കുന്ന P = ഫോസ്ഫറസ് എന്ന് ആലോചിക്കുക. ഫോസ്ഫറസ് വിത്ത് സ്മെൽ ഓഫ് റോട്ടൺ ഫിഷ്, അഴുകിയ മത്സ്യത്തിന്റെ ഗന്ധമുള്ള ഫോസ്ഫറസ് സംയുക്തമാണ് ഇത് ഫോസ്ഫീൻ. അതില് ആ നടുക്കുള്ള P = ഫോസ്ഫറസ് എന്ന് ആലോചിക്കുക. ഓർത്തിരിക്കും. അതേസമയം തിരിയരുത്. മറ്റൊരു കോമ്പൗണ്ട് ഉണ്ട്, കാർബൺ കോമ്പൗണ്ട് നമുക്ക് വേണമെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ നമുക്ക് പറയാം കോമ്പൗണ്ട് വിച്ച് യൂസ്ഡ് ഇൻ ഫസ്റ്റ് വേൾഡ് വാർ caused the death of 1 lakh people. Chemical poison or chemical compound or carbon compound which used in first world war caused death of 1 lakh people. Chemical compound or chemical poison or carbon compound which used in first world war caused death of 1 lakh people. ഒന്നാം ലോക മഹായുദ്ധത്തിൽ 1 ലക്ഷം പേരുടെ മരണത്തിനിടയാക്കിയ അതിശക്തമായ ഒരു പോയിസൺ ആണ് ഇത്. അതാണ് ഫോസ്ജീൻ. തിരിയരുത്, ഫോസ്ജീൻ ആണ്. ഇക്വേഷൻ COCl2 തിരിയരുത്, ഫോസ്ജീൻ.
അപ്പോൾ നടുക്ക് ഇവിടെ ജി ഹൈലൈറ്റ്, രണ്ടുപേരെയും സ്പെല്ലിംഗ് ഏകദേശം ഒരേപോലാണ്. രണ്ടുപേരെയും സ്പെല്ലിംഗ് ഏകദേശം ഒരേപോലെ ഇരിക്കുകയാണ്. ഇവിടെ ഫോസ്ഫീൻ, അതാണ് ഞാൻ തിരിയാതിരിക്കാൻ. രണ്ടുപേരെയും സ്പെല്ലിംഗ് ഇവിടെ ഫോസ്ഫീൻ ആണ്, ഇവിടെ ഫോസ്ജീൻ ആണ്. അപ്പൊ രണ്ടുപേരെയും സ്പെല്ലിംഗ് ഒരേപോലെയാണ്. തിരിയാതിരിക്കാനെ കൊണ്ടാണ് ഞാൻ ഇവിടെ എന്ത് ചെയ്തതാ, പി ആരോ കൊടുത്തിട്ട് ഫോസ്ഫറസ് ആണെന്ന് കൊടുത്തത്. എന്നാൽ ഇവിടെ ഫോസ്ജീൻ ആണ്, തിരിയരുത്. ഫോസ്ജീൻ ഈസ് എ കെമിക്കൽ കോമ്പൗണ്ട് ഓർ കെമിക്കൽ പോയിസൺ ഓർ കാർബൺ കോമ്പൗണ്ട് വിച്ച് യൂസ്ഡ് ഇൻ ഫസ്റ്റ് വേൾഡ് വാർ കോസ്ഡ് ഡെത്ത് ഓഫ് 1 lakh പീപ്പിൾ. ഒന്നാം ലോക മഹായുദ്ധത്തിൽ 1,00,000 പേരുടെ മരണത്തിനിടയാക്കിയ അതിശക്തമായ പോയിസൺ ആണ് ഇത്, ഫോസ്ജീൻ. ഓക്കെയാണ്. അപ്പോൾ അവിടെ നമ്മൾ കഴിയുന്നു. ഫോസ്ഫറസിന്റെ കോമ്പൗണ്ടിൽ എനിക്ക് പറയാനുള്ളത് ഏറ്റവും വിലപ്പെട്ട കോമ്പൗണ്ടാണ് ഏത്, ഈ രണ്ട് കോമ്പൗണ്ട്. അതിലൊന്ന് ഇത് ഫോസ്ഫറസിന്റെ കോമ്പൗണ്ട് അല്ല, ഇത് കാർബൺ കോമ്പൗണ്ട് ആണ്. എന്നാൽ ഫോസ്ഫറസിന്റെ കോമ്പൗണ്ടുമായി ഇത് പരസ്പരം തിരിയരുത്. അപ്പൊ നമ്മൾ ഫോസ്ഫറസ് അവിടെ കഴിയുന്നു, ഫോസ്ഫറസ് അവസാനിക്കുന്നു. ഇന്ന് പഠിപ്പിച്ചു തുടങ്ങിയത് ഫോസ്ഫറസിന്റെ കോമ്പൗണ്ട് അല്ലെങ്കിൽ സംയുക്തങ്ങളാണ്. അത് ആദ്യം പഠിപ്പിച്ചത് ഫോസ്ഫറസ് കോമ്പൗണ്ട് വിത്ത് സ്മെൽ ഓഫ് റോട്ടൺ ഫിഷ് ആണ്, അത് ഫോസ്ഫീൻ, PH3 ആണ് ഫോസ്ഫറസ്. തിരിയരുത്. ഇത് അടുത്തതാണ് ഫോസ്ജീൻ. ഫസ്റ്റ് വേൾഡ് വാർ കോസ്ഡ് ഡെത്ത് ഓഫ് 1 lakh പീപ്പിൾ. COCl2 അത് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം, കാർബണൈൽ ഡൈക്ലോറൈഡ് എന്ന് പറയാം. അതിനെ എക്സ്പാൻഡ് ചെയ്താൽ പറയാം കാർബണൈൽ ഡൈക്ലോറൈഡ്. അതിനെ എക്സ്പാൻഡ് ചെയ്താൽ പറയാം കാർബണൈൽ ഡൈക്ലോറൈഡ് ആണത്, കാർബണൈൽ ഡൈക്ലോറൈഡ്. ഓക്കെയാണ്. അപ്പൊ നമ്മൾ ഫോസ്ഫറസ് അവിടെ കഴിയുന്നു. ഫോസ്ഫറസിന്റെ എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു. ഈ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ഫോസ്ഫറസിന്റെ സിംബൽ P ആണ്, അറ്റോമിക് നമ്പർ 15 ആണ്, പിതാവ് ഹെന്നിങ് ബ്രാൻഡ് ആണ്, മനുഷ്യന്റെ DNA-ലും RNA-ലും കാണപ്പെടുന്ന മൂലകം ഫോസ്ഫറസ് ആണ്. അതുപോലെ തന്നെ എലമെന്റ് വിച്ച് കെപ്റ്റ് ഇൻ വാട്ടർ, ജലത്തിൽ സൂക്ഷിക്കുന്ന മൂലകം വൈറ്റ് ഫോസ്ഫറസ് ആണ്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു സ്മെൽ ഓഫ് ഗാർലിക്, വെളുത്തുള്ളിനത് മണമുള്ള ഒരു എലമെന്റ് ആണ് ഇത്, വൈറ്റ് ഫോസ്ഫറസ്. അത്രയും പറഞ്ഞു. പിന്നെ പറഞ്ഞത് ഫോസ്ഫീൻ പറഞ്ഞു, ഫോസ്ജീൻ പറഞ്ഞു. ഇനി അടുത്ത പറയാം സൾഫർ. അടുത്ത നമുക്ക് പറയാം സൾഫർ ആണ്. സൾഫറിന്റെ സിംബൽ ഏത്, S. സൾഫർ ആണ്. അടുത്ത നമ്മൾ പറയുന്നു സൾഫർ സിംബൽ S ആണ്. ആദ്യ ക്വസ്റ്റ്യൻ അറ്റോമിക് നമ്പർ ഓഫ് സൾഫർ. സൾഫറിന്റെ അറ്റോമിക് നമ്പർ ആണ് 16. അറ്റോമിക് നമ്പർ ഓഫ് സൾഫർ 16 ആണ്. നെക്സ്റ്റ് എനിമി ഓഫ് കോപ്പർ. കോപ്പറിന്റെ ശത്രു എന്ന് വിളിക്കുന്നു സൾഫർ. ഇനി കോപ്പറുമായി കൂടിച്ചേരില്ല, കോപ്പറുമായി കൂടിച്ചേരില്ല, അല്ലെങ്കിൽ കോപ്പറുമായി കൂടിച്ചേർന്നാൽ പെട്ടെന്ന് റിയാക്ട് ചെയ്ത് പോകും. അതുകൊണ്ടാണ് നമ്മൾ വിളിക്കുന്നത് എനിമി ഓഫ് കോപ്പർ. കോപ്പറിന്റെ ശത്രു എന്ന് വിളിക്കുന്നു ആരെ, സൾഫർ ആണ്. സിംബൽ S ആണ്. അറ്റോമിക് നമ്പർ 16 16 ആണ്. എനിമി ഓഫ് കോപ്പറിന്റെ ശത്രു എന്ന് വിളിക്കുന്നു. ദെൻ അതുപോലെ തന്നെ എന്താണ്, അതുപോലെ നമുക്ക് പറയാം ഇറ്റ് ഓൾസോ നോൺ ആസ് ബ്രിംസ്റ്റോൺ. അല്ലെങ്കിൽ നമുക്ക് മലയാളത്തിൽ വിളിക്കാം ഗന്ധകം. ഇറ്റ് ഓൾസോ നോൺ ആസ് ബ്രിംസ്റ്റോൺ അല്ലെങ്കിൽ നമുക്ക് മലയാളത്തിൽ വിളിക്കാം ഗന്ധകം അല്ലെങ്കിൽ ബ്രിംസ്റ്റോൺ എന്നറിയപ്പെടുന്നു ആര്, സൾഫർ. അപ്പൊ സൾഫർ ആണ്. സൾഫറിന്റെ പ്രധാനപ്പെട്ട വളരെ ഫേമസ് ആയ 3 ക്വസ്റ്റ്യൻ നമ്മൾ കഴിയുന്നു. സൾഫർ സിംബൽ S, അറ്റോമിക് നമ്പർ 16 16 ആണ്. എനിമി ഓഫ് കോപ്പറിന്റെ ശത്രു എന്ന് വിളിക്കുന്നു ആരെ, സൾഫർ. അതുപോലെ ബ്രിംസ്റ്റോൺ അല്ലെങ്കിൽ ഗന്ധകം എന്ന് വിളിക്കുന്നു ആര്, സൾഫർ. അടുത്തത് സൾഫർ ഡയോക്സൈഡ് അല്ലെങ്കിൽ SO2 ആണ്. സൾഫർ ഡയോക്സൈഡിന്റെ അവിടെ നിന്നുള്ള PSC ക്വസ്റ്റ്യൻസ് ഒന്ന് റീസൺ ഫോർ താജ്മഹൽ കളർ ഫെയ്ഡിങ്. താജ്മഹലിന്റെ കളർ ഫെയ്ഡ് ആവാൻ കാരണക്കാരനായ സൾഫർ സംയുക്തമാണ് ഇത്, സൾഫർ ഡയോക്സൈഡ് അല്ലെങ്കിൽ SO2. അതുപോലെ റീസൺ ഫോർ ആസിഡ് റെയിൻ കാരണക്കാരൻ സൾഫർ ഡയോക്സൈഡ് ആണ്. അത് സൾഫർ ഡയോക്സൈഡ് പ്ലസ് നൈട്രസ് രണ്ടുപേരും ഉണ്ട്. സൾഫർ ഡയോക്സൈഡ് പ്ലസ് നൈട്രസ് ഓക്സൈഡ്. അപ്പോൾ സൾഫർ ഡയോക്സൈഡിന്റെ അവിടെ നിന്ന് 2 ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് റീസൺ ഫോർ കളർ ഫെയ്ഡിങ്. താജ്മഹലിന്റെ കളർ ഫെയ്ഡിങ്ങിന് കാരണക്കാരനായ സംയുക്തമാണ് ഇത്, സൾഫർ ഡയോക്സൈഡ് SO2. അതുപോലെ തന്നെ ആസിഡ് റെയിൻ കാരണക്കാരനായ സംയുക്തമാണ് ഇത്, സൾഫർ ഡയോക്സൈഡ്. അത് സൾഫർ ഡയോക്സൈഡ് മാത്രമല്ല SO2 പ്ലസ് N2O രണ്ടുപേരുണ്ട്. സൾഫർ ഡയോക്സൈഡും നൈട്രസ് ഓക്സൈഡും. അപ്പം അത് സൾഫർ ഡയോക്സൈഡും നൈട്രസ് ഓക്സൈഡും ഉണ്ട്. റീസൺ ഫോർ ആസിഡ് റെയിൻ കാരണക്കാരനായ സംയുക്തമാണ് ഇത്, സൾഫർ ഡയോക്സൈഡും നൈട്രസ് ഓക്സൈഡും. ഓക്കെയാണ്. അപ്പം ഈ 2 പേരെയും കൂടെ പഠിച്ചാൽ അവിടെ കഴിയും. ഓക്കെയാണ്. സൾഫർ ചെറിയൊരു സെക്ഷനാണ്. സൾഫർ എങ്ങാനും ക്വസ്റ്റ്യൻ ചോദിച്ചാൽ കിട്ടിക്കോണം. കഴിഞ്ഞു. സൾഫർ സിംബൽ S, അറ്റോമിക് നമ്പർ 16 16. എനിമി ഓഫ് കോപ്പറിന്റെ ശത്രു എന്ന് അറിയപ്പെടുന്നു സൾഫർ. ബ്രിംസ്റ്റോൺ ഗന്ധകം എന്ന് വിളിക്കുന്നു സൾഫർ. അതുപോലെ തന്നെ സൾഫർ ഡയോക്സൈഡ് 2 ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് റീസൺ ഫോർ താജ്മഹൽ കളർ ഫെയ്ഡിങ്, താജ്മഹലിന്റെ കളർ പോകാൻ കാരണക്കാരൻ. അതുപോലെ റീസൺ ഫോർ ആസിഡ് റെയിൻ കാരണക്കാരൻ. അത് സൾഫർ ഡയോക്സൈഡ് മാത്രമല്ല നൈട്രസ് ഓക്സൈഡും ഉണ്ട്. ഓക്കെയാണ്.
അപ്പൊ കഴിയുന്നു. ഒന്നുകൂടെ സൾഫർ സിമ്പൽ എസ്, എനിമി ഓഫ് കോപ്പർ, ബ്രിംസ്റ്റോൺ ഓർ ഗന്ധകം, സൾഫർ ഡയോക്സൈഡ് അവിടെ നിന്ന് ചോദിക്കാവുന്ന 2 ക്വസ്റ്റ്യൻ ആണ്. താജ്മഹലിന്റെ കളർ ഫെയ്ഡിങ്ങിന് കാരണം, താജ്മഹലിന്റെ കളർ മാറ്റം സംഭവിക്കാൻ കാരണം, ആസിഡ് റെയിനിന് കാരണം സൾഫർ ഡയോക്സൈഡ്. താജ്മഹലിന്റെ കളർ ഫെയ്ഡിങ് എന്ന് പറഞ്ഞാൽ ഈ ആസിഡ് റെയിൻ വന്ന് വീഴുന്നിട്ട് താജ്മഹലിന്റെ കളറിന് മാറ്റം വരും. അപ്പൊ ആസിഡ് റെയിനുള്ള കമ്പോണന്റ് ആണ് സൾഫർ ഡയോക്സൈഡ്. സോ ദാറ്റ്സ് എ സൾഫർ ഡയോക്സൈഡ് ഇസ് എ റീസൺ ഫോർ കളർ ഫെയ്ഡിങ് ഓഫ് താജ്മഹൽ. റൈറ്റ്, ഓക്കെ ആണ്. നമുക്ക് അടുത്ത് നമുക്ക് പറയാം കാർബൺ ഡയോക്സൈഡ് ആണ്. കാർബൺ ഡയോക്സൈഡ് വളരെ വളരെ ഫേമസ് ആയ ഒരു സെക്ഷനാണ് കാർബൺ ഡയോക്സൈഡ്. നമുക്ക് പറയാം കാർബൺ ഡയോക്സൈഡ് സിമ്പല് അറിയാലോ, CO2. ചെറിയൊരു സെക്ഷനാണ് കാർബൺ ഡയോക്സൈഡ്. CO2 ആണ്. ആദ്യ ക്വസ്റ്റ്യൻ, പിതാവ് ജോസഫ് ബ്ലാക്ക്. കാർബൺ ഡയോക്സൈഡിന്റെ പിതാവാണ്, വളരെ ഫേമസ് ആണ് ജോസഫ് ബ്ലാക്ക്. ഇസ് ഓൾസോ ഫാദർ ഓഫ് മെഗ്നീഷ്യം. നമ്മൾ പഠിച്ചിരിക്കുന്നു, ഇസ് ഓൾസോ ഫാദർ ഓഫ് മെഗ്നീഷ്യം. നമ്മുടെ മെഗ്നീഷ്യത്തിന്റെ പിതാവുമാര് തന്നെ ഇതേ ജോസഫ് ബ്ലാക്ക് തന്നെയാണ്. എന്നാൽ തിരിയരുത്, ഫാദർ ഓഫ് ഓക്സിജൻ നമ്മൾ പഠിച്ചു, അത് ജോസഫ് പ്രീസ്ലി ആണ്. അതും ജോസഫ് ആണ്, പക്ഷെ അത് ജോസഫ് പ്രീസ്ലി ആണ്. തിരിയരുത്. കാർബൺ ഡയോക്സൈഡിന്റെ പിതാവ് ജോസഫ് ബ്ലാക്ക് ആണ്. ഇസ് ഓൾസോ ഫാദർ ഓഫ് മെഗ്നീഷ്യം. മെഗ്നീഷ്യത്തിന്റെ പിതാവും ഇതേ ജോസഫ് ബ്ലാക്ക് തന്നെയാണ്. എന്നാൽ അതേസമയം ഫാദർ ഓഫ് ഓക്സിജന്റെ പിതാവ് ജോസഫ് പ്രീസ്ലി. ഇത്ര നേരം പറഞ്ഞു ജോസഫ് ബ്ലാക്ക് ആണ്, രണ്ടും ജോസഫ് ആണ്. അത് ജോസഫ് പ്രീസ്ലി ആണ്, ഇത് ജോസഫ് ബ്ലാക്ക് ആണ്. റൈറ്റ്, ഓക്കെ ആണ്. കഴിഞ്ഞില്ല. നെക്സ്റ്റ് അടുത്ത നമുക്ക് പറയാം. അടുത്തത് കാർബൺ ഡയോക്സൈഡിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇസ് എ റീസൺ ഫോർ ഗ്രീൻ ഹൗസ് എഫക്റ്റ്. ഗ്രീൻ ഹൗസ് എഫക്റ്റിന് കാരണക്കാരനായ ഗ്യാസാണ് ഇത്. നമ്മുടെ കാർബൺ ഡയോക്സൈഡ്. റീസൺ ഫോർ ഗ്ലോബൽ വാർമിങ്ങിന് കാരണക്കാരനായ ഗ്യാസാണ് ഇത് കാർബൺ ഡയോക്സൈഡ്. റീസൺ ഫോർ ഗ്രീൻ ഹൗസ് എഫക്റ്റ്, റീസൺ ഫോർ ഗ്ലോബൽ വാർമിംഗ്. കിട്ടിയായിരുന്നോ? എലമെന്റ് വിച്ച് റീസൺ ഫോർ ഗ്രീൻ ഹൗസ് എഫക്റ്റ്. ഗ്രീൻ ഹൗസ് എഫക്റ്റിന് കാരണക്കാരനായ എലമെന്റ്സ് ആരൊക്കെ, അല്ലെങ്കിൽ എലമെന്റ് ആര്? ആൻസർ ചെയ്ത് കാർബൺ ഡയോക്സൈഡ്. അതുപോലെ തന്നെ എലമെന്റ് വിച്ച് റീസൺ ഫോർ ഗ്ലോബൽ വാർമിങ്ങിന് കാരണക്കാരനായ എലമെന്റും ആര് തന്നെ? ഇതേ കാർബൺ ഡയോക്സൈഡ് ആണ്. കഴിയില്ല. നെക്സ്റ്റ് ദെൻ നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ പെർസെന്റേജ് ഓഫ് കാർബൺ ഡയോക്സൈഡ് ഇൻ അറ്റ്മോസ്ഫിയറിലെ കാർബൺ ഡയോക്സൈഡിന്റെ പെർസെന്റേജ് ആണ് 0.03%. Percentage of carbon dioxide in atmosphere 0.03%. എങ്ങനെ? കാർബൺ ഡയോക്സൈഡ് പിതാവ് ജോസഫ് ബ്ലാക്ക്, ഇസ് ഓൾസോ ഫാദർ ഓഫ് മെഗ്നീഷ്യം. നമ്മുടെ മെഗ്നീഷ്യത്തിന്റെ പിതാവും ഇതേ ജോസഫ് ബ്ലാക്ക്. എന്നാൽ ഓക്സിജന്റെ പിതാവ് ആര്? ജോസഫ് പ്രീസ്ലി. അതേസമയം ഗ്രീൻ ഹൗസ് എലമെന്റ് വിച്ച് റീസൺ ഫോർ ഗ്രീൻ ഹൗസ് എഫക്റ്റിന് കാരണക്കാരനായ ഒരു മൂലകം അല്ലെങ്കിൽ ഒരു സംയുക്തം അല്ലെങ്കിൽ ഒരു മൂലകം കോമ്പൗണ്ട് ആണ് ഇത് കാർബൺ ഡയോക്സൈഡ്. എലമെന്റ് വിച്ച് റീസൺ ഓഫ് ഗ്ലോബൽ വാർമിംഗ് ഓർ കോമ്പൗണ്ട് വിച്ച് റീസൺ ഓഫ് ഗ്ലോബൽ വാർമിങ്ങിന് റീസൺ ആയിട്ടുള്ള, അതിന് കാരണമായിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ് ഇത് കാർബൺ ഡയോക്സൈഡ്. എക്സ്ട്രാ പെർസെന്റേജ് ഓഫ് കാർബൺ ഡയോക്സൈഡ് പെർസെന്റേജ് അറ്റ്മോസ്ഫിയറിലെ കാർബൺ ഡയോക്സൈഡിന്റെ അളവാണ് ഇത് 0.03%. കഴിഞ്ഞില്ല. നെക്സ്റ്റ് സോളിഡ് CO2. ഖരാവസ്ഥയിലുള്ള CO2വിനെയാണ് ഡ്രൈ ഐസ് എന്ന് വിളിക്കുന്നത്. അടുത്ത ഡ്രൈ ഐസ് എന്ന് വിളിച്ചാൽ ആരെയാണ്? സോളിഡ് CO2. ഖരാവസ്ഥയിലുള്ള CO2വിനാണ്. ഇത് PQ ആണ്. നോക്കിക്കോണം. സോളിഡ് CO2 ഈസ് കോൾഡ് ഡാഷ്. ഖരാവസ്ഥയിലുള്ള കാർബൺ ഡയോക്സൈഡിനെ വിളിക്കുന്നതാണ് ഡ്രൈ ഐസ് എന്ന് പറഞ്ഞാൽ സോളിഡ് CO2 ആണ് ഡ്രൈ ഐസ്. ജോസഫ് ബ്ലാക്ക് ആണ്. ഇസ് ഓൾസോ ഫാദർ ഓഫ് മെഗ്നീഷ്യം ആണ്. ഫാദർ ഓഫ് ഓക്സിജൻ ആണെങ്കിൽ ജോസഫ് പ്രീസ്ലി ആണ്. ഗ്രീൻ ഹൗസ് എഫക്റ്റിന് കാരണക്കാരനാണ്. ഗ്ലോബൽ വാർമിങ്ങിന് കാരണക്കാരനാണ്. അതുപോലെ പെർസെന്റേജ് ഓഫ് കാർബൺ ഡയോക്സൈഡ് പ്രസന്റ് ഇൻ അറ്റ്മോസ്ഫിയർ 0.03% ആണ്. സോളിഡ് CO2 ആണെങ്കിൽ ഏത്? ഡ്രൈ ഐസിന് കാരണക്കാരനാണ് ആര്? സോളിഡ് CO2 അല്ലെങ്കിൽ ഡ്രൈ ഐസ് എന്ന് അറിയപ്പെടുന്നത്. ഡ്രൈ ഐസിന് കാരണമല്ല വിച്ച് ഓഫ് ദി ഫോളോയിങ്. ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? വിച്ച് ഓഫ് ദി ഫോളോയിങ് കോമ്പൗണ്ട് ഈസ് നോൺ ആസ് ഡ്രൈ ഐസ് എന്ന പേരിൽ അറിയപ്പെടുന്ന കോമ്പൗണ്ട് ചെയ്ത് ആൻസർ ചെയ്ത് സോളിഡ് CO2 അല്ലെങ്കിൽ മലയാളത്തിൽ ഖരാവസ്ഥയിലുള്ള കാർബൺ ഡയോക്സൈഡിനെ വിളിക്കുന്ന പേരാണ് ഇത് ഡ്രൈ ഐസ്. ഓക്കെയാണ്. ഇനി എന്ത് ചെയ്യുക? കാർബൺ ഡയോക്സൈഡ് പ്ലസ് വാട്ടർ ആണ് നമ്മുടെ സോഡ വാട്ടർ. കിട്ടി. അടുത്ത പോയിന്റ് കാർബൺ ഡയോക്സൈഡ് പ്ലസ് വാട്ടർ. കാർബൺ ഡയോക്സൈഡിന്റെ കൂടെ വാട്ടർ ചേർത്താൽ വിളിക്കും സോഡ വാട്ടർ. കിട്ടിയായിരുന്നോ? കാർബൺ ഡയോക്സൈഡ് പ്ലസ് വാട്ടർ അറിയാം. സോഡ സ്ഥിരമായി കുടിക്കുന്നതാണ് സോഡ. കാർബൺ ഡയോക്സൈഡ് പ്ലസ് വാട്ടർ. കാർബൺ ഡയോക്സൈഡിനോട് കുറച്ച് വാട്ടർ കൂടെ ചേർത്താൽ ആരായി? സോഡ വാട്ടർ ആയി.
കഴിഞ്ഞില്ല. ഫാദർ ഓഫ് സോഡ വാട്ടർ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ മറ്റൊരു ക്വസ്റ്റ്യൻ വരാം. ഫാദർ ഓഫ് സോഡ വാട്ടറിന്റെ പിതാവിനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം ജോസഫ് പ്രീസ്ലി. സോഡ വാട്ടറിന്റെ പിതാവാണ് ജോസഫ് പ്രീസ്ലി. തിരിയരുത്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ പിതാവാണ് നമ്മുടെ അടുത്ത് ചോദിക്കുന്നെങ്കിൽ ആൻസർ ചെയ്ത് അത് ജോസഫ് ബ്ലാക്ക് ആണ്. എന്നാൽ ഇതേ കാർബൺ ഡൈ ഓക്സൈഡിന്റെ കൂടെ കുറച്ച് വെള്ളം ചേർക്കുക. കുറച്ച് വെള്ളം ചേർത്താൽ സോഡ വാട്ടർ കിട്ടും. അങ്ങനെയെങ്കിൽ സോഡ വാട്ടറിന്റെ പിതാവാര്? ഫാദർ ഓഫ് സോഡ വാട്ടറിന്റെ പിതാവാര്? അത് ജോസഫ് പ്രീസ്ലി ആണ്. ക്ലോസ് ചെയ്യാം. കാർബൺ ഡൈ ഓക്സൈഡിന്റെ പരമാവധി ക്വസ്റ്റ്യൻസ് അവിടെ ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് ജോസഫ് ബ്ലാക്ക് ആണ്. ഇസ് ഓൾസോ ഫാദർ ഓഫ് മെഗ്നീഷ്യം, അല്ലെങ്കിൽ മെഗ്നീഷ്യത്തിന്റെ പിതാവും ഇതേ ജോസഫ് ബ്ലാക്ക് ആണ്. എന്നാൽ ഫാദർ ഓഫ് ഓക്സിജൻ ആര്? അത് ജോസഫ് പ്രീസ്ലി ആണ്. അതേസമയം ഗ്രീൻ ഹൗസ് എഫക്റ്റിന് കാരണക്കാരനായ മൂലകമാരാണ് അല്ലെങ്കിൽ കോമ്പൗണ്ട് ആരാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. ഗ്ലോബൽ വാർമിങ്ങിന് കാരണമായ കോമ്പൗണ്ട് ആരാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. പെർസെന്റേജ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് പ്രസന്റ് അറ്റ്മോസ്ഫിയർ ആണ് 0.03%. അതേസമയം സോളിഡ് CO2 ആണ് ഇത് ഡ്രൈ ഐസ്. അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ കുറച്ച് വാട്ടർ ചേർത്ത് കഴിഞ്ഞാൽ അതിനെ = ആരാണ്? സോഡ വാട്ടർ. ഇനി പറയുന്നു ആ സോഡ വാട്ടറിനെ കണ്ടുപിടിച്ച ആരാണ്? ജോസഫ് പ്രീസ്ലി. ഇന്ന് പഠിച്ചത് ഫോസ്ഫറസിന്റെ കോമ്പൗണ്ട്സ്. ഫോസ്ഫറസ് എന്താണെന്ന് നമ്മളൊന്ന് പറഞ്ഞിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫോസ്ഫറസ് എന്താണെന്ന് പറഞ്ഞിരുന്നു. ഫോസ്ഫറസിന്റെ കോമ്പൗണ്ടായ ഫോസ്ഫീനും ഫോസ്ജീനും അതുപോലെ തന്നെ സൾഫറിനെ കുറിച്ച് പഠിച്ചു. ഫോസ്ഫറസ്, സൾഫർ, അതുപോലെ പ്രധാനപ്പെട്ടതാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ഫോസ്ഫറസ്, സൾഫർ, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവയും പഠിച്ചു. അപ്പോൾ ക്ലോസ് ചെയ്യാം. ഇതുപോലെയുള്ള കെമിസ്ട്രി ഉൾപ്പെടെ എല്ലാ വീഡിയോസിനും വേണ്ടി നമ്മുടെ ടാലന്റ് അക്കാഡമി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുക. നന്ദി, നമസ്കാരം. എൻ്റെ പേര് ആശിഷ്. ഞങ്ങളുടെ ടാലന്റ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് പഠിപ്പിക്കാൻ പോകുന്നത് ജാർഖണ്ഡ് സംസ്ഥാനത്തിനെ കുറിച്ചാണ്. ഇന്ത്യയുടെ 28ാമത്തെ സംസ്ഥാനമാണ് ജാർഖണ്ഡ് സംസ്ഥാനം. ജാർഖണ്ഡ് സംസ്ഥാനം നിലവിൽ വരുന്നത് ബീഹാർ സംസ്ഥാനത്തിൽ നിന്നും രൂപം കൊണ്ടാണ്. ജാർഖണ്ഡ് സംസ്ഥാനം നിലവിൽ വരുന്നത് ബീഹാർ സംസ്ഥാനത്തിൽ നിന്നും രൂപം കൊണ്ടാണ്. ജാർഖണ്ഡ് സംസ്ഥാനം നിലവിൽ വന്ന ഭരണഘടനാ ഭേദഗതിയാണ് 84ാം ഭരണഘടനാ ഭേദഗതിയാണ് ജാർഖണ്ഡ് സംസ്ഥാനം നിലവിൽ വന്ന ഭേദഗതി. ജാർഖണ്ഡ് സംസ്ഥാനം നിലവിൽ വന്ന വർഷമാണ് 2000 നവംബർ 15. ജാർഖണ്ഡിന്റെ തലസ്ഥാനമാണ് റാഞ്ചി. ജാർഖണ്ഡിന്റെ പ്രധാനപ്പെട്ട 2 നദികളാണ് ഗംഗയും ദാമോദറും. ജാർഖണ്ഡിലെ പ്രധാനപ്പെട്ട ഭാഷയാണ് ഹിന്ദിയും സന്താളിയും. ഏതൊക്കെയാണ്? ഹിന്ദിയും സന്താളിയും. ജാർഖണ്ഡ് സംസ്ഥാനം ശ്രദ്ധിക്കുക. ജാർഖണ്ഡ് സംസ്ഥാനം നിലവിൽ വന്ന വർഷം 2000 നവംബർ 15. ജാർഖണ്ഡിന്റെ തലസ്ഥാനമാണ് റാഞ്ചി. ജാർഖണ്ഡിലെ പ്രധാനപ്പെട്ട 2 നദികളാണ് ഗംഗയും ദാമോദറും. ജാർഖണ്ഡിലെ പ്രധാനപ്പെട്ട ഭാഷയാണ് ഹിന്ദിയും സന്താളിയും. ജാർഖണ്ഡിന്റെ സംസ്ഥാന പുഷ്പമാണ് പലാഷ്. ഏതാണ്? പലാഷ് ആണ്. ജാർഖണ്ഡിലെ സംസ്ഥാന പുഷ്പമാണ് പലാഷ്. ഇന്ത്യൻ ചക്രവാളത്തിലെ ഉദയ സൂര്യൻ എന്നറിയപ്പെടുന്ന സംസ്ഥാനം, വനാഞ്ചൽ എന്ന് അറിയപ്പെടുന്ന സംസ്ഥാനം, ആദിവാസി സംസ്ഥാനം, ധാതു സംസ്ഥാനം എന്നിങ്ങനെ അറിയപ്പെടുന്ന സംസ്ഥാനമാണ് ജാർഖണ്ഡ് സംസ്ഥാനം. ഇന്ത്യൻ ചക്രവാളത്തിലെ ഉദയ സൂര്യൻ എന്നറിയപ്പെടുന്ന സംസ്ഥാനം, വനാഞ്ചൽ എന്ന് അറിയപ്പെടുന്ന സംസ്ഥാനം, ആദിവാസി സംസ്ഥാനം, ഇന്ത്യയുടെ ധാതു സംസ്ഥാനം എന്ന് അറിയപ്പെടുന്ന സംസ്ഥാനമാണ് ജാർഖണ്ഡ് സംസ്ഥാനം. ജാർഖണ്ഡിലെ പ്രധാനപ്പെട്ട ആദിവാസി വിഭാഗങ്ങളാണ് സന്താൾ, മുണ്ട, കർമാലി എന്നീ 3 ആദിവാസി വിഭാഗങ്ങൾ. ജാർഖണ്ഡിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട 3 ആദിവാസി വിഭാഗങ്ങളാണ് സന്താൾ, മുണ്ട, കർമാലി. സന്താൾ ഭാഷക്കാർ സംസാരിക്കുന്ന ഭാഷയാണ് സന്താളി ഭാഷ. സന്താളി ഭാഷ ഏത് ലിപി എന്ന് ചോദിച്ചാൽ ഓൾചിക്കി ലിപിയാണ്. ഓൾചിക്കി ലിപി സന്താൾ ഭാഷക്കാരുടെ ലിപിയാണ്. സന്താളി ഭാഷയുടെ ലിപിയാണ് ഓൾചിക്കി ലിപി. ഏത് ലിപി? ഓൾചിക്കി ലിപിയാണ്. ഏറ്റവും കൂടുതൽ ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്നത് യുറേനിയം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം, അഫ്രം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം, കൽക്കരി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് ജാർഖണ്ഡ് സംസ്ഥാനം. യുറേനിയം, അഫ്രം, കൽക്കരി എന്നീ 3 ഉൽപ്പാദിപ്പിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ മുമ്പിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് ജാർഖണ്ഡ് സംസ്ഥാനം. ജാർഖണ്ഡിലെ പ്രധാനപ്പെട്ട വിമാനത്താവളമാണ് ബിർസ മുണ്ട വിമാനത്താവളം.
ജാർഖണ്ഡിലെ പ്രധാനപ്പെട്ട വിമാനത്താവളമാണ് ബിർസ മുണ്ട വിമാനത്താവളം. ജാർഖണ്ഡ് വിമോചന സമരത്തിന്റെ നേതാവ് എന്ന് അറിയപ്പെടുന്നത് ബിർസ മുണ്ട. ജാർഖണ്ഡ് വിമോചന സമരത്തിന്റെ നേതാവ് എന്നറിയപ്പെടുന്നത് ബിർസ മുണ്ട. ജാർഖണ്ഡ് മുക്തി മോർച്ച സംഘടന സ്ഥാപിച്ച വ്യക്തിയാണ് ഷിബു സോറൻ. ജാർഖണ്ഡ് മുക്തി മോർച്ച സംഘടന സ്ഥാപിച്ച വ്യക്തിയാണ് ആര്? ഷിബു സോറൻ. ഇന്ത്യൻ കൽക്കരി നഗരം എന്നറിയപ്പെടുന്നതാണ് ധൻബാദ്. ഇന്ത്യൻ കൽക്കരി നഗരം എന്നറിയപ്പെടുന്നതാണ് ധൻബാദ്. ഇന്ത്യൻ ഖനികളുടെ നഗരം എന്നറിയപ്പെടുന്നതും ഏതു തന്നെ? ധൻബാദ്. സ്കൂൾ ഓഫ് മൈൻസ് സ്ഥിതി ചെയ്യുന്നത് ധൻബാദിൽ. അപ്പൊ 3 ക്വസ്റ്റ്യൻ 3 ആൻസർ. ഇന്ത്യൻ കൽക്കരി നഗരം എന്ന് അറിയപ്പെടുന്നത് ധൻബാദ്. ഇന്ത്യൻ ഖനികളുടെ നഗരം എന്നറിയപ്പെടുന്നത് ധൻബാദ്. ദ സ്കൂൾ ഓഫ് മൈൻസ് സ്ഥിതി ചെയ്യുന്നത് ധൻബാദിലാണ്. ജാർഖണ്ഡിലെ ഏറ്റവും വലിയ നഗരമാണ് ജംഷഡ്പൂര്. ജാർഖണ്ഡിലെ ഏറ്റവും വലിയ നഗരമാണ് ജംഷഡ്പൂര്. ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത വ്യാവസായിക നഗരം, ഇന്ത്യയുടെ പിറ്റ്സ്ബർഗ് എന്നറിയപ്പെടുന്ന നഗരം, സ്റ്റീൽ സിറ്റി ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്ന നഗരം, ആദ്യമായിട്ട് ISO സർട്ടിഫിക്കറ്റ് ലഭിച്ച നഗരം, ടാറ്റ നഗർ എന്ന് അറിയപ്പെടുന്ന നഗരം, ഇന്ത്യയുടെ ഉരുക്കു നഗരമാണ് ജംഷഡ്പൂര്. ജംഷഡ്പൂരിനെ ചുറ്റി ഒഴുകുന്ന നദിയാണ് സുവർണരേഖ. ജംഷഡ്പൂരിനെ ചുറ്റി ഒഴുകുന്ന നദിയാണ് സുവർണരേഖ. വെള്ളച്ചാട്ടങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്ന നഗരമാണ് റാഞ്ചി. അതായത് ജാർഖണ്ഡിന്റെ തലസ്ഥാനമാണ്, നേരത്തെ പറഞ്ഞത് റാഞ്ചിയാണ്. വെള്ളച്ചാട്ടങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നതും ഏതു തന്നെ? റാഞ്ചിയാണ്. റാഞ്ചിയെ ചുറ്റി ഒഴുകുന്ന നദിയും ഏതു തന്നെ? സുവർണരേഖയാണ്. റാഞ്ചിയെ ചുറ്റി ഒഴുകുന്ന നദിയും ഏതു തന്നെ? സുവർണരേഖ. ജംഷഡ്പൂരിനെ ചുറ്റി ഒഴുകുന്ന നദിയും ജാർഖണ്ഡിനെ ചുറ്റി ഒഴുകുന്ന നദിയും ഏതാണ്? സുവർണരേഖയാണ്. ഏതാണ്? സുവർണരേഖ. ജാർഖണ്ഡിലെ പ്രധാനപ്പെട്ട ഉരുക്കു നിർമ്മാണശാലയാണ് ബൊക്കാറോ ഉരുക്കു നിർമ്മാണശാലയാണ്. ജാർഖണ്ഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉരുക്കു നിർമ്മാണശാലയാണ് ബൊക്കാറോ നിലവിൽ വരാൻ സഹായിച്ച രാജ്യമാണ് റഷ്യ. ബൊക്കാറോ ഉരുക്കു നിർമ്മാണശാല നിലവിൽ വരാൻ കാരണമായ അല്ലെങ്കിൽ സഹായിച്ച രാജ്യമാണ് ഏത്? റഷ്യ. ഇന്ത്യയിലെ ആദ്യത്തെ നിക്കൽ നിർമ്മാണശാല സ്ഥാപിതമായത് ജാർഖണ്ഡിൽ. ഇന്ത്യയിലെ ആദ്യത്തെ നിക്കൽ നിർമ്മാണശാല സ്ഥാപിതമായത് ജാർഖണ്ഡിൽ. ഹൈക്കോടതി ആവശ്യങ്ങൾക്കായിട്ട് പിങ്ക് കവർ പ്രകാശനം ചെയ്ത ആദ്യ സംസ്ഥാനമാണ് ജാർഖണ്ഡ് സംസ്ഥാനം. ഹൈക്കോടതി ആവശ്യങ്ങൾക്കായിട്ട് പിങ്ക് കവർ പ്രകാശനം ചെയ്ത ആദ്യ സംസ്ഥാനമാണ് ജാർഖണ്ഡ് സംസ്ഥാനം. പശുക്കൾക്ക് ആദ്യമായിട്ട് ആധാർ കാർഡ് നൽകിയ സംസ്ഥാനം ആണ് ജാർഖണ്ഡ് സംസ്ഥാനം. പശുക്കൾക്ക് ആദ്യമായിട്ട് ആധാർ കാർഡ് നൽകിയ ആദ്യ സംസ്ഥാനമാണ് ജാർഖണ്ഡ് സംസ്ഥാനം. ജാർഖണ്ഡിലെ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ. തെർമോകോൾ പ്ലേറ്റുകൾ നിരോധിച്ച ആദ്യ സംസ്ഥാനവുമാണ് ഏത്? ജാർഖണ്ഡ്. തെർമോകോൾ പ്ലേറ്റുകൾ നിരോധിച്ച ആദ്യ സംസ്ഥാനവുമാണ് ഏത്? ജാർഖണ്ഡ്. ജാർഖണ്ഡിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് ബാബുലാൽ മിറാണ്ടിയാണ് ജാർഖണ്ഡിലെ ആദ്യത്തെ മുഖ്യമന്ത്രി. ജാർഖണ്ഡിലെ നിലവിലത്തെ മുഖ്യമന്ത്രിയാണ് രഘുബീർ ദാസ്. ജാർഖണ്ഡിലെ നിലവിലത്തെ മുഖ്യമന്ത്രിയാണ് രഘുബീർ ദാസ് ആണ് ജാർഖണ്ഡിലെ നിലവിലത്തെ മുഖ്യമന്ത്രി. ടാലന്റ് അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിത് പഠിക്കാൻ പോകുന്നത് IT ആക്ടുമായി ബന്ധപ്പെടുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. PC ചോദിച്ച കുറേ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നമ്മൾ പഠിക്കാൻ പോകുന്നത് IT ആക്ട് 2000 പറ്റിയാണ്. അതായത് IT നിയമം 2000 സംബന്ധിക്കുന്ന PSCയുടെ ചോദ്യങ്ങളുമായി ബന്ധപ്പെടുന്ന കുറേ കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അതിനു മുമ്പ് ആദ്യം തന്നെ ഒരു കാര്യം പറയാം. IT ആക്ട് 2000 ബന്ധപ്പെട്ട് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ കുറേ കാര്യങ്ങൾ ഉണ്ട്. അതിനകത്ത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ PSC ചോദിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഞാൻ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യപ്പെടുന്നത്. അപ്പം IT ആക്ട് 2000 നമ്മുടെ ഫസ്റ്റ് സൈബർ ലോ, PSCയുടെ ക്വസ്റ്റ്യൻ ആയിരുന്നു, ദ ഫസ്റ്റ് സൈബർ ലോ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ നിയമം ഏതാണ്? PSCയുടെ ചോദ്യമായിരുന്നു. ആൻസർ ഈസ് IT ആക്ട് 2000. അപ്പം ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ നിയമം ഏതാണ് എന്നൊരു ചോദ്യം വന്നാൽ ആൻസർ IT ആക്ട് 2000 ആണ്. ഇനി PSC ചോദിച്ച രണ്ടാമത്തെ ഒരു കേസ് എന്ന് പറഞ്ഞാൽ IT ആക്ട് 2000 എനാക്ട് ചെയ്യപ്പെട്ട വർഷം. IT ആക്ട് 2000
പാർലമെന്റിൽ പാർലമെന്റ് പാസ്സാക്കി നിയമമാക്കി മാറ്റിയത് 2000 ജൂൺ മാസം 9-ാം തീയതിയാണ്. ഈ നിയമം നമ്മുടെ രാജ്യത്ത് പ്രാബല്യത്തിൽ വന്ന എന്ന് മുതലാണെന്ന് വെച്ചാൽ 2000 ഒക്ടോബർ മാസം 17-ാം തീയതി മുതലാണ്. ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാം. IT ആക്ട് 2000 ഇന്ത്യയിലെ ഫസ്റ്റ് സൈബർ ലോ ആണ്. അത് PSC ചോദിച്ചതാണ്. ദ ഫസ്റ്റ് സൈബർ ലോ ഇൻ ഇന്ത്യ. ആൻസർ IT ആക്ട് 2000. പിന്നെ ചോദിച്ചു IT ആക്ട് 2000 എനാക്ട് ചെയ്യപ്പെട്ടത് പാർലമെന്റിൽ പാസ്സാക്കി നിയമമാക്കി മാറ്റിയത് 2000 ജൂൺ മാസം 9-ാം തീയതി. പിന്നെ ചോദിച്ച ഈ നിയമം നമ്മുടെ രാജ്യത്ത് പ്രാബല്യത്തിൽ നിന്ന് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ അല്ലെങ്കിൽ കമൻസ് ഓൺ 2000 ഒക്ടോബർ മാസം 17-ാം തീയതി. ഇനി IT ആക്ട് 2000-ന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത, ഇതിനകത്ത് 94 സെക്ഷൻസ് ആണുള്ളത്. 94 സെക്ഷൻസ് ആണ്. 13 ചാപ്റ്റേഴ്സ്, 13 ചാപ്റ്ററുകളാണ് IT ആക്ട് 2000 ഉള്ളത്. 4 ഷെഡ്യൂൾസ്. എത്ര ഷെഡ്യൂൾസ് ആണ്? 4 ഷെഡ്യൂൾസ്. അപ്പോൾ ഞാനൊന്നുകൂടെ ഓർമ്മിപ്പിക്കാം. IT ആക്ട് 2000 94 സെക്ഷൻസും 13 ചാപ്റ്റേഴ്സും 4 ഷെഡ്യൂൾസുമാണ് IT ആക്ട് 2000 ഉള്ളത്. പിന്നീട് പ്രധാനപ്പെട്ട ഒരു വസ്തുത, IT ആക്ടിൻ്റെ നമ്മൾ ഇനി ഡയറക്റ്റ് പോവുകയാണ്. IT ആക്ടിൻ്റെ പ്രധാനപ്പെട്ട സെക്ഷൻസിലേക്ക് പോകണം. അതിന് മുമ്പ് ഞാൻ ഓർമ്മിപ്പിക്കാം, IT ആക്ട് 2000 അനുമതി നൽകിയ, കൺസേൺ നൽകിയ ഇന്ത്യൻ പ്രസിഡന്റ് ആരാണ് എന്നൊരു ക്വസ്റ്റ്യൻ റെയർ കേസിൽ ചോദിച്ചാൽ ആൻസർ KR നാരായണൻ എന്ന ഇന്ത്യൻ പ്രസിഡന്റാണ്. IT ആക്ട് 2000 അനുമതി നൽകുന്ന ഇന്ത്യയുടെ പ്രസിഡന്റ് ആരാന്ന് വെച്ചാൽ KR നാരായണനാണ്. ഇത് ഡേറ്റുകളൊക്കെ ബാക്കിയുള്ള ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. 2000 ജൂൺ മാസം 9-ാം തീയതിയാണ് ഇത് പാർലമെന്റ് ഇനാക്ട് ചെയ്തത്. നമ്മുടെ രാജ്യത്ത് ഇത് പ്രാബല്യത്തിൽ വന്നത് 2000 ഒക്ടോബർ മാസം 17-ാം തീയതി. ഇനി നമുക്ക് IT ആക്ടിൻ്റെ ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസിലേക്ക് തന്നെ പോകാം. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന സെക്ഷൻ PSC ചോദിച്ചിരിക്കുന്ന ഒരു സെക്ഷൻ തന്നെയാണ്. ആദ്യമായിട്ട് നമ്മൾ പറയുന്ന സെക്ഷൻ PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ കൂടിയായിരുന്നു. സെക്ഷൻ 65 ആണ്. സെക്ഷൻ 65 പറയപ്പെടുന്നത് ടാമ്പറിംഗ് ആണ്. ടാമ്പറിംഗ് വിത്ത് കമ്പ്യൂട്ടർ സോഴ്സ് ഡോക്യുമെൻറ്റ്സ് എന്നാണ്. അതായത് കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ടാമ്പറിംഗ് വിത്ത് കമ്പ്യൂട്ടർ സോഴ്സ്, ഒരു കമ്പ്യൂട്ടറിനകത്തോട്ട് കടന്നു കയറി അതിനകത്തുള്ള സോഫ്റ്റ്വെയറിൻ്റെ സോഴ്സ് കോഡിന് മാറ്റം വരുത്തുകയോ അല്ലെങ്കിൽ അതിനകത്തിരിക്കുന്ന ഡോക്യുമെൻറ്റ്സിൻ്റെ നശിപ്പിക്കുകയോ മാറ്റം വരുത്തുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് പൊതുവെ അറിയപ്പെടും ടാമ്പറിംഗ് മീൻസ് നശിപ്പിക്കുക എന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു രീതിയിലേക്കൊരു കുറ്റം ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിയെ IT നിയമത്തിൻ്റെ സെക്ഷൻ 65 പ്രകാരം ട്രീറ്റ് ചെയ്യപ്പെടുന്നതായിരിക്കും. അപ്പോൾ സെക്ഷൻ 65 എന്ന് പറഞ്ഞാൽ ടാമ്പറിംഗ് വിത്ത് കമ്പ്യൂട്ടർ സോഴ്സ് ഡോക്യുമെൻറ്റ്സ് എന്നാണ് കേട്ടോ. ടാമ്പറിംഗ് വിത്ത് കമ്പ്യൂട്ടർ സോഴ്സ് ഡോക്യുമെൻറ്റ്സ് എന്ന സെക്ഷനാണ് സെക്ഷൻ 65. ഇതിന് കൊടുക്കുന്ന പണിഷ്മെൻറ്റ്, എന്ത് പണിഷ്മെൻ്റ് ആണ് ഇത്തരത്തിലുള്ളൊരു കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് IT ആക്ട് പ്രകാരം കൊടുക്കുന്ന പണിഷ്മെൻറ്റ് ഇംപ്രിസൺമെൻറ്റ് അപ് ടു 3 years ആണ്. ഇംപ്രിസൺമെൻറ്റ് അപ് ടു 3 years, 3 വർഷം എന്ത് ലഭിക്കും? ഇംപ്രിസൺമെൻറ്റ് ലഭിക്കും. ഓർ ഫൈൻ അപ് ടു 2 lakh rupees. എത്ര ലക്ഷം രൂപ പിഴ ഈടാക്കേണ്ടി വരും? 2 ലക്ഷം രൂപ. ഓർ ബോത്ത്. അപ്പം ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാം. സെക്ഷൻ ആദ്യമായിട്ട് നമ്മൾ പഠിച്ചത് സെക്ഷൻ 65 ആണ്. അത് 65 എന്താണെന്ന് PSC ചോദിച്ചിട്ടുണ്ട്. അടുത്ത ടാമ്പറിംഗ് വിത്ത് കമ്പ്യൂട്ടർ സോഴ്സ് ഡോക്യുമെൻറ്റ്സ് ആണ്. അതായത് കമ്പ്യൂട്ടറിനകത്തുള്ള ടാമ്പറിംഗ് മീൻസ് നശിപ്പിക്കുക. കമ്പ്യൂട്ടറിനകത്തുള്ള ഡോക്യുമെൻറ്റ്സിനെ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സോഴ്സ് കോഡിൻ്റെ ഘടനയൊക്കെ മാറ്റം വരുത്തുകയോ നശിപ്പിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള കുറ്റത്തെയാണ് നമ്മൾ ടാമ്പറിംഗ് വിത്ത് കമ്പ്യൂട്ടർ സോഴ്സ് ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഈ ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ IT ആക്ടിൻ്റെ 65 പ്രകാരമായിരിക്കും ആ വ്യക്തിയെ ട്രീറ്റ് ചെയ്യുന്നത്. അയാൾക്ക് കൊടുക്കുന്ന പണിഷ്മെൻറ്റ് ഞാൻ പറഞ്ഞു, IT ആക്ട് പ്രകാരം 3 years ഇംപ്രിസൺമെൻറ്റ്, 3 വർഷം ഇംപ്രിസൺമെൻറ്റ്, ഓർ ഫൈൻ അപ് ടു 2 lakh rupees, ഓർ ബോത്ത് എന്ന പണിഷ്മെൻ്റ് ആയിരിക്കും ടാമ്പറിങ്ങിന് കൊടുക്കുന്നത്. ഓക്കെ, ഇനി ഈ കുറ്റത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇത് കോഗ്നിസബിൾ ആണ്. ഈ കുറ്റകൃത്യം കോഗ്നിസബിൾ ആണ്. കോഗ്നിസബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിന് ഇങ്ങനെ ഒരു കുറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വ്യക്തിയെ ഡയറക്റ്റായിട്ട് അറസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ആ നിയമം കൊടുക്കുന്ന ഒരു പെർമിഷനാണ് ആ വേർഡിനകത്ത് സൂചിപ്പിക്കുന്നത്. കോഗ്നിസബിൾ എന്ന വേർഡ്. ഇത് ബെയിലബിളുമാണ്. ജാമ്യം കിട്ടുന്ന കുറ്റമാണ്. വലിയ രീതിയിലേക്ക് അങ്ങനെ നോൺ ബെയിലബിൾ ഒഫൻസ് ഒന്നുമല്ല. 65 പ്രകാരമുള്ള കുറ്റം ബെയിലബിളാണ്. ഞാനിങ്ങനെ മെൻഷൻ ചെയ്യാനുള്ള കാരണം, ഇത് കോഗ്നിസബിൾ എന്നും ബെയിലബിൾ എന്നൊക്കെ ഞാൻ മെൻഷൻ ചെയ്യാനുള്ള റീസൺ, PSC ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച സമയത്ത് ഇത്തരത്തിൽ, അത് ഞാൻ ആ ക്വസ്റ്റ്യൻ ആ സെക്ഷൻ പറയുമ്പോഴത്തേക്ക് കൂടുതലായിട്ട് ആ ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ഇപ്പം മനസ്സിലാക്കി വെക്കുക, എങ്ങനെയും ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അതെങ്ങനെയുള്ള കുറ്റമാണ്? കോഗ്നിസബിൾ ആണോ? പോലീസിന് ഡയറക്റ്റ് അറസ്റ്റ് ചെയ്യാൻ കഴിയുമോ? അല്ലെങ്കിൽ അത് ജാമ്യം കിട്ടുന്നതാണോ? അല്ലെങ്കിൽ നോൺ ബെയിലബിൾ ആണോ എന്നുള്ള രീതിയിലേക്കും ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പം ഇപ്പം പഠിച്ച സെക്ഷൻ 65 ആണ്. 65 എന്ന് പറഞ്ഞാൽ ടാമ്പറിംഗ് വിത്ത് കമ്പ്യൂട്ടർ സോഴ്സ് ഡോക്യുമെൻറ്റ്സ് എന്നാണ്. അതിന് കൊടുക്കുന്ന പണിഷ്മെൻ്റ് ആണ് ഇംപ്രിസൺമെൻറ്റ് അപ് ടു 3 years, 3 വർഷം ഇംപ്രിസൺമെൻറ്റും, ഫൈൻ അപ് ടു 2 lakh rupees, ഓർ ബോത്ത്. ചിലപ്പം 2 ലക്ഷം രൂപ അല്ലെങ്കിൽ അത് രണ്ടും കൂടെ ചേർത്തായിരിക്കും അതിന് കിട്ടുന്ന പണിഷ്മെൻറ്റ്. ഓക്കെ, അപ്പം നമുക്കിനി അടുത്ത സെക്ഷനിലേക്ക് പോകാം. 66 ആണ്. സെക്ഷൻ 66
മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് 66. ഹാക്കിംഗ് കുറ്റകൃത്യമാവുന്ന IT ആക്ടിൻ്റെ സെക്ഷനാണ് ഇത് 66 എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കമ്പ്യൂട്ടർ റിലേറ്റഡ് ഒഫൻസ്, കമ്പ്യൂട്ടറുമായി ബന്ധപ്പെടുന്ന മറ്റ് അനാവശ്യമായി കടന്നു കയറുന്ന ചില കുറ്റകൃത്യങ്ങൾ ഒക്കെ എന്തായിട്ട് കൺസിഡർ ചെയ്യാറുണ്ട്, 66 പ്രകാരം ട്രീറ്റ് ചെയ്യാറുണ്ട്. അപ്പം ഈ 66 എന്ന കുറ്റം ഹാക്കിംഗ് ആണ്. പ്രധാനമായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ 66 എന്ന് പറഞ്ഞാൽ ഹാക്കിംഗ് പോലത്തെയുള്ള കുറ്റങ്ങളെയാണ് 66 എന്ന വകുപ്പിന് അണ്ടറിൽ പെടുന്നത്, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ റിലേറ്റഡ് ഒഫൻസ് എന്നും പറയാറുണ്ട്. അപ്പം ഈ ഹാക്കിങ്ങിന് കൊടുക്കുന്ന പണിഷ്മെന്റ് എന്താണെന്ന് വെച്ചാൽ ഇംപ്രിസൺമെന്റ് അപ് ടു 3 years ആണ്, 3 വർഷം. ഇംപ്രിസൺമെന്റ് അപ് ടു 3 years or with fine up to 5 lakh rupees or both. അപ്പം ഹാക്കിങ്ങിന് കൊടുക്കുന്ന പണിഷ്മെന്റ് ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാം. ഇംപ്രിസൺമെന്റ് അപ് ടു 3 years or fine up to 5 lakh rupees or both എന്ന പണിഷ്മെന്റിലേക്കാണ് എന്ത് പോകുന്നത്, ഹാക്കിങ് പോകുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഹാക്കിംഗ് എന്ന കുറ്റവും കോഗ്നിസബിൾ ആണ്. ഹാക്കിംഗ് എന്ന കുറ്റവും എന്താണ്, കോഗ്നിസബിൾ ആണ്. അതായത് വിത്തൗട്ട് വാറന്റ് തന്നെ പോലീസിന് എന്ത് ചെയ്യാം, അറസ്റ്റ് ചെയ്യാം. ഇത് ബെയിലബിളുമാണ്. ഏത് ഹാക്കിംഗ് എന്ന കുറ്റം ബെയിലബിളുമാണ്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, IT ആക്ടിന്റെ സെക്ഷൻ 66 എന്ന് പറഞ്ഞാൽ ഹാക്കിംഗ് കുറ്റകൃത്യമാവുന്ന IT നിയമത്തിന്റെ സെക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, 66 ആണ്. 66 കൊടുക്കുന്ന പണിഷ്മെന്റ് ആണ് ഞാൻ പറഞ്ഞത് ഇംപ്രിസൺമെന്റ് അപ് ടു 3 years with fine up to 5 lakh rupees or both. ഈ കുറ്റകൃത്യം കോഗ്നിസബിൾ ആണ്, ബെയിലബിളും ആണ്. ഓക്കെ, നമുക്കിനി 66 പറഞ്ഞു കഴിഞ്ഞാൽ നേരെ പോകുന്നത് 66ന്റെ സബ്സെക്ഷൻസ് ആണ്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ടതാണ് 66ന്റെ സബ്സെക്ഷൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് സെക്ഷൻ 66A തുടങ്ങാം. 66A എന്ന് പറഞ്ഞാൽ സെൻഡിങ് ഒഫെൻസീവ് മെസ്സേജസ് എന്നായിരുന്നു. സെൻഡിങ് ഒഫെൻസീവ് മെസ്സേജസ് എന്നൊരു സെക്ഷൻ ആയിരുന്നു 66A. ഈ 66A എന്ന് പറഞ്ഞ സെക്ഷൻ നമുക്ക് ഇങ്ങനെയുള്ള ഒഫെൻസീവ് മെസ്സേജസ് എന്ന കൺസിഡറേഷൻ പറയുമ്പോൾ ഒരാളെ വിമർശിക്കുക അങ്ങനെ പോലും അത് ഒഫെൻസീവായിട്ട് കണക്കാക്കിയിരുന്ന ഒരു രീതിയിലേക്ക് മാറിയപ്പോൾ അത് ദുരുപയോഗം ചെയ്യാൻ തുടങ്ങിയൊരു സെക്ഷനായിട്ട് മാറി. അങ്ങനെ സുപ്രീം കോടതി ഈ സെക്ഷനെ ക്യാൻസൽ ചെയ്യുന്നുണ്ട്. അതായത് അറ്റ് പ്രസന്റ് 66A എന്ന് പറയുന്ന സെക്ഷൻ IT ആക്ടിനകത്ത് ഇല്ല എന്നതാണ് വസ്തുത. അപ്പോൾ എന്തായിരുന്നു 66A എന്ന് ചോദിച്ചാൽ സെൻഡിങ് ഒഫെൻസീവ് മെസ്സേജസ് എന്ന സെക്ഷൻ ആയിരുന്നു 66A. ഇതിന് കൊടുക്കുന്ന പണിഷ്മെന്റ് ഇംപ്രിസൺമെന്റ് അപ് ടു 3 years ആണ്. ഇംപ്രിസൺമെന്റ് 3 years ആണ്. വിത്ത് ഫൈനേ ഉള്ളൂ. ഇംപ്രിസൺമെന്റ് അപ് ടു 3 years വിത്ത് ഫൈൻ. 3 വർഷം ഇംപ്രിസൺമെന്റും അതിനോടൊപ്പം തന്നെ ഫൈൻ, വിത്ത് ഫൈൻ എന്നേ പറയുന്നുള്ളൂ. ഫൈൻ നോട്ട് മെൻഷൻ, ഇത്ര രൂപയാണ് എന്നൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. എന്നാൽ ഇംപ്രിസൺമെന്റ് 3 years ആണെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്, വിത്ത് ഫൈൻ എന്നായിരുന്നു. അപ്പം ആ വകുപ്പ്, ആ സെക്ഷൻ ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാം. സെക്ഷൻ 66A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻഡിങ് ഒഫെൻസീവ് മെസ്സേജസ് പണിഷബിൾ ആവുന്നത് IT നിയമത്തിന്റെ 66A പ്രകാരമാണ്. 66Aക്ക് കൊടുക്കുന്ന പണിഷ്മെന്റ് ആണ് ഇംപ്രിസൺമെന്റ് അപ് ടു 3 years വിത്ത് ഫൈൻ എന്ന് ഞാൻ പറഞ്ഞു. അതോടൊപ്പം തന്നെ ഈ കുറ്റത്തിന്റെ ഇതിന് ഞാൻ പറഞ്ഞു സുപ്രീം കോടതി റിമൂവ് അല്ലെങ്കിൽ സ്ക്രാപ്പ് ചെയ്ത IT ആക്ടിന്റെ സെക്ഷൻ ചോദിച്ചാലും ആൻസർ എന്താണ്, 66A ആണ്. ഇത് സ്ക്രാപ്പ് ചെയ്ത ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ റെയർ കേസിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. IT ആക്ടിന്റെ സെക്ഷൻ 66A നമ്മുടെ സുപ്രീം കോടതി ക്യാൻസൽ ചെയ്തത് എന്നാണ്. 24 March 2015, അതായത് 2015 മാർച്ച് മാസം 24-ാം തീയതിയാണ് സുപ്രീം കോടതി ഈ സെക്ഷൻ ഒഴിവാക്കിയത്. ശ്രേയ സിംഘാൾ എന്ന് പറയുന്ന ഒരു ശ്രേയ സിംഘാളിൻ്റെ പരാതിയെ തുടർന്നാണ് IT ആക്ട് 2000-ന്റെ 2015 മാർച്ച് 24-ാം തീയതി ഈ സെക്ഷൻ റിമൂവ് ചെയ്യുന്നത്. അപ്പം അറ്റ് പ്രസന്റ് ഇങ്ങനെ ഒരു സെക്ഷൻ IT നിയമത്തിന് ഇല്ല. പക്ഷെ നമുക്ക് PSC ലെവലിലേക്ക് വരുമ്പം ചോദ്യങ്ങളിൽ പ്രതീക്ഷിക്കാം. സുപ്രീം കോടതി ക്യാൻസൽ ചെയ്ത സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ആൻസർ 66A ആണ്. 66A എന്താണ് 66A എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെൻഡിങ് ഒഫെൻസീവ് മെസ്സേജസ് എന്നായിരുന്നു. 66Aക്ക് കൊടുത്തുകൊണ്ടിരുന്ന പണിഷ്മെന്റ് 3 years വിത്ത് ഫൈൻ ആണ്. 3 വർഷം ഇംപ്രിസൺമെന്റ് അപ് ടു 3 years വിത്ത് ഫൈൻ എന്ന പണിഷ്മെന്റ് ആണ്. പിന്നെ ഇത് റിമൂവ് ചെയ്തപ്പെട്ട ഡേറ്റും അത് ഇമ്പോർട്ടൻ്റ് ആണ്. 2015 മാർച്ച് മാസം 24-ാം തീയതി. ഓക്കെ, നമുക്കിനി IT ആക്ടിൻ്റെ 66ന്റെ തന്നെ സബ്സെക്ഷൻസ്, നമ്മൾ 66ന്റെ സബ്സെക്ഷൻസാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ 66A പറഞ്ഞു. ഇനി നമുക്ക് 66B ഒന്ന് പോകാം. 66B എന്ന് പറയുമ്പോൾ നമ്മളിപ്പം കംപ്ലീറ്റ് സെക്ഷൻസും പറഞ്ഞ് ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ് പറഞ്ഞതിന് ശേഷമായി മറ്റ് കാര്യങ്ങളിലേക്ക് പോകുന്നുള്ളൂ. അപ്പോൾ 66B എന്ന് പറഞ്ഞാൽ ഡിസ്ഹോണസ്റ്റ്ലി റിസീവിങ് സ്റ്റോളൻ കമ്പ്യൂട്ടർ റിസോഴ്സ് എന്നാണ്. അതായത് ഈ മോഷ്ടിച്ച കമ്പ്യൂട്ടർ ഉപയോഗിക്കുക, മോഷ്ടിച്ച സിം കാർഡ് കൈകാര്യം ചെയ്യുക, മൊബൈൽ ഫോൺ കൈകാര്യം ചെയ്യുക, അതൊക്കെ ട്രീറ്റ് ചെയ്യപ്പെടുന്നത് IT നിയമത്തിൻ്റെ 66B എന്ന സെക്ഷൻ പ്രകാരം ആയിരിക്കും. അപ്പോൾ ഡിസ്ഹോണസ്റ്റ്ലി റിസീവിങ് സ്റ്റോളൻ കമ്പ്യൂട്ടർ റിസോഴ്സസ് എന്ന സെക്ഷനാണ് ഏത്, സെക്ഷൻ 66B. ഇതിന് കൊടുക്കുന്ന പണിഷ്മെൻറ്റ്, അപ്പോൾ അങ്ങനെ ഒരു കുറ്റം ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ IT ആക്ട് പ്രകാരം ഈ വ്യക്തിയെ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ IT ആക്ടിൻ്റെ സെക്ഷൻ 66B ആയിരിക്കും ഉപയോഗിക്കുന്നത്. പണിഷ്മെൻറ്റ് ഇംപ്രിസൺമെന്റ് അപ് ടു 3 years ആണ്.
പൊതുവിലെ കൂടുതൽ കുറ്റകൃത്യങ്ങൾക്ക് ഈ 66-ന്റെ സബ്സെക്ഷൻസ് കൂടുതലും വരുന്നത് 3 years ഇംപ്രിസൺമെന്റ് തന്നെയാണ്. അതാണ് ഏറ്റവും ഒരു കോമൺ ആയിട്ട് ഓർത്തിരിക്കേണ്ട ഒരു ഫാക്ടർ. എന്നിട്ട് ഫൈൻ എത്രയാണെന്ന് ചോദിച്ചാൽ ഇവിടെ ഇംപ്രിസൺമെന്റ് അപ് ടു 3 years അല്ലെങ്കിൽ ഫൈൻ അപ് ടു 1 lakh rupees ഓർ ബോത്ത്. ചിലപ്പം ഇത് രണ്ടും കൂടെ ചേർത്തുള്ള പണിഷ്മെന്റ് ആയിരിക്കും 66B കൊടുക്കുന്നത്. ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാം. 66Bയുടെ പണിഷ്മെന്റ് എന്ന് വെച്ചാൽ ഇംപ്രിസൺമെന്റ് അപ് ടു 3 years ഓർ ഫൈൻ അപ് ടു 1 lakh rupees ഓർ ബോത്ത് എന്ന രീതിയിലേക്കാണ് പണിഷ്മെന്റ് പോകുന്നത്. എന്താണ് 66B എന്ന് വെച്ചാൽ ഡിസ്ഹോണസ്റ്റ്ലി റിസീവിംഗ് സ്റ്റോളൻ കമ്പ്യൂട്ടർ റിസോഴ്സസ്. അതായത് മോഷ്ടിച്ച കമ്പ്യൂട്ടറുമായി ബന്ധപ്പെടുന്ന മറ്റ് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ആ വ്യക്തിയെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വകുപ്പാണ് 66B. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതും കോഗ്നിസബിൾ ആണ്, ബെയിലബിളുമാണ്. ബെയിലബിൾ ആണ്. പോലീസ് കോഗ്നിസബിളിന്റെ മീനിങ് ഇത്രയേ ഉള്ളൂ. പോലീസിന് ഡയറക്റ്റായിട്ട് പോയി എന്ത് ചെയ്യാം, ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്യാം. ഇത് ബെയിലബിൾ ആണ്, ജാമ്യം കിട്ടുന്ന കുറ്റവുമാണ്. ഇത് 66B പ്രകാരം ചെയ്യുന്ന കുറ്റം. അപ്പോൾ നമുക്ക് 66B ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് 66B ക്ലിയർ ആയെങ്കിൽ നമുക്ക് നേരെ പോകേണ്ടത് 66C-യിലേക്കാണ്. 66C-യും PSCയുടെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 66B ചോദിച്ചിട്ടില്ല, എന്നാൽ 66C PSC ചോദിച്ചിട്ടുണ്ട്. എന്താണ് 66C? 66C എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റി തെഫ്റ്റ് ആണ്. ഐഡന്റിറ്റി തെഫ്റ്റ് PSC ചോദിച്ചതാണ്. ഐഡന്റിറ്റി തെഫ്റ്റ് IT ആക്ടിന്റെ ഏത് സെക്ഷനുമായി റിലേറ്റ് ചെയ്തിരിക്കുന്നു? 66C ആയിരുന്നു ആൻസർ. അപ്പോൾ ഐഡന്റിറ്റി തെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ യൂസർ നെയിം മോഷ്ടിക്കുക, ഒരാളുടെ പാസ്വേഡ് മോഷ്ടിക്കുക, ഒരാളുടെ ബയോമെട്രിക് ഫാക്ടേഴ്സ് അത് ഏതെങ്കിലും വിധത്തിൽ കരസ്ഥമാക്കുക, തമ്പ് പോലത്തുള്ള കാര്യങ്ങൾ ഏതെങ്കിലും വിധത്തിൽ കരസ്ഥമാക്കുകയാണെങ്കിൽ അയാളുടെ ഐഡന്റിറ്റിയെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, തെഫ്റ്റ് ചെയ്യുകയാണ് എന്ന് നമ്മൾ പൊതുവെ പറയാറുണ്ട്. ഈ ഐഡന്റിറ്റി തെഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിയെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന IT ആക്ടിന്റെ സെക്ഷനാണ് 66C. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാൻ, തിരിഞ്ഞു പോരുത്. 66C എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റി തെഫ്റ്റ് ആണ്. ഓക്കെ, ഐഡന്റിറ്റി തെഫ്റ്റ് കൊടുക്കുന്ന പണിഷ്മെന്റ് ഇംപ്രിസൺമെന്റ് അപ് ടു 3 years ആണ്. ഇംപ്രിസൺമെന്റ് അപ് ടു 3 years ആൻഡ് ഫൈൻ അപ് ടു 1 lakh rupees. അതായത് 3 വർഷം ഇംപ്രിസൺമെന്റും 1 ലക്ഷം രൂപയെ പിഴ ഈടാക്കുന്ന ഒരു കുറ്റമായിട്ട് ആണ് ഐഡന്റിറ്റി തെഫ്റ്റ് കൺസിഡർ ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ കുറ്റവും എന്താണ്, കോഗ്നിസബിൾ ആണ്, ബെയിലബിളുമാണ്. ഓക്കെ, ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാം. 66C എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റി തെഫ്റ്റ് ആണ്. അപ്പോൾ ഐഡന്റിറ്റി തെഫ്റ്റ് കുറ്റകൃത്യമാവുന്ന IT ആക്ടിന്റെ സെക്ഷൻ ചോദിച്ചാൽ 66C ആണ്. ഈ 66C-യുടെ പണിഷ്മെന്റ് ചോദിച്ചാൽ ഇംപ്രിസൺമെന്റ് അപ് ടു 3 years ആൻഡ് ഫൈൻ അപ് ടു 1 lakh rupees. ഇംപ്രിസൺമെന്റ് അപ് ടു 3 years 3 വർഷം ഇംപ്രിസൺമെന്റും ആൻഡ് 1 lakh rupees ആണ് ഇതിന് ഫൈനായിട്ട് പറയുന്നത്. ഇത് കോഗ്നിസബിൾ ആണ്, അത് ബെയിലബിളുമാണ്. ഓക്കെ, ഇനി നമുക്ക് IT ആക്ടിന്റെ സെക്ഷൻ 66D-യിലേക്ക് പോകാം കേട്ടോ. 66D വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സെക്ഷനാണ്. PSC ചോദിച്ചിട്ടില്ല. 66C ആണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ. 66D എന്ന് പറയുമ്പോൾ ചീറ്റിംഗ് ബൈ പേഴ്സണേഷൻ എന്ന് പറയും. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ചീറ്റിംഗ് ബൈ പേഴ്സണേഷൻ, ആൾമാറാട്ടം അല്ലെങ്കിൽ വ്യാജ ഫേസ്ബുക്ക് ID, വ്യാജ ഐഡികളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആൾക്കാരെ ചീറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഇൻറ്റൻഷനോടുകൂടി അത്തരത്തിലൊക്കെ ചെയ്യുകയൊക്കെ ആണെങ്കിൽ ആ വ്യക്തികളൊക്കെ IT ആക്ടിൻ്റെ സെക്ഷൻ 66D പൊതുവെ ഉപയോഗിക്കാറുണ്ട്. അപ്പം 66D തിരിഞ്ഞു പോകാൻ പാടില്ല. 66D എന്ന് പറഞ്ഞാൽ ചീറ്റിംഗ് ബൈ പേഴ്സണേഷൻ. ഓക്കെ, ചീറ്റിംഗ് ആണ് 66D എന്ന് പറഞ്ഞാൽ എന്താണ്, ചീറ്റിംഗ് കുറ്റകൃത്യമാവുന്ന ചീറ്റിംഗ് ബൈ പേഴ്സണേഷൻ, ആൾമാറാട്ടം പോലെയുള്ള കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ വ്യാജ ഐഡികളൊക്കെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അതെന്താണ്, ഈ പറഞ്ഞിരിക്കുന്ന മിശ്ര ID ഒക്കെ വ്യാജ ID ഒക്കെ ഉപയോഗിക്കുക എന്ന് വെച്ചാൽ തന്നെ അത് ചീറ്റിംഗ് ആണ്. ഇപ്പോൾ അതായത് ചീറ്റിംഗ് ബൈ പേഴ്സണേഷൻ ആൾമാറാട്ടം പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ, വ്യാജ ID ഉപയോഗിച്ച് വേറെ ആളുടെ പേരിലൊക്കെ ID ക്രിയേറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ, മൾട്ടിപ്പിൾ ഫേസ്ബുക്ക് ID വേറെ ആളുടെ പേരിലൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കുറ്റങ്ങൾ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള വകുപ്പാണ് 66D. അപ്പോൾ നിങ്ങൾക്ക് തിരിഞ്ഞു പോകാൻ പാടില്ല. 66C എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റി തെഫ്റ്റ് ആണ്. അതായത് ഒരാളുടെ യൂസർ നെയിം, പാസ്വേഡ് പോലെയുള്ള കാര്യങ്ങൾ മോഷ്ടിക്കപ്പെടുകയാണെങ്കിൽ അവിടെ ഉപയോഗിക്കപ്പെടുന്ന സെക്ഷനായിരിക്കും 66C, അത് ഐഡന്റിറ്റി തെഫ്റ്റ്. 66D എന്ന് പറഞ്ഞാൽ ആൾമാറാട്ടമാണ്, ചീറ്റിംഗ് ബൈ പേഴ്സണേഷൻ, വ്യാജ ID ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് വേറെ ആളുടെ പേരിൽ ID ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ചീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ചീറ്റിംഗ് ബൈ പേഴ്സണേഷൻ എന്നുള്ള രീതി കൺസിഡർ ചെയ്യും. 66D പ്രകാരം ട്രീറ്റ് ചെയ്യപ്പെടും. പണിഷ്മെന്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇംപ്രിസൺമെന്റ് അപ് ടു 3 years ആണ്, വിത്ത് ഇംപ്രിസൺമെന്റ് അപ് ടു 3 years ആൻഡ് ഫൈൻ അപ് ടു 1 lakh rupees എന്ന രീതിയിലേക്കാണ് പണിഷ്മെന്റ് പോകുന്നത്. അപ്പോൾ 66C ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 66D ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ C യും D യും തമ്മിൽ തിരിഞ്ഞു പോരുത്. C എന്ന് പറഞ്ഞാൽ ചീറ്റിംഗ് അല്ല, C എന്ന അക്ഷരം വെച്ചിട്ട് ചീറ്റിംഗ് എന്ന് പഠിച്ചു വെക്കരുത്. C എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റി തെഫ്റ്റ് ആണ്. D ആണ് എന്ത്, ചീറ്റിംഗ് ബൈ പേഴ്സണേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പണിഷ്മെന്റ് രണ്ടിനും ഏകദേശം സെയിം ആയിട്ട് തന്നെയാണ് പറഞ്ഞത്. ഇംപ്രിസൺമെന്റ് അപ് ടു 3 years ആൻഡ് ഫൈൻ അപ് ടു 1 lakh rupees. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറ്റം കോഗ്നിസബിൾ ആണ്. അതായത് പോലീസിന് എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്റ്റ് ആയിട്ട് അറസ്റ്റ് ചെയ്യാൻ കഴിയും. ഇത് ബെയിലബിളും ആണ്. ഓക്കെ, ഇനി നമുക്ക് 66 IT ആക്ടിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സെക്ഷനാണ് 66D. കഴിഞ്ഞിട്ട് നമുക്ക് 66E-യിലേക്ക് പോകാം. സെക്ഷൻ 66E. 66E-യുടെ പ്രത്യേകത
വയലേഷൻ ഓഫ് പ്രൈവസിയാണ്. നമ്മുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം. ഒരാൾ നമ്മുടെ സ്വകാര്യതയിലേക്കുള്ള ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാളുടെ ഫോൺ അയാളുടെ പെർമിഷൻ ഇല്ലാതെ ചോർത്തുക, രണ്ടുപേരും തമ്മിൽ കോൺവെർസേഷൻ നടക്കുന്നതിൽ അയാളുടെ ഫോൺ ചോർത്തിയെടുക്കുക, ഒരാളുടെ സ്വകാര്യ ചിത്രം എടുത്ത് അയാളുടെ പെർമിഷൻ ഇല്ലാതെ പ്രചരിപ്പിക്കുക, ഇതൊക്കെ IT ആക്ടിൻ്റെ 66E പ്രകാരം ട്രീറ്റ് ചെയ്യപ്പെടുന്ന കുറ്റമാണ്. 66E എന്ന് പറഞ്ഞാൽ വയലേഷൻ ഓഫ് പ്രൈവസി എന്ന രീതിയിലേക്കാണ് ആ വകുപ്പ് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് പ്രൈവസി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ് എന്ന് പോലും നമ്മുടെ കോടതികൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ 66E എന്ന് പറഞ്ഞാൽ അത്രയും ഒരു വലിയ കുറ്റമായിട്ട് തന്നെ കൺസിഡർ ചെയ്യും. 66E എന്ന് പറഞ്ഞാൽ വയലേഷൻ ഓഫ് പ്രൈവസി, സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം. ഒരാളുടെ ഫോൺ ചോർത്തുക, മെസ്സേജ് ചോർത്തുക, SMS അടക്കമുള്ള എല്ലാ കാര്യങ്ങളും, ഒരാളുടെ എന്തെല്ലാം സ്വകാര്യതയുണ്ട് അതിലേക്ക് സൈബർ സ്പേസിലൂടെ കടന്നുകയറാൻ ശ്രമിക്കുകയാണെങ്കിൽ ഈ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്ന അടക്കം അതെല്ലാം എന്തായിട്ട് ട്രീറ്റ് ചെയ്യാറുണ്ട്? വയലേഷൻ ഓഫ് പ്രൈവസി ആയിട്ട് ട്രീറ്റ് ചെയ്യാറുണ്ട്. ഇതിന് കൊടുക്കുന്ന പണിഷ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഇംപ്രിസൺമെൻറ്റ് അപ് ടു 3 years ആണ്. ഇംപ്രിസൺമെൻറ്റ് എത്ര വർഷം എന്ന് പറഞ്ഞാൽ 3 വർഷം തന്നെയാണ് ഇംപ്രിസൺമെൻറ്റ്. പിന്നീട് ഇതിന് കൊടുക്കുന്ന ഫൈൻ എന്ന് പറഞ്ഞാൽ ഫൈൻ 2 lakh rupees ആണ്, ഓർ ബോത്ത് ആണ്. തിരിഞ്ഞു പോരുത്. ഇതിന് കൊടുക്കുന്ന പണിഷ്മെൻറ്റ് ഇംപ്രിസൺമെൻറ്റ് അപ് ടു 3 years, 3 വർഷം, ഇംപ്രിസൺമെൻറ്റ് അപ് ടു 3 years, ഓർ ഫൈൻ അപ് ടു 2 lakh rupees, ഓർ ബോത്ത്. ഓക്കെ, ഞാൻ ഈ അവസാനം ഇതെല്ലാം കുറച്ച് പറഞ്ഞതിന് ശേഷം ഈ സിമിലർ ആയിട്ടുള്ള പണിഷ്മെൻറ്റുകളുള്ള സെക്ഷൻസ് ഒന്ന് മെൻഷൻ ചെയ്യാം. അപ്പോൾ അത് പഠിക്കാൻ നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ 66E എന്ന് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. 66E എന്ന് പറഞ്ഞാൽ വയലേഷൻ ഓഫ് പ്രൈവസിയാണ്. ഇതിന് കൊടുക്കുന്ന പണിഷ്മെൻറ്റ് ഓർമ്മിപ്പിക്കുകയാണ്, ഇംപ്രിസൺമെൻറ്റ് അപ് ടു 3 years, ഓർ ഫൈൻ അപ് ടു 2 lakh rupees, ഓർ ബോത്ത് ആണ്. ഇത് കോഗ്നിസബിൾ ആണ്. ഈ കുറ്റകൃത്യം കോഗ്നിസബിൾ ആണ്. ഇത് ബെയിലബിളും ആണ്. ഓക്കെ, നമുക്കിനി അടുത്ത മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ IT ആക്ട്. IT ആക്ടിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സെക്ഷനാണ്. PSC ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ഒരു സെക്ഷൻ കൂടിയാണ് പറയാൻ പോകുന്നത്. 66F. 66F എന്ന് പറഞ്ഞാൽ സൈബർ ടെററിസമാണ്. PSC സംബന്ധിച്ചോളം PSC ഏറ്റവും കൂടുതൽ അതിൻ്റെ എല്ലാ എക്സാമിനും അടുപ്പിച്ചടുപ്പിച്ച് തന്നെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളൊരു സെക്ഷനാണ് 66F. സൈബർ ടെററിസമാണ്. തീവ്രവാദ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് വിരുദ്ധമായ കാര്യങ്ങളൊക്കെ സൈബർ സ്പേസിൽ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സെക്ഷനാണ് ഇത് 66F. ഈ 66Fൻ്റെ പ്രത്യേകത, അതിന് പ്രത്യേകിച്ച് ഫൈനൊന്നും മെൻഷൻ ചെയ്യുന്നില്ലെങ്കിലും ഇംപ്രിസൺമെൻറ്റ് അപ് ടു ലൈഫ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ഇംപ്രിസൺമെൻറ്റ് വിച്ച് മേ എക്സ്റ്റെൻഡ് ടു ഇംപ്രിസൺമെൻറ്റ് അപ് ടു ലൈഫ്, ജീവപര്യന്തം വരെയുള്ള തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഒരു വലിയ കുറ്റകൃത്യമാണ് 66Fനകത്ത് പ്രതിപാദിച്ചിരിക്കുന്നത്, സൈബർ ടെററിസം. സൈബർ ടെററിസം കുറ്റകൃത്യമാകുന്ന വകുപ്പാണ് 66F. പണിഷ്മെൻറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു, അത് ഇംപ്രിസൺമെൻറ്റ് അപ് ടു ലൈഫ്, എക്സ്റ്റെൻഡഡ് അപ് ടു ലൈഫ് വരെ, ഇംപ്രിസൺമെൻറ്റ് അപ് ടു ലൈഫ് എന്ന രീതിയിലേക്ക് പോകുന്ന കുറ്റകൃത്യമാണ് 66F. ഇതിൻ്റെ ഒരു പ്രത്യേകത കോഗ്നിസബിൾ തന്നെയാണ്. കുറ്റവും കോഗ്നിസബിൾ ആണ്. ഇത് നോൺ ബെയിലബിൾ ആണ്. നമ്മൾ ഇത്രയും പറഞ്ഞ കുറ്റങ്ങളും ബെയിലബിൾ ആയിരുന്നു. 66Fലേക്ക് വന്നപ്പം അതെന്തായിട്ട് മാറി? നോൺ ബെയിലബിൾ ആയിട്ട് മാറി. അപ്പോൾ 66F വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ സെക്ഷൻസ് ഇത്രയും ഒന്ന് റിപ്പീറ്റ് ചെയ്യാം, ക്ലിയർ ചെയ്ത് തരാം. നമ്മൾ ആദ്യം പഠിച്ചത് IT ആക്ടിൻ്റെ സെക്ഷൻ 65 ആണ്, 65. 65 എന്ന് പറഞ്ഞാൽ ടാമ്പറിങ് വിത്ത് കമ്പ്യൂട്ടർ സോഴ്സ് ഡോക്യുമെൻറ്റ്സ് ആണ്. അതായത് കമ്പ്യൂട്ടറിനകത്തോട്ട് അനാവശ്യമായി കടന്നു കയറി അതിനുള്ള ഡോക്യുമെൻറ്റ്സിനെ അല്ലെങ്കിൽ അതിൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ സോഴ്സ് കോഡിനെയൊക്കെ നശിപ്പിക്കുക. ടാമ്പറിങ് മീൻസ് നശിപ്പിക്കുക. അപ്പോൾ ടാമ്പറിങ് വിത്ത് കമ്പ്യൂട്ടർ സോഴ്സ് ഡോക്യുമെൻറ്റ്സ് പണിഷബിൾ ആവുന്ന സെക്ഷനാണ് 65. അതിൻ്റെ പണിഷ്മെൻറ്റ് ഞാൻ പറഞ്ഞു, ഇംപ്രിസൺമെൻറ്റ് അപ് ടു 3 years, ഓർ ഫൈൻ അപ് ടു 2 lakh rupees, ഓർ ബോത്ത് എന്ന രീതിയിലേക്കായിരിക്കും അതിനെ കൺസിഡർ ചെയ്യുന്നത്. ഇനി ഞാൻ അതിൻ്റെ സെയിം പണിഷ്മെൻറ്റ് എന്നുള്ള സെക്ഷൻ പറഞ്ഞായിരുന്നു. ഏതാണ്? 66E. 66E എന്ന് പറഞ്ഞാൽ വയലേഷൻ ഓഫ് പ്രൈവസി ആണ്. വയലേഷൻ ഓഫ് പ്രൈവസി കൊടുക്കുന്ന പണിഷ്മെൻറ്റ് ഇംപ്രിസൺമെൻറ്റ് അപ് ടു 3 years, ഓർ ഫൈൻ അപ് ടു 2 lakh rupees, ഓർ ബോത്ത്. അപ്പം 65നും 66Eക്കും നമ്മൾ സെയിം പണിഷ്മെൻ്റ് ആണ് പഠിച്ചത്. ഓക്കെ, ഇനി നമുക്ക് 66ലേക്ക് വരാം. 66ൻ്റെ പണിഷ്മെൻറ്റ് വേറെ ഒന്നും നമ്മൾ പഠിച്ചിട്ടില്ല. 66 എന്ന് പറഞ്ഞാൽ ഹാക്കിംഗ് ആണ്. അതിൻ്റെ പണിഷ്മെൻറ്റ് ഇംപ്രിസൺമെൻറ്റ് അപ് ടു 3 years, ഓർ വിത്ത് ഫൈൻ അപ് ടു 5 lakh rupees, ഓർ ബോത്ത് എന്ന രീതിയിലാണ് ഹാക്കിങ്ങിൻ്റെ പണിഷ്മെൻറ്റ്. പിന്നെ നമ്മൾ പഠിച്ചത് 66A ആണ്. അത് സുപ്രീം കോടതി റിമൂവ് ചെയ്ത സെക്ഷനാണ്. അതിൻ്റെ പണിഷ്മെൻറ്റ് ഇംപ്രിസൺമെൻറ്റ് അപ് ടു 3 years വിത്ത് ഫൈൻ എന്നാണ്. അല്ലാതെ ഫൈൻ ഇത്ര രൂപയൊന്നും എടുത്ത് പറയുന്നില്ല. പിന്നെ 66B പഠിച്ചു, ഡിസോണസ്റ്റ്ലി റിസീവിങ് സ്റ്റോളൻ കമ്പ്യൂട്ടർ റിസോഴ്സസ് എന്നാണ്. അതിനകത്തുള്ള പണിഷ്മെൻറ്റ് ഇംപ്രിസൺമെൻറ്റ് അപ് ടു 3 years, ഓർ ഫൈൻ അപ് ടു 1 lakh rupees, ഓർ ബോത്ത്. ഓക്കെ, അവിടെ കഴിഞ്ഞു. അപ്പോൾ അതിന് സിമിലർ ആയിട്ടുള്ള പണിഷ്മെൻറ്റ് നമ്മൾ ഇതുവരെയും പറഞ്ഞില്ല. പിന്നെ 66Cയും Dയും. 66C എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിറ്റി തെഫ്റ്റ് ആണ്. അതിനുള്ള പണിഷ്മെൻറ്റ് ഇംപ്രിസൺമെൻറ്റ് അപ് ടു 3 years ആൻഡ് ഫൈൻ അപ് ടു 1 lakh rupees. 66D എന്ന് പറയുമ്പോൾ ചീറ്റിംഗ് ബൈ പേഴ്സണേഷൻ ആണ്. അതിൻ്റെ പണിഷ്മെൻറ്റ് ഇംപ്രിസൺമെൻറ്റ് അപ് ടു 3 years ആൻഡ് ഫൈൻ അപ് ടു 1 lakh rupees. അപ്പോൾ 66Cക്കും Dക്കും ഒരേ പണിഷ്മെൻ്റ് ആണ്, ഇംപ്രിസൺമെൻറ്റ് അപ് ടു 3 years ആൻഡ് ഫൈൻ അപ് ടു 1 lakh rupees. പിന്നെ 66F എന്ന് പറയും സൈബർ ടെററിസമാണ്. അതിൻ്റെ പണിഷ്മെൻറ്റ് അതിന് മാത്രമേ ഉള്ളൂ. എന്താണ്? ഇംപ്രിസൺമെൻറ്റ് വിച്ച് മേ എക്സ്റ്റെൻഡ് ടു ഇംപ്രിസൺമെൻറ്റ് അപ് ടു ലൈഫ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ പറഞ്ഞു, ഇത് കോഗ്നിസബിൾ ആണ്. അതിനോടൊപ്പം
നോൺ ബെയിലബിൾ ആണെന്നും പറഞ്ഞു. നമ്മൾ പഠിച്ച ബാക്കിയുള്ള എല്ലാ സെക്ഷൻസും എന്തായിരുന്നു? ബെയിലബിൾ ആയിരുന്നു. പക്ഷേ ഇത് നോൺ ബെയിലബിൾ ആണ്. ഓക്കെ, നമ്മളിപ്പം പഠിച്ചുകൊണ്ട് നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് IT ആക്ടിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ് മാത്രമാണ്. അപ്പം ഇത് ഇപ്പോൾ 66ൻ്റെ സബ്സെക്ഷൻ എന്ന് പറഞ്ഞാൽ PSC നേരത്തെ ചോദിച്ചിട്ടുള്ള ഒരു 66ൻ്റെ സബ്സെക്ഷൻസാണ് PSC കൂടുതലായിട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഇതുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് അതിൻ്റെ പണിഷ്മെൻറ്റ്സും ഒക്കെ ഇനി ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പം ഇത് മാത്രമല്ല, നമുക്ക് ഇനി കൂടുതലായിട്ടുള്ള സെഷൻസ് പഠിക്കണം. PSC ഇനി ചോദിക്കാൻ സാധ്യതയുള്ള സെഷൻസ് ഉണ്ട് ഇതിനകത്ത് തന്നെ. ബാക്കി അത് നമുക്ക് ഇനി അടുത്ത വരുന്ന ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്യണം. അതോടൊപ്പം തന്നെ IT ആക്ടിൻ്റെ നമ്മൾ മറ്റ് പ്രാഥമികമായ ചില കാര്യങ്ങളോടൊക്കെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസിനെ മാത്രം ഫോക്കസ് ചെയ്താണ് പറഞ്ഞു തന്നത്. ഇതെല്ലാം മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വരുന്ന ക്ലാസ്സിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. താങ്ക്